പ്രൈസ് ദി ലോർഡ്. ചോദ്യം ഉത്തരം പങ്ക്തി. കുർബാനയിലെ എന്തിനാണ് വൈദികൻ കാസിം പീലാസിം ഇങ്ങനെ 3 പ്രാവശ്യം മുട്ടുന്നത്? സീറോ മലബാർ സഭയിൽ എന്തിനാണ് വൈദികൻ ഇങ്ങനെ കാസിം പീലാസിം 3 പ്രാവശ്യം മുട്ടുന്നത്? അതിന് ബൈബിളിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ആദ്യമേ തന്നെ ബൈബിളിൽ തെളിവുണ്ട്. അതിൻ്റെ ആ കർമ്മം നമുക്കൊന്ന് നോക്കാം, എന്താണ് സംഭവിക്കണേ എന്നുള്ളത്. അതായത് അച്ഛൻ വൈദികൻ കാസിം പീലാസിം ഇങ്ങനെ എടുത്ത് കുരിശാകൃതിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ യേശുക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും ദൈവത്തിന് അർപ്പിക്കുകയാണ്, അങ്ങനെ ഉയർത്തുകയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് ഇങ്ങനെ 3 പ്രാവശ്യം മുട്ടുന്നത്. 3 പ്രാവശ്യം മുട്ടുന്നു, എന്നിട്ട് ബലിപീഠത്തിൽ ശരീരം വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കാപ്പ എന്ന് പറയുന്ന അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ആണ് ഇങ്ങനെ കവർ ചെയ്യുന്നു. അതായത് കാസിം പീലാസിയും മൂടുന്നു. അത് കഴിഞ്ഞിട്ട് ബേമേലിക്ക് പോകുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി 3 പ്രാവശ്യം കുനിഞ്ഞ് ബലിപീഠത്തിൽ വന്ന് ഈ കാപ്പയുടെ കഷ്ണം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചുരുട്ടി ഈ തിരുരഹസ്യങ്ങളുടെ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഈ തിരുരഹസ്യങ്ങൾ ചുറ്റും വെക്കുന്നു. ഇതാണ് കർമ്മം. ഈ കർമ്മം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങളിലെ സംഭവമാണ്. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ച മഗ്ദലന മറിയവും മറ്റ് സ്ത്രീകളും യേശുവിന്റെ ശവകുടീരത്തിലേക്ക് പോയി. ശവകുടീരത്തിന്റെ മുഖത്ത് വെച്ചിരുന്ന കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് അവർ കണ്ടു. മഗ്ദലന മറിയം ഓടി ശിമോൻ പത്രോസിന്റെ അടുത്തും യേശു സ്നേഹിച്ച ചേട്ടന്റെ അടുത്തും പറഞ്ഞു, ആരോ കർത്താവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ഇത് കേട്ടപാടെ യേശു സ്നേഹിച്ച ചേട്ടനും ശിമോൻ പത്രോസും കല്ലറങ്കിലേക്ക് ഓടി. രണ്ടുപേരും ഒരുമിച്ച് ഓടിയെങ്കിലും യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗം ഓടി കല്ലറയുടെ അടുത്തെത്തി കുനിഞ്ഞ് നോക്കിയപ്പോൾ കച്ച അവിടെ കിടക്കുന്ന കണ്ടു. എങ്കിലും അവനകത്ത് പ്രവേശിച്ചില്ല. ശിമോൻ പത്രോസ് ഈ യേശു സ്നേഹിച്ച ശിഷ്യന്റെ പിന്നാലെ വന്നു. അവൻ അകത്ത് പ്രവേശിച്ചു. അവൻ കണ്ടെന്താണ്? കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിരുന്ന തൂവാല കച്ചയോട് കൂടെയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. അപ്പോൾ കല്ലറ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ചേട്ടനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. 2 കാര്യങ്ങൾ. ഒന്ന്, അവിടെ യേശുവിനെ കവർ ചെയ്തിരുന്ന കച്ച, ആ കച്ച അവിടെ ഉണ്ട്. യേശുവിന്റെ ഫേസ് വെയില് മുഖം മൂടിയിരുന്ന തൂവാല ഇങ്ങനെ ചുരുട്ടി ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നു. സീറോ മലങ്കര സഭയില് ഈ തൂവാല എടുക്കുമ്പോൾ ഇങ്ങനെ വിറപ്പിച്ചിട്ടാണ് എടുക്കുക. വിറപ്പിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ പതുക്കെ എറിയാണ്, മൂലയിലേക്ക് എറിയാണ്. അതായത് ഇവിടെ ചെയ്തിരിക്കുന്ന അങ്ങനെ തന്നെ ചെയ്യാണ്. പരിശുദ്ധാത്മാവ് വന്ന് യേശുവിനെ ഉയർപ്പിക്കുന്നത് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വിറപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആഗമനം കാണിക്കാൻ വേണ്ടിയാ. ഹി വാസ് റേസ്ഡ് ഫ്രം ദ ഡെഡ് എന്നാണ്. യേശു ക്രിസ്തുവിനെ മരിച്ചതിൽ നിന്നും ഉയർപ്പിച്ചു. പിതാവാ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഉയർപ്പിച്ചു എന്നാണ്. ആ ഉയർപ്പിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുണി ഇങ്ങനെ കാപ്പയുടെ കഷ്ണം ഇങ്ങനെ വിറപ്പിക്കുന്നത്. മലങ്കര സഭയിൽ ചുരുട്ടി വെക്കുന്നത് നമ്മൾ സീറോ മലബാർ സഭയിൽ ചുരുട്ടി വെക്കുകയാണ്. അപ്പൊ യേശുവിന്റെ ഫേസ് വെയില് ഈ മുഖത്തിട്ടിരുന്ന തൂവാല ചുരുട്ടി വെക്കുന്നതാണ് ഈ കാണിക്കുന്നത്. അതാണ് അപ്പോൾ ബൈബിളിൽ സംഭവിച്ച സംഗതി. ഈ യേശുവിന്റെ കല്ലറയാണ് ബലിപീഠം. ആ കല്ലറയിൽ യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും സംസ്കരിക്കുകയാണ്. എന്നിട്ട് കച്ച കൊണ്ട് മൂടുകയാണ്, ഫേസ് വെയിൽ ഇടുകയാണ്. എന്നിട്ട് പിന്നീട് വരുമ്പോൾ യേശു ഉത്ഥാനം ചെയ്തപ്പോ ഈ ഫേസ് വെയില് ചുരുട്ടിക്കൂട്ടി ഒരു മൂലയ്ക്ക് വെച്ചിരിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവ് യേശുവിനെ ഉയർപ്പിച്ചു. ആ ഉയർപ്പിച്ചപ്പോൾ യേശുവിന്റെ കച്ച അവിടെ കിടക്കണു. ഈ ഫേസ് വെയില് മുഖത്തിടുന്ന തൂവാല അത് ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു. അത് അങ്ങനെ തന്നെ അവതരിപ്പിക്കുന്നതാണ് ഈ കുർബാനയിൽ. അതിനു മുമ്പ് അത് ചെയ്യുന്നതിന് മുമ്പാണ് ഇങ്ങനെ 3 പ്രാവശ്യം മുട്ടണേ. ആ 3 പ്രാവശ്യം മുട്ടുന്നതിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, യേശു 3 പ്രാവശ്യം തന്റെ പീഡാനുഭവത്തെ വെച്ച് പ്രവചനം നൽകുന്നുണ്ട്. 3 പ്രാവശ്യം അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആ 3 പ്രാവശ്യം യേശു പറയുന്നുണ്ട് 3-ാം ദിവസം ഉത്ഥാനം ചെയ്യും. അപ്പോ ഈ യേശുവിനെ സംസ്കരിക്കെങ്കിലും 3-ാം ദിവസം ഉത്ഥാനം ചെയ്യും. 3 പ്രവചനങ്ങളുണ്ട്. 3-ാം ദിവസം ആ പ്രവചനങ്ങൾ അനുസരിച്ച്, തിരുവചനങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉത്ഥാനം ചെയ്യും. അതാണ് ഈ സംസ്കരിക്കുന്ന തൊട്ട് മുമ്പ് 3 പ്രവചനങ്ങളും 3-ാം ദിവസം ഉത്ഥാനം ചെയ്യുന്നതും പ്രഖ്യാപിക്കുകയാണ്. 3-ാം ദിവസം എന്നിട്ട് സംഭവിക്കുന്ന എന്താണ്? ഈ യേശു ഉത്ഥാനം ചെയ്തതാണ് ഈ തൂവാല ഫേസ് വെയില് തൂവാല ചുരുട്ടിക്കുട്ടിങ്ങനെ വെക്കുന്നത്. ഇതാണ് ആ അനുഷ്ഠാനത്തിന്റെ അർത്ഥം. അതിന് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർക്കണം. യേശു സ്നേഹിച്ച ശിഷ്യൻ
ഔട്ട്റാൻ പീറ്റർ എന്നാണ്, വേഗം ഓടി. പലപ്പോഴും പറയുന്നത് ഈ പത്രോസിനേക്കാൾ ചെറുപ്പമായിരുന്നു യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ്. അങ്ങനെയൊന്നും ബൈബിളിൽ തിരുവചനത്തിൽ സൂചനയില്ല. പിന്നെ എങ്ങനെയാണ് വേഗം ഓടിയത്? ആ ശിഷ്യന്റെ പേര് നോക്കിയാൽ യേശു സ്നേഹിച്ച ശിഷ്യൻ. സ്നേഹത്തിന്റെ എംബോഡിമെന്റ് ആണ് ഈ മനുഷ്യൻ. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കട്ടെ. ഒരു വീടിന് തീ പിടിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും ആ വീടിന്റെ അടുത്തേക്ക് പോകുകയാണ് സഹായിക്കാനായിട്ട്. നമ്മുടെ കൂട്ടത്തിലൊരു സ്ത്രീ എല്ലാവരെക്കാളും വളരെ വേഗതയിൽ ഓടുന്നു ആ വീട്ടിലേക്ക്. എന്താ കാര്യം? അവളുടെ വീടാണത്. അവളുടെ കുഞ്ഞ് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ അവൾക്ക് ഓട്ടത്തിന് വേഗത കൂടും. സ്നേഹത്തിന് എപ്പോഴും വേഗത കൂടും. യേശു സ്നേഹിച്ച ശിഷ്യന് വേഗത കൂടിയത് അവൻ യേശു സ്നേഹിച്ച ശിഷ്യനായത് കൊണ്ടാണ്. സ്നേഹത്തിന്റെ എംബോഡിമെന്റ് ആണ് അവൻ. ഇല്ലേ, സ്നേഹം മൂർത്തിഭവിച്ച അങ്ങനത്തെ ഒരാളായത് കൊണ്ടാണ്. ആ യേശു സ്നേഹിച്ച ശിഷ്യൻ അവിടെ വന്നെങ്കിലും ശിമോൻ പത്രോസിന് വേണ്ടി കാത്തു നിന്നു, വെയിറ്റ് ചെയ്തു. സ്നേഹം മറ്റുള്ളവരെ ബഹുമാനിക്കും. ഈ യേശു സ്നേഹിച്ച ശിഷ്യൻ കുനിഞ്ഞ് നോക്കിയോ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. നോക്കി എന്നുള്ളതിന് ബ്ലേപ്പോ എന്നാണ് വാക്ക്, ഗ്രീക്ക് ബ്ലേപ്പോ. നമ്മളിങ്ങനെ കാണുന്ന പോലെ ഫിസിക്കൽ കാഴ്ച എന്നാണ് അർത്ഥം. അത് കഴിഞ്ഞിട്ട് ശിമോൻ പത്രോസ് വന്നു, അകത്ത് കയറി അവൻ കണ്ടുവെന്ന് എഴുതിയിട്ടുണ്ട്, നോക്കി. അതിനുപയോഗിക്കുന്ന വാക്ക് തയ്യൊറയോ എന്നാണ്. തയ്യൊറയോ ഒബ്സർവ് എന്നാണ് ശരിക്കും അർത്ഥം. നിരീക്ഷിച്ചു. കച്ച കിടക്കുന്നതും ഈ ഫേസ് വെയില് ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നതെല്ലാം പത്രോസ് നേതാവാണല്ലോ, ബോസാണ്. പുള്ളിയെല്ലാം നിരീക്ഷിച്ചു. പത്രോസ് കയറി കഴിഞ്ഞപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ അകത്ത് പ്രവേശിച്ചു, കണ്ടു, വിശ്വസിച്ചു. അവിടെ കണ്ടു എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒറാവോ എന്നാണ്. ഒറാവോ എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്തുവെന്ന് വിശ്വസിച്ചു. എന്ത് കണ്ടു? കച്ച, തൂവാല. ഇത് രണ്ടേ കണ്ടുള്ളൂ. യേശു ഉത്ഥാനം ചെയ്തത് ആരും കണ്ടിട്ടില്ല. യേശു ഉത്ഥാനം ചെയ്ത ശേഷം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ പ്രത്യക്ഷപ്പെടലുകൾ സംഭവിക്കുന്നതിന് മുൻപ് യേശു ഉത്ഥാനം ചെയ്തുവെന്ന് യേശുവിന്റെ കച്ചയും തൂവാലയും മാത്രം കണ്ട് വിശ്വസിച്ച ഏക വ്യക്തിയാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ. യേശുവിന്റെ അത്ഭുതകരമായ വിസ്മയകരമായ പ്രത്യക്ഷപ്പെടലുകൾ ഇല്ലാതെ, ഉത്ഥാനത്തിന് ശേഷമുള്ള പ്രത്യക്ഷപ്പെടലുകൾ ഇല്ലാതെ യേശു ഉത്ഥാനം ചെയ്തുവെന്ന് അവന്റെ തൂവാല കണ്ട് കച്ച കണ്ട് വിശ്വസിച്ച ഏക ശിഷ്യനാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ. പിന്നീട് തോമസിനോട് യേശുക്രിസ്തു പറയുന്നുണ്ട്, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഒന്നാമൻ, നമ്മളെക്കുറിച്ചാണെന്ന് പറയും ചിലപ്പോ, പക്ഷെ അതിൽ ഒന്നാമൻ യേശു സ്നേഹിച്ച ശിഷ്യനാണ്. സ്നേഹത്തിന് അത്ഭുതങ്ങളും വിസ്മയങ്ങളും വേണ്ട വിശ്വസിക്കാൻ. അവന് വേണ്ടത് ഈ കർത്താവിന്റെ കച്ച. ഇതിപ്പോഴും നടക്കുകയാണ് കുർബാനയിൽ. ഇപ്പോഴും ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൊണ്ട് പറയുകയാണ്. നമ്മളിപ്പോൾ ഈ ലിറ്റർജിയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എന്താ പറയണേ? അന്ത്യത്താഴത്തിന്റെ ഓർമ്മ, അന്ത്യത്താഴത്തെ കർത്താവ് ഇങ്ങനെ ഇരുന്നുവെന്നും നിന്നു. ഇപ്പൊ അവര് നിന്നു എന്നുള്ള പറഞ്ഞേ, ജനങ്ങൾക്ക് അഭിമാനം ചൊല്ലിയൊക്കെ പറഞ്ഞേ. അതൊന്നുമല്ല എന്നുള്ള കാര്യങ്ങൾ ഞാൻ അനേകം വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി ചേർക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് സംഭവിച്ചത് ഉത്ഥാനത്തിന്റെ അന്നാണ്. അപ്പോ വിശുദ്ധ കുർബാനയില് കാസിം വിലാസം എടുത്തിട്ട് നമ്മളിങ്ങനെ മുട്ടി കർത്താവിനെ സംസ്കരിച്ച് പിന്നെ ഈ കച്ച കൊണ്ട് മൂടി കച്ചങ്ങനെ ചുരുട്ടിക്കൂട്ടി എടുക്കുന്നതെല്ലാം ഉത്ഥാനത്തിൽ സംഭവിക്കുന്നതാ. അപ്പൊ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണ് എന്ന് പറയുന്നത് എന്തുമാത്രം അപര്യാപ്തമാണ്, ഇൻസഫിഷ്യന്റ്. കർത്താവിന്റെ മരണവും സംസ്കാരവും ഉത്ഥാനവുമാണ് കുർബാനയിൽ ഓർക്കണേ. അപ്പൊ അതൊന്നുമില്ലാതെ അന്ത്യത്താഴം മാത്രമെന്ന് പറഞ്ഞാൽ, അന്ത്യത്താഴത്തിൽ കർത്താവ് ചെയ്ത ഓർമ്മ എന്ന് മാതൃക എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാണ്ടല്ലേ പറയണേ. മാത്രമല്ല, ഞാൻ അത് പറഞ്ഞായിരുന്നു, ഈ അന്ത്യത്താഴത്തിന്റെ മുറി എന്ന് പറയുന്നത് ജെറൂസലേമിലേക്ക് തുറന്നിരിക്കുന്ന ഈ കിഴക്കോട്ട് ദർശനമുള്ള മുറിയായിരുന്നതൊക്കെ തെളിവുകൾ സഹിതം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാണ്. എന്റെ മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക. ചുരുക്കത്തിൽ നമ്മൾ കർത്താവിന്റെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കെടുക്കുകയാണ്. പൗലോസ് എന്താ പറയുന്നത്? കർത്താവിന്റെ മരണമാണ് നമ്മൾ കുർബാനയിൽ പ്രഖ്യാപിക്കുന്നത്, കർത്താവിന്റെ മരണം. അപ്പോൾ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞത് പെസഹയല്ല. പെസഹ ഓർമ്മിക്കാൻ കർത്താവ് പറയേണ്ട കാര്യമില്ല. നൂറ്റാണ്ടുകളായി യഹൂദന്മാർ ചെയ്തുകൊണ്ടിരുന്നതാ. അത് യേശു പറയേണ്ട കാര്യമില്ല. യേശുവിന്റെ കുരിശ് മരണവും ഉത്ഥാനവുമാണ് യേശു മുൻകൂട്ടി ആസ്വദിക്കുന്നത് അന്ത്യത്താഴത്തില്. ആ ഓർമ്മയാണ് ആചരിക്കേണ്ടത്. യേശുവിന്റെ മരണവും ഉത്ഥാനവുമാണ് പ്രഖ്യാപിക്കുന്നത്. അത് കുരിശില്ലാതെയും ഉത്ഥാനമില്ലാതെയും വിശുദ്ധ കുർബാനയാകില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അന്ത്യത്താഴം വട്ടമേശ, മേശയ്ക്ക് ചുറ്റും അതിങ്ങനെ പറഞ്ഞ് പാഷാണ്ഡതയാക്കി മാറ്റാതെ കുർബാനയുടെ രഹസ്യങ്ങളിലേക്ക് ഈ കർത്താവിന്റെ കച്ച കണ്ട്
യേശു ഉത്ഥാനം ചെയ്തെന്ന് വിശ്വസിച്ച ആ ശിഷ്യന്റെ മനോഭാവത്തിലേക്ക് ഫിസിക്കൽ സൈറ്റ് മാത്രമല്ല, നിരീക്ഷണം മാത്രമല്ല, ഒറാവോ ആധ്യാത്മിക ഉൾക്കാഴ്ചയുള്ള യേശുവിന്റെ സ്നേഹത്തിന്റെ, നമ്മൾക്ക് യേശുവിനോടുള്ള സ്നേഹത്തിന്റെ, ആ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആധ്യാത്മിക ഉൾക്കാഴ്ചയുള്ള ശിഷ്യന്മാരായി നമുക്ക് കുർബാനയിൽ പങ്കെടുക്കാം. അത് പ്രഘോഷിക്കാം. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് യേശു സ്നേഹിച്ച ശിഷ്യനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും പറയട്ടെ. നമ്മൾ ഓരോരുത്തരും യേശു സ്നേഹിച്ച ശിഷ്യന്മാരായി രൂപാന്തരപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തെ സംബന്ധിച്ചുള്ള പൊതു നിർദ്ദേശങ്ങൾ നമ്മൾ 10 നിർദ്ദേശങ്ങളാണ് ഇതുവരെ കണ്ടത്. 11ാമത്തെ നിർദ്ദേശം, കാർമികനും സഹകാർമികരും കൊത്തീന, സൂനാറ, ഊറാറ, സന്ദേ, പൈന എന്നിവയും ശംശാനമാര്, അതായത് ഡീക്കന്മാര്, പിന്നെ ഹെപ്പുദിയാക്കനമാര്, സബ് ഡീക്കന്മാര്, അവര് കൊത്തീന, സൂനാറ, ഊറാറ എന്നിവയും കാറായപട്ടം സ്വീകരിച്ചിട്ടുള്ളവരും സഹായികളും കൊത്തീന, സൂനാറ എന്നിവയും ധരിക്കുന്നു. ഓരോ തിരുവസ്ത്രങ്ങളുടെയും അർത്ഥമൊക്കെ നമ്മൾ പിന്നീട് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. ഇപ്പൊ ഞാനിതിന്റെ ഒരു പൊതു കാര്യം പറയാം. ഈ കൊത്തീന, ആൽബ അല്ലെങ്കിൽ പറയുന്ന ആൽബ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൊത്തീന എന്ന് പറയുന്ന നീണ്ട കുപ്പായം, അരക്കെട്ട്, ഊറാറ, കയ്യുറ, സന്ദേ, പൈന, കാപ്പ എന്ന് പറയുന്ന പൈന. ഈ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രമേ ഞാൻ പറയുകയാണ്. ഒന്ന്, എന്തിനാണ് ഈ തിരുവസ്ത്രങ്ങൾ? വൈദികൻ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന്, ക്രിസ്തുവിന്റെ ഏക പുരോഹിതനേ ഉള്ളൂ. ആ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റാനായിട്ട് പുരോഹിതനെ കർത്താവ് അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ ക്രിസ്തുവായിട്ട് മാറുകയാണ് അവിടെ. ഇൻ പെർസോണ ക്രിസ്തി എന്നാണ് ലത്തീനിൽ പറയുക. ക്രിസ്തു എന്ന പേഴ്സണിൽ, ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ടാണ് പുരോഹിതൻ കുർബാന അർപ്പിക്കുന്നത്. ഒരു ബലിയുള്ളൂ, ഒരൊറ്റ ബലിയുള്ളൂ. അത് ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ടതാണ്. അതേക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞതാണ്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലാണ് അർപ്പിച്ചതെങ്കിലും അത് എന്നേക്കുമായി നിലനിൽക്കുന്നതാണ്. സ്വർഗത്തില് കൊല്ലപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് പിതാവിന്റെ മുമ്പിൽ, സിംഹാസന മുമ്പിൽ ആ എന്നേക്കുമുള്ള ബലി അവിടെ, അതാണ് എന്നേക്കുമുള്ള ബലി എന്ന് പറയുന്നത്. ഒരിക്കൽ അർപ്പിക്കപ്പെട്ടത് സ്വർഗത്തിൽ എന്നേക്കുമായി നിലനിൽക്കുകയാണ്. അപ്പോൾ കാൽവരിൽ അർപ്പിക്കപ്പെട്ട ബലിയുടെ ഓർമ്മയും സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജിയുടെ എന്നേക്കുമുള്ള ബലിയുടെ പൂർവാസ്വാദനമാണ് വിശുദ്ധ കുർബാന. അതില് പുരോഹിതൻ ഈ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പൊ ഈ തിരുവസ്ത്രങ്ങൾ അണിയുന്നതിലൂടെ ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുകയാണ്. എല്ലായ്പ്പോഴും ക്രിസ്തുവായിട്ട് ജീവിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ എങ്കിലും തിരുക്കർമ്മങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു ആ ക്രിസ്തുവായിട്ട് മാറിയിട്ടേ ഇത് ചെയ്യാൻ പറ്റൂ. 1. 2, ഈ മധുബഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ പുരോഹിതൻ ബേമയിൽ നിന്നും മധുബഹയ്ക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന പോലെയാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പൗരോഹിത്യത്തിന്റെ 2 ചിറകുകൾ, മാലാഖമാരുടെ ചിറകുകൾ 2 ചിറകുകൾ, പൗരോഹിത്യത്തിന്റെ ചിറകുകൾ, അതാണ് ഈ ഊറാറ. അപ്പൊ ചിലര് അത് ഊറാറ ഇട്ടിട്ട് അതിന് മുകളിൽ സൂനാറ കൊണ്ട് കെട്ടും, ഈ അരക്കെട്ട് കൊണ്ട് കെട്ടും. അപ്പൊ ഈ ചിറകുകൾ കൂട്ടിക്കെട്ടി പോലെയാവും. അപ്പൊ വാസ്തവത്തിൽ അത് സൂനാറ അരക്കെട്ട് കെട്ടിയിട്ട് അതിന് മുകളിലാണ് ഊറാറ ഇടേണ്ടത്. അപ്പോഴാണ് പറക്കാൻ പറ്റുന്ന തരത്തിൽ ചിറകുകൾ സ്വതന്ത്രമായിരിക്കുക. ആ ഒരു ദൈവശാസ്ത്രത്തെ കെട്ടിപ്പൂട്ടുകയും ചെയ്യുക ഈ ഊറാറ ഇട്ടതിന് ശേഷം അതിന് മുകളിൽ കൂടെ സൂനാറ കെട്ടിയാല്. ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ, വിശദമായിട്ട് നമ്മൾ പിന്നീട് കാണും. അപ്പൊ ഇങ്ങനെ പിന്നെ മറ്റുള്ളവരൊക്കെയും ആണെങ്കിലും ഒരു വിശുദ്ധ കർമ്മത്തിലേക്കും വിശുദ്ധ സ്ഥലത്തേക്കും വിശുദ്ധ സമയത്തേക്കും പ്രവേശിക്കുന്നു. അതെല്ലാം സൂചിപ്പിക്കാനാണ് ഈ തിരുവസ്ത്രങ്ങൾ അണിയുന്നത്. 12, ശംശാനമാരുടെ, ഡീക്കന്മാരുടെ അഭാവത്തിൽ അവരുടെ സ്ഥാനം ഹേപ്പതിയാക്കന, കാറായ എന്നീ പട്ടമുള്ളവർക്ക് വഹിക്കാവുന്നതാണ്. എന്നാൽ ചില കർമ്മങ്ങളും ശുശ്രൂഷകളും അവയുടെ സ്വഭാവത്തിൽ തന്നെ ശംശാന പട്ടമുള്ളവർക്ക് മാത്രമായി മാറ്റി വെച്ചു പോരുന്നതാണ്. ഡീക്കന്മാർക്ക് മാത്രം. ഹേപ്പതിയാക്കന, കാറായ എന്നീ പട്ടമുള്ളവർ അവ നിർവഹിക്കാൻ പാടില്ല. ഉദാഹരണം, ദിവ്യരഹസ്യങ്ങൾ ഒരുക്കി ബലിപീഠത്തിലേക്ക് സംവഹിക്കുന്നത്. അത് ശംശാനമാർക്ക് അല്ലെങ്കിൽ ഡീക്കന്മാർക്ക് മാത്രം പറ്റുന്നതാണ്. വിശുദ്ധ കുർബാന നൽകാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അസാധാരണ ശുശ്രൂഷകൾ, ഇപ്പം അൽമായരൊക്കെ അല്ലെ, അൽമായ പുരുഷന്മാരെയും സ്ത്രീകളെയൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെ എക്സ്ട്രോണറി മിനിസ്റ്റേഴ്സ് ആയിട്ട് തെരഞ്ഞെടുക്കും. ഇടവക വികാരിയുടെ നിർദ്ദാനുസരണം വിശുദ്ധ കുർബാന നൽകുന്നു. നമ്മുടെ നാട്ടിൽ അത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് രൂപതയിലൊക്കെ തീരുമാനമെടുത്ത് ഇടവക വികാരിമാര് നിർദ്ദേശിക്കുന്ന പോലെ ചെയ്യുകയാണ്. എന്നാൽ ശംശാനമാർക്ക് മാത്രമേ കാസയിൽ നിന്ന് നേരെ തിരുരക്തം ഉൾക്കൊള്ളാനുള്ള അനുവാദമുള്ളൂ. 13, ജനങ്ങൾക്ക് അഭിമുഖമായി
നിന്ന് ചൊല്ലാൻ നിർദ്ദേശിച്ചിരിക്കുന്ന കാറോസോസകൾ ഒഴികെ മറ്റ് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ശംശാന, അതായത് ഡീക്കൻ, ബലിപീഠത്തിന് അഭിമുഖമായാണോ നിൽക്കേണ്ടത്, ജനങ്ങൾക്ക് അഭിമുഖമായാണോ നിൽക്കേണ്ടതെന്ന് രൂപതാധ്യക്ഷനായ മെത്രാനാണ് തീരുമാനിക്കുന്നത്. 14. കൈവിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ ശിരസിന് മുകളിൽ വരാതെയും, ഇങ്ങനെ പോകരുത്, ഈ ശിരസിന് മുകളിൽ പോകാതെ, കൈമുട്ടുകൾ ദേഹത്ത് തൊടാതെയും, ഇങ്ങനെയല്ല, ഇല്ലേ, ഇങ്ങനെ ഒരല്പം വിരിച്ചു നിൽക്കുക, കാണാൻ പറ്റുന്നുണ്ടാവോ? അങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊക്കി പിടിക്കുകയല്ല, ഒരു ഡെക്കോറം എന്ന് പറയും, ഒരു മാന്യത ഉണ്ടാകണം. ഒരുപാടെല്ലാം പൊക്കി പിടിച്ച് വസ്ത്രമൊക്കെ എങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു കോമാളിയോ അല്ലെങ്കിൽ ഒരു കോലമോ ഒക്കെ ആയി മാറുന്ന തരത്തിലാകാൻ പാടില്ല. അപ്പോൾ കൈ വിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ ശിരസിന് മുകളിൽ വരാതെയും കൈമുട്ടുകൾ ദേഹത്ത് തൊടാതെയും ഉള്ളം കൈ മുകളിലേക്ക് തുറന്നും പിടിക്കണം. 15. കാർമികൻ തന്റെ മേൽ തന്നെ കുരിശ് വരയ്ക്കുമ്പോൾ താഴെ പറഞ്ഞ ക്രമം പാലിക്കണം. വലത്ത് കൈ ശിരസിന് മുകളിൽ കാണത്തക്ക വിധം കൈ ഉയർത്തി ഉള്ളം കൈ നെറ്റിയിൽ വെക്കണം. ഈ ഉള്ളം കൈ നെറ്റിയിൽ വെക്കണം, ഇങ്ങനെ വെക്കണം. ഈ ഓർത്തഡോക്സ് സഭകളില് ഈ 3 വിരലുകള്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിത്വം, ഏകദൈവം എന്ന് കാണിക്കാൻ, 3 ആളുകൾ ഒരു ദൈവം എന്ന് കാണിക്കാൻ ഇങ്ങനെയാണ് പിടിക്കുക. പിന്നെ ഈ 2 വിരലുകൾ ഇങ്ങനെ കൂട്ടിവെക്കും. യേശു ഒരാളാണെങ്കിലും 2 സ്വഭാവം, ദൈവസ്വഭാവം, മനുഷ്യസ്വഭാവവും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഓർത്തഡോക്സ് സഭകളില് കുരിശ് വരയ്ക്കുന്നത്. ഇങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത്. ചില പാരമ്പര്യം, അതിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. ഈ തള്ളവിരലും നടുവിരലും ഇങ്ങനെ ഈ അടുത്ത് ഇങ്ങനെ വരുന്ന തരത്തിൽ, ഈ മോതിരവിരല് ഇങ്ങനെ നമ്മൾ ചിലർ കാണിക്കുന്ന കാണാം. ക്രിസ്തുവിന്റെ ചില ചിത്രങ്ങൾ ഇങ്ങനെ കാണാം. ICXC എന്നാണ് അതിന്റെ അർത്ഥം. യേസുസ് ക്രിസ്തോസ് എന്നാണ്. യേസുസ് ക്രിസ്തോസ്. സി എന്ന് പറയുന്നത് ശരിക്കും സിഗ്മ എന്ന് പറയുന്ന ലെറ്ററിന്റെ പണ്ട് വാലുണ്ടായിരുന്നില്ല, എസിന്റെ വാലുണ്ടായിരുന്നില്ല. അപ്പൊ സി പോലെ തോന്നിക്കുക. അപ്പോ യേസുസ് ക്രിസ്തോസ്, ഇത് ഹി എന്നാണ്. ഗ്രീക്കില് കി എഴുതുന്നത് ഒരു ഇൻഡ് പോലെ, എക്സ് പോലെയാണ്. അപ്പോ ക്രിസ്തോസ്, യേസുസ് ക്രിസ്തോസ് എന്നാണ്. അപ്പൊ ചിലർ ഇങ്ങനെ പിടിക്കുന്ന ഒരു രീതിയുണ്ട്. ഓർത്തഡോക്സ് സഭകളിൽ ഇങ്ങനെയാണ്, പൗരസ്ത്യ പാരമ്പര്യങ്ങളിൽ ഇങ്ങനെയാണ്, ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുക. നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തില് ശക്തിയുടെ പ്രതീകമായിട്ട് ഇങ്ങനെയാണ് കാണുന്നത്, ഇങ്ങനെ നേരെ പിടിച്ചിട്ട്. അങ്ങനെ ഇങ്ങനെയുള്ള ഒരു പാരമ്പര്യമുണ്ട്. ഏതായാലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് വലത്തുകൈ ശിരസിന് മുകളിൽ കാണത്തക്ക വിധം ഇങ്ങനെ കൈ ഉയർത്തി ഉള്ളംകൈ നെറ്റിൽ വെക്കണമെന്നാണ്. ഇങ്ങനെ പിടിക്കണമെന്നുള്ള നിർദ്ദേശം പറഞ്ഞിട്ടില്ല, എങ്കിലും ഓർത്തഡോക്സ് പാരമ്പര്യം അങ്ങനെയുണ്ട്. ഇപ്പോഴും എന്ന് ചൊല്ലുമ്പോൾ കൈ നെഞ്ചിന് താഴെ വരുത്തുകയും, ഇല്ലേ, എപ്പോഴും എന്ന് ചൊല്ലുമ്പോൾ വലത്ത് തോളിലേക്ക്, വലത്തെന്ന് പറഞ്ഞാൽ എന്റെ വലത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടത്തായിട്ട് തോന്നുക, പക്ഷെ ഞാൻ വലത്താണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പം ഞാൻ മൊബൈലിൽ നോക്കി റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ്, ക്യാമറയിൽ നോക്കിയിട്ടല്ല റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ എന്റെ വലത്ത് വശത്തേക്കാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഇടത്തെ തോന്നുമെങ്കിലും ഞാൻ എന്റെ വലത്ത് വശത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോ ഇപ്പോഴും എന്ന് ചൊല്ലുമ്പോൾ കൈ നെഞ്ചിന് താഴെ വരെ താഴ്ത്തുകയും, എപ്പോഴും എന്ന് ചൊല്ലുമ്പോൾ വലത്ത് തോളിക്ക് വരികയും, എന്നേക്കും ചൊല്ലുമ്പോൾ ഇടത്തെ തോള് വരെയും കൊണ്ടുവരികയും വേണം. അച്ഛന്മാര് കുരിശ് വരയ്ക്കുമ്പോൾ, ഈ കാർമികൻ തന്റെ മേൽ തന്നെ കുരിശ് വരയ്ക്കുമ്പോൾ, നിങ്ങൾ സ്വയം കുരിശ് വരയ്ക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ സമാധാനം നൽകുമ്പോഴൊക്കെ നിങ്ങൾ സ്വയമേവ കുരിശ് വരയ്ക്കണമല്ലോ. അതിന് ദൈവശാസ്ത്രം ഞാൻ മുമ്പൊരു വീഡിയോയില് കുരിശിനെ കുറിച്ചുള്ള വളരെ ദീർഘമായിട്ടുള്ള 3-4 വീഡിയോ നമ്മൾ കുരിശിന്റെ പുകഴ്ച തിരുനാൾ മുമ്പായിട്ട് നമ്മൾ ചെയ്തിരുന്നു. ജപമാലയിൽ നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വിശദമായ കാര്യങ്ങൾ നമ്മൾ മുമ്പ് കൊടുത്തിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഓരോ ഈ വിശുദ്ധമായ കർമ്മമാണ് വിശുദ്ധ സ്ഥലത്ത് വിശുദ്ധ സമയത്ത്. ഇതാണ് വിശുദ്ധ കുർബാനയിലും ലിറ്റർജിയിലും മറ്റു കൂതാശകളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളെ പോലെയല്ല അവിടുത്തെ കാര്യങ്ങൾ. അതിന് ചില ചിട്ടകളും ക്രമങ്ങളൊക്കെയുണ്ട്. അതിനെയാണ് അനുഷ്ഠാന വിധി, ക്രമവിധി എന്നൊക്കെ പറയുന്നത്. ഈ റൂബ്രിക്കൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ആചാരം എങ്ങനെ അനുഷ്ഠിക്കണം, ആചാരങ്ങളുണ്ട്, അതെങ്ങനെ അനുഷ്ഠിക്കണം, അതാണ് റിച്വൽസ് എന്ന് വെച്ചാൽ ആചാരങ്ങൾ. റൂബ്രിക് എന്ന് വെച്ചാൽ അതിന്റെ ക്രമവിധികൾ, അനുഷ്ഠാന വിധികൾ. ഒരു ആചാരം എങ്ങനെ അനുഷ്ഠിക്കണം, അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അതെല്ലാം ഒരുപാട് പഠിച്ചിട്ടാണ്. അതേസമയം ഇതിനകത്ത് പലതും ഇങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. കാരണം പലതരം പാരമ്പര്യങ്ങൾ ഉള്ളതുകൊണ്ട്
മൗലിക പാരമ്പര്യത്തിൽ പലതും വ്യതിചലിച്ചിട്ടുണ്ട്. പക്ഷെ ആ വ്യതിചലിച്ചതൊക്കെ മെത്രാന്മാർ ഒരുപാട് ആലോചിച്ച് ഒരു ഐകരൂപ്യം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. നമുക്കിതെല്ലാം കൃത്യമായി നമ്മുടെ വൈദികർ പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. എന്ന് വിചാരിച്ചിട്ട് കുറ്റം കാണാൻ വേണ്ടി നോക്കി നിൽക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതുപോലെ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, ഈ വിശുദ്ധ കർമ്മത്തിന് വിശുദ്ധ സ്ഥലത്ത് വിശുദ്ധ സമയത്ത് വിശുദ്ധ കർമ്മം ചെയ്യുമ്പോൾ അതിന് വിശുദ്ധമായിട്ടുള്ള ചില ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അതെല്ലാം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഓർത്തഡോക്സ് സഭയിൽ ഇങ്ങനെ പിടിക്കുന്ന കാര്യം പറഞ്ഞു. പരിശുദ്ധ തൃത്വം എന്ന രഹസ്യവും യേശു ഒരാളാണ് പക്ഷെ രണ്ട് സ്വഭാവം എന്നുള്ള അതും എത്രയോ കൃത്യമായിട്ട് ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ഈ ആചാരത്തില്. അപ്പൊ ഇതൊക്കെ ആചാരങ്ങളുടെ പ്രശ്നമല്ലേ എന്ന് ചോദിച്ച് തള്ളിക്കളയരുത്. വിശ്വാസമാണ് ആചാരത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്. ആചാരം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പ്രകാശനമാണ്. വെറും ആചാരമായിട്ട് അങ്ങനെ തള്ളിക്കളയാൻ പാടില്ല. എന്നാൽ ചിലതൊക്കെ അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത ആചാരങ്ങളുണ്ട് താനും. അപ്പൊ ഇതിനകത്ത് ഏറ്റക്കുറച്ചിലൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് ഇങ്ങനെ സഭയുടെ പാരമ്പര്യത്തിൽ അത് എന്തുമാത്രമുണ്ട്, അതിന്റെ അർത്ഥം എന്ത്, ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് അതിന്റെ പ്രാധാന്യങ്ങളൊക്കെ നമ്മുടെ മെത്രാന്മാരും അതുപോലെ തന്നെ ലിറ്റർജിയുടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ആളുകളെല്ലാം കൂടി നമുക്ക് നിശ്ചയിച്ച് തന്നിരിക്കുന്നത്. നമുക്കത് അനുസരിക്കാൻ കുറച്ച് എളിമ വേണം. എനിക്ക് എന്റെ ഇഷ്ടമനുസരിച്ച് അങ്ങ് ചെയ്യുക എന്ന് തോന്നിയാൽ അപ്പൊ നമുക്ക് എളിമയില്ല. നമ്മുടെ ഒരു സ്വകാര്യ കർമ്മമായിട്ട് വിശുദ്ധ കുർബാനയെ മാറ്റുന്നതിന്റെ പോലെ തോന്നും. വാസ്തവത്തിൽ സഭയാണ്, കർത്താവ് സഭയെ ഏൽപ്പിച്ചു, സഭ നമ്മെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ സഭ പറയുന്ന പോലെ ചെയ്യുക എന്നുള്ളത് നമ്മൾ എളിമയോട് കൂടി അംഗീകരിക്കേണ്ട ഒരു സംഗതിയാണ് താനും. അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൊണ്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിന്റെ പൊതുനിർദ്ദേശങ്ങൾ, അതിൽ 23 നിർദ്ദേശങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 24ാമത്തെ നിർദ്ദേശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ കുർബാനയിൽ 3 കൂദാശക്രമങ്ങളാണ് അഥവാ അനാഫ്രയാണ് ഉള്ളത്. ഒന്നാമത്തെ കൂദാശക്രമം മാർ അദ്ദായിയുടെയും മാർ മാറിയുടെയും കൂദാശക്രമമാണ് നമ്മൾ സാധാരണ എല്ലാ ദിവസവും ചൊല്ലുന്നത്. ഓശാന ഞായർ കഴിഞ്ഞുള്ള തിങ്കൾ മുതൽ പള്ളിക്കൂദാശ കാലം അവസാനം വരെ അത് ഉപയോഗിക്കുന്നു. ഓശാന ഞായർ തുടങ്ങി പള്ളിക്കൂദാശക്കാലം അവസാനം വരെ. ഏറ്റവും ദീർഘമായ കാലയളവിൽ ഉപയോഗിക്കുന്നത് ഈ അദ്ദായി മാറി സ്ലീഹന്മാരുടെ പേരിലുള്ള കുർബാനക്രമമാണ്. കത്തോലിക്ക സഭയിൽ ഇത്രയും പ്രാചീനമായ പൗരാണികമായ മറ്റൊരു കൂദാശക്രമം ഇല്ല. 1-ാം നൂറ്റാണ്ടോളം അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടോളം പഴക്കം എന്നാണ് സാധാരണ പറയുക. 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ രൂപപ്പെട്ടതാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തു, യേശുവിന്റെ 12 അപ്പസ്തലന്മാര്, അവരിൽ ഒരാളാണ് തോമാസ് ലീഹ. ഓരോ അപ്പസ്തലന്റെ കീഴിലും 6 സ്ലീഹന്മാര് വേറെ, ശിഷ്യന്മാര് വേറെ. അങ്ങനെ 12 72. 12 ശിഷ്യന്മാര് 6 പേര് വീതം 70, 72, ചിലപ്പോൾ 70 എന്നും പറയാറുണ്ട്. ആ 72 പേര് തോമാസിലെ ശിഷ്യന്മാരില്, തോമാസിയുടെ കീഴിലുള്ള 6 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദായി. തദ്ദേ എന്നൊക്കെ പറയും. ആ അദ്ദായിയുടെ ശിഷ്യനായിരുന്നു അഗ്ഗായി. ആ അഗ്ഗായിയുടെ ശിഷ്യനായിരുന്നു മാറി. അപ്പോ കർത്താവ് ഈശോമിശിഹ തോമാസ് ലീഗ ഏൽപ്പിച്ചു, തോമാസ് ലീഗ അദ്ദായി ഏൽപ്പിച്ചു, അദ്ദായി അഗ്ഗായിയും മാറി അത് ഡെവലപ്പ് ചെയ്തു. ഇങ്ങനെ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ തയ്യാറാക്കപ്പെട്ട ഏറ്റവും കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രാചീനമായ ആരാധനക്രമം അല്ലെങ്കിൽ കൂദാശക്രമമാണ്, അല്ല അനാഫ്രയാണ് ഈ കൽദായ കൂദാശക്രമം അല്ലെങ്കിൽ അനാഫ എന്ന് പറയുന്ന അദ്ദായി മാറി ശിഷ്യന്മാരുടേത്. അതിനെ കൽദായ കൂദാശക്രമം, കൽദായ അനാഫറ എന്നാണ് പറയുക. മലങ്കര സഭയിൽ ഉപയോഗിക്കുന്നത് അന്ത്യോക്യൻ സഭയുടെ, അത് യാക്കോബിന്റെ അനാഫറയാണ്. അത് 5-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ ഒക്കെയാണ്. ഇത് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനമോ അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ ഉള്ള കൂദാശക്രമം അല്ലെങ്കിൽ അനാഫ്രയാണ് കൽദായ ആരാധനക്രമം അല്ലെങ്കിൽ കൽദായ കൂദാശക്രമം അനാഫ്ര എന്ന് പറയുന്ന അദ്ദായി മാറി സ്ലീഹന്മാരുടെ പേരിലുള്ളത്. 2ാമത്തെ കൂദാശക്രമം മാർ തയദോറിന്റെ കൂദാശക്രമമാണ്. മംഗളവാർത്തക്കാലം 1-ാം ഞായർ മുതൽ ഓശാന ഞായർ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലും ഉപയോഗിക്കുന്നതാണ് ഈ 2ാമത്തെ കൂദാശക്രമം മാർ തയദോറിന്റെ. 3ാമത്തെ കൂദാശക്രമം മാർ നെസ്റ്റോറിസിന്റെ കൂദാശക്രമം. ദനഹ, വിശുദ്ധ യോഹന്നാൻ മാംദാനയുടെ വെള്ളി, ഗ്രീക്ക് മൽപ്പാന്മാരുടെ ഓർമ്മ, 3 നോമ്പിലെ ബുധൻ, പെസ്ക വ്യാഴം എന്നീ 5 ദിവസങ്ങളിലെ ഈ നെസ്റ്റോറിയസിന്റെ കൂദാശക്രമമാണ് ഉപയോഗിക്കുക. നെസ്റ്റോറിയൻ പാഷാണ്ഡത എന്ന് പറയുന്നത് മറ്റൊന്നാണ്. നെസ്റ്റോറിയസ് എന്ന് പറഞ്ഞ ഒരു മെത്രാൻ, അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പാഷാണ്ഡതയാണ് നെസ്റ്റോറിയനിസം. അത് വേറെ. നെസ്റ്റോറിയസിന്റെ കൂദാശക്രമം എന്ന് പറയുന്നത് പാഷാണ്ഡതയല്ല. അത് പാഷാണ്ഡതയല്ല. പാഷാണ്ഡതയാണെങ്കിൽ റോമിൽ അത് അംഗീകരിച്ച് തരികയില്ലല്ലോ. നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി റോമിൽ നിന്ന് അംഗീകരിച്ച് തന്നതാണല്ലോ. അപ്പോ
നെസ്റ്റോറിയസിന്റെ ക്രമം എന്ന് പറയുന്നത്, നെസ്റ്റോറിയൻ പാഷാണ്ഡം എന്ന് പറയുന്നത് മറ്റൊന്ന്, നെസ്റ്റോറിയസ് എന്ന് പറഞ്ഞ മെത്രാൻ അതൊന്ന്, പിന്നെ നെസ്റ്റോറിയസിന്റെ കൂതാചക്രം എന്ന് പറയുന്നത് മറ്റൊന്ന്. നെസ്റ്റോറിയസിന്റെ പേരിലാണ് എന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം ആ പേര് കേൾക്കുമ്പോൾ തന്നെ പാഷാണ്ഡതയാണ് എന്നൊന്നും പറയരുത്. അത് 5 ദിവസങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഈ നെസ്റ്റോറിയസിന്റെ കൂതാചക്രമത്തെക്കുറിച്ചും ഈ അനാഫറയെക്കുറിച്ചും ചെറുതായിട്ടൊക്കെ നമ്മൾ മുമ്പ് ഇങ്ങനെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരത് പരിശോധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ നിർദ്ദിഷ്ട ദിവസങ്ങളിൽ മാത്രമല്ല മറ്റ് ദിവസങ്ങളിലും ഈ 3 കൂതാശക്രമങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഉപയോഗിക്കേണ്ട ദിവസങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. യുക്തമെന്ന് തോന്നുന്നെങ്കിൽ വേറെ ദിവസങ്ങളിലും അത് ഉപയോഗിക്കാനായിട്ട് വിരോധമില്ല. 25 ഒന്നാം പ്രണാമജപം. പ്രണാമജപം ഒരൽപ്പം കുനിഞ്ഞ്, അച്ഛൻ ഒരൽപ്പം കുനിഞ്ഞ് ചൊല്ലുന്നത് ഗിഗാന്ത പ്രാർത്ഥന എന്ന് പറയും. ഒരൽപ്പം കുനിഞ്ഞെന്ന് ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്കാണ് പ്രണാമജപം എന്നാണ്. പ്രണമിക്കാന്ന് നടത്താറില്ല, പ്രണാമജപം. കാർവൻ കുനിഞ്ഞു നിന്ന് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ചൊല്ലുന്നു. ഒരൽപ്പം കുനിഞ്ഞു നിന്ന് ഗിഗാന്ത, ഒരൽപ്പം കുനിഞ്ഞു നിന്ന് കാർമികൻ കൈകൾ കൂപ്പിപ്പിടിച്ച് ചൊല്ലുന്നു. ഒന്നാം പ്രണാമജപം. മറ്റ് ഗിഗാന്തകൾ കുനിഞ്ഞു നിന്ന് കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ടോ 2 കരങ്ങളിലും മുകളിലേക്ക് തുറന്നു പിടിച്ചുകൊണ്ടോ ചൊല്ലാവുന്നതാണ്. ഒന്നാം പ്രണാമജപം കാർമികൻ കുനിഞ്ഞു നിന്ന് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ചൊല്ലുന്നു. മറ്റ് ഗിഗാന്തകൾ പ്രണാമജപങ്ങൾ കുനിഞ്ഞു നിന്ന് കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ടോ 2 കരങ്ങളും മുകളിലേക്ക് തുറന്നു പിടിച്ചുകൊണ്ടോ ചൊല്ലാവുന്നതാണ്. 26 ദിവ്യകാരണ സ്വീകരണത്തിന് മുമ്പുള്ള സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാർമികനും സമൂഹത്തിനും കൈകൾ ഉയർത്തി ചൊല്ലാവുന്നതാണ്. ദിവ്യകാരണ സ്വീകരണത്തിന് മുമ്പുള്ള സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ചൊല്ലാവുന്നതാണ്. പണ്ട് ചൊല്ലിയിരുന്നില്ല. പണ്ട് കാർമികൻ മാത്രമാണ് കൈകൾ വിരിച്ചിരുന്നത്. ലത്തീൻ സഭയിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് എന്റെ അറിവ്. ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങൾക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു സമൂഹം കൂടി കൈകൾ ഉയർത്തി പിടിക്കാൻ തുടങ്ങിയത്. ഏതായാലും അത് ചൊല്ലാവുന്നതാണ്, ഒരു ചോയ്സ് നൽകിയിട്ടുണ്ട്. ചൊല്ലേണ്ടതാണ് എന്നല്ല, ചൊല്ലാവുന്നതാണ് എന്ന് മെത്രാന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 27 വിശ്വാസികൾക്ക് തങ്ങൾ പങ്കെടുക്കുന്ന കുർബാനയിൽ തന്നെ കൂദാശ ചെയ്യപ്പെട്ട തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന വിധം മതിയാകുവോളം ഓസ്തി സാധാരണമായി ഓരോ കുർബാനയിലും കൂദാശ ചെയ്യേണ്ടതാണ്. അതായത് ഒരു അത്യസാധാരണ സന്ദർഭങ്ങൾക്കുള്ള കാര്യമല്ല പറയുന്നത്. എല്ലാ ദിവസവും നമുക്ക് പള്ളിയിൽ വരുമ്പോൾ ഏകദേശം എത്ര പേര് വരും നമുക്കറിയാം. കുറച്ച് കൂടുതൽ വെക്കുകയും ചെയ്യാം. ഓരോ ദിവസവും കൂദാശ ചെയ്യപ്പെട്ട തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ കഴിയും വിധം മതിയാകുളം ഓസ്തിയും വീഞ്ഞും ഓരോ കുർബാനയിലും കൂദാശ ചെയ്യണം. ഒരു വലിയ പാത്രത്തിനകത്ത് കൂദാശ ചെയ്ത് ഒരാഴ്ചക്കുള്ളത് സക്രാരി എടുത്ത് വെക്കുക. അങ്ങനെ പാടില്ല. അങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവിടെ കർത്താവ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലേണ്ട കാര്യമില്ലല്ലോ. അവിടെ വന്ന് നിന്ന് അതൊന്ന് സ്വീകരിച്ച് പോയാൽ പോരെയും തോന്നും ആളുകൾക്ക്. അത് ശരിയായ രീതിയല്ലല്ലോ. അപ്പൊ അത് അങ്ങനെ കൂദാശ ചെയ്ത് വെക്കാൻ പാടില്ല ഒരുപാട്. 2, ഈ കുർബാനയുടെ കൂദാശ കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ അത് തന്നെയാണ് സ്വീകരിക്കും. മിച്ചുള്ളത് വൈദികൻ തന്നെ ഉൾക്കൊണ്ട് തീർക്കണമെന്നാണ് നിർദ്ദേശം. അതായത് ഒരുപാട് എടുത്തു വെക്കാൻ പാടില്ല. മിച്ചമുള്ളതൊക്കെ വൈദികൻ തീർക്കണം. രോഗികൾക്കുള്ളത് അല്ലെങ്കിൽ ഒരു ആരാധനയ്ക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് എടുത്തു വെക്കുന്നത്. കാരണം എന്താണ്? കർത്താവ് പറയുന്നത് എന്താണ്? ഇത് വാങ്ങി ഭക്ഷിക്കാനാണ്, ഇത് വാങ്ങി കുടിക്കുക, ഇത് വാങ്ങി അവിടെ എടുത്തു വെക്കുക എന്നല്ല, ഇത് വാഴ്ത്തി അവിടെ എടുത്തു വെക്കാനല്ല, വാങ്ങി ഭക്ഷിക്കുക, വാങ്ങി കുടിക്കുക. ഈ അതുകൊണ്ട് അതേസമയം മിച്ചമുള്ളത് ശേഖരിക്കാൻ കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കളയാനും പറ്റില്ല, ഇല്ലേ? പൊടി വീടാതെ നോക്കണം. ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. എങ്കിലും ഇത് ഓരോ കുർബാനയ്ക്കും അപ്പോൾ കൂദാശ ചെയ്യുന്ന തിരുശരീരവും തിരുരക്തവും വിശ്വാസികൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിൽ ആവശ്യത്തിന് കൂദാശ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് അത്യസാധാരണമായ സന്ദർഭങ്ങൾ വരും. എത്ര പേരെ കുർബാനയ്ക്ക് വരാമെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എങ്ങനെയായാലും കുറച്ച് കൂടുതൽ വേണ്ടി വരും. തീർച്ചയായിട്ടും നമുക്ക് മിച്ചം വന്നാൽ എടുത്തു വെക്കേണ്ടി വരും. ഒരുപാട് എടുത്തു വെക്കുന്ന തരത്തിൽ സംഭവിക്കാൻ പാടില്ല. ഓരോ കുർബാനിലും കൂദാശ ചെയ്യുന്നത് തന്നെ സ്വീകരിക്കാൻ തരത്തിൽ ചെയ്യണമെന്നാണ്. അതാണ് ഏറ്റവും ആദർശപൂർണമായിട്ടുള്ളത്. സൗകര്യത്തിന് വേണ്ടി ഒരു ദിവസം കുറേ ഓസ്തി അങ്ങ് കൂദാശ ചെയ്ത് കർത്താവോട് ഇരിക്കട്ടെ എന്നൊന്നും കരുതാൻ പാടില്ല. അത് കൂദാശയുടെ ചൈതന്യത്തിന് കോട്ടം വരുത്തുമെന്നർത്ഥം. സാഹചര്യം കൊണ്ട് അസാധ്യമാകുകയോ വലിയ അസൗകര്യം ഉളവാകുകയോ ചെയ്യാത്ത പക്ഷം ദിവ്യകാരണം 2 സാദൃശ്യങ്ങളിലും നൽകേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പട്ടം കിട്ടിയിരുന്നെങ്കിൽ 34 വർഷമായി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 അല്ലെങ്കിൽ 4-5 ദിവസം മാത്രമാണ് എനിക്ക് 2 സാദൃശ്യങ്ങൾ കൊടുക്കാൻ പറ്റാതെ വന്നിരിക്കുന്നത്. യൂറോപ്പിലെ കുർബാന ചെലവ് വലിയ പ്രയാസമാണ്. കാരണം ലത്തീൻ സഭയിലെ പാരമ്പര്യം അനുസരിച്ച് വലിയ ആഴ്ചയിൽ മാത്രമാണ് 2 സാദൃശ്യങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ വല്ല കല്യാണം അങ്ങനെയുള്ള അവസരം മാത്രമാണ്, അല്ലാതെ കൊടുക്കില്ല.
അപ്പൊ ഞാൻ മെയിൻ സെലിബ്രന്റ് ആയിട്ട് വരുമ്പോൾ ഞാൻ അപ്പോഴും ഞാൻ കൊടുക്കും. ഞാൻ കൊടുക്കുന്നത് 2 സാദൃശ്യങ്ങളും കൊടുക്കും. അത് മറ്റൊരു പ്രശ്നമാണ്. കാരണം മറ്റെല്ലാവരും കൊടുക്കുന്നത് തിരുശരീരം മാത്രമാണ്. അപ്പൊ ഞാൻ മാത്രമാണ് തിരുരക്തം മാത്രം കൊടുക്കുന്നത്. അപ്പൊ ഞാൻ മാത്രം അങ്ങനെ കൊടുക്കുന്നത് ഒരു പ്രയാസമാണ്. കാരണം ആളുകൾ വിചാരിക്കും എന്താണ് ഒരാൾ മാത്രം കൊടുക്കുന്നതെന്ന്. മറ്റച്ഛന്മാർക്ക് അത് പ്രയാസം ഉണ്ടാക്കാം. അവരിനി ചോദിക്കും എന്താ അച്ഛൻ മാത്രം കൊടുത്തു എന്നൊക്കെ ചോദിക്കും. എങ്കിലും ഞാൻ പരമാവധി കൊടുക്കും. ചെറിയ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഞാൻ അച്ഛന്മാരോട് പറയും. ഞാൻ മെയിൻ സെലിബ്രന്റ് ആണെങ്കിൽ ഞാൻ 2 സാദൃശ്യങ്ങളെ കൊടുക്കും. അല്ലാത്തപ്പോൾ എനിക്ക് നിർബന്ധിക്കാൻ നിവൃത്തിയില്ല. ഈ യൂറോപ്പിൽ വരുന്നതിന് മുമ്പ് ആണെങ്കിൽ ഒരു ദിവസം പോലും ഒരു പള്ളിയിൽ മാത്രം വികാരിച്ചൻ എന്തോ അത് സമ്മതിച്ചില്ല പുള്ളി. അത് ഞാൻ കുർബാന ചെല്ലുന്നെങ്കിലും പുള്ളി സാദൃശ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു അച്ഛൻ. എന്തുകൊണ്ട് പുള്ളി അങ്ങനെ ചെയ്ത് നമുക്ക് അറിഞ്ഞൂടാ. പുള്ളിക്ക് വല്ല പ്രയാസം നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെയല്ലാതെ ഒരു പ്രാവശ്യവും ഗൾഫിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് അല്ലേ, ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർക്കറിയാം സാദൃശ്യങ്ങളല്ലാതെ ഞാൻ കുർബാന കൊടുത്തിട്ടില്ല ഇതുവരെ. 4-5 ദിവസങ്ങളിൽ നിവൃത്തി, അതായത് എനിക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. കോവിഡ് കാലത്ത് പോലും ഞാൻ സാദൃശ്യങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതാണ് ആദർശപൂർണ്ണം. ഇത് വാങ്ങി കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെ കുടിക്കുന്നത് ശരിയല്ലല്ലോ. ഇത് വാങ്ങി കുടിക്കുക എന്ന് പറയണേ. അപ്പം സാദൃശ്യങ്ങൾ ലത്തീൻ സഭയിലാണെങ്കിലും സാദൃശ്യം കൊടുക്കണം. സാദൃശ്യം കൊടുക്കണ്ട എന്ന് ലത്തീൻ സഭയിൽ പറഞ്ഞിട്ടില്ല. കൊടുക്കണം എന്ന് ഇല്ലേ, കൊടുക്കേണ്ടതാണ് ആദർശം. അതുകൊണ്ട് ഇത് വാങ്ങി ഭക്ഷിക്കുക, ഇത് വാങ്ങി കുടിക്കുക എന്ന് പറഞ്ഞിട്ട് കുടിക്കാനായിട്ട് ജനങ്ങൾ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് മനസ്സുണ്ടെങ്കിൽ കൊടുക്കാൻ ഒരു പ്രയാസവും. ഇപ്പം ദുബായിലൊക്കെ 15-20 പേരാണ് കുർബാന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത്രമാത്രം ആളുകളുണ്ട്. അവർക്കും സാദൃശ്യം കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കാലോ. മനസ്സുണ്ടെങ്കിൽ അവർക്കും ഈ കാസും ബിലസ് ഒരുമിച്ചൊരു സംവിധാനം ഉണ്ടാക്കാൻ ഒരു പ്രയാസവും. അപ്പൊ അതുകൊണ്ട് സാദൃശ്യങ്ങളിലുമാണ് ദിവ്യകാരുണ്യം കൊടുക്കേണ്ടത്. അത് വളരെ നല്ല ഒരു നിർദ്ദേശമാണ്. അതെല്ലാ അച്ഛന്മാരും പാലിക്കേണ്ടതുമാണ്. കുർബാനയ്ക്ക് പുറമെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തിനും ആരാധനയ്ക്കും വേണ്ടി പരിശുദ്ധ കുർബാന സക്രാരിൽ സൂക്ഷിക്കുന്നു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. 30ാമത്തെ നിർദ്ദേശം, സഹകാർമ്മികരോ ശംശാനപ്പട്ടം സ്വീകരിച്ചവരുണ്ടെങ്കിൽ അവരിൽ ഒരാളാണ് കാസിയും പീലാസിയും കഴുകി തുടയ്ക്കേണ്ടത്. കാസ തയ്യാറാക്കിയ ബേസ്കസയിൽ ഇത് ചെയ്യണം. കാസിയും പീലാസിയും കുർബാനയ്ക്ക് ശേഷം കഴുകി തുടച്ചാലും മതി. സമയം ഒരുപാട് കാസിയും പീലാസൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ എല്ലാം കഴുകി തുടയ്ക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അതെല്ലാം കുർബാന കഴിഞ്ഞിട്ട് ചെയ്താലും മതി. ദൈവാലയ വിധിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ സൗകര്യം കൂടുതലുണ്ടാവും ചെയ്യും. വീണ്ടും ഞാൻ പറയാണ്, വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഒരു പുണ്യസ്ഥലത്ത്, ഒരു പുണ്യസമയത്ത്, ഒരു പുണ്യകർമ്മം നടക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിലെ ആരാധനയില് പിതാവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ കൊല്ലപ്പെട്ടെന്ന് തോന്നിക്കുന്ന കുഞ്ഞാട് എഴുന്നേറ്റ് നിന്ന് നിത്യമായി അർപ്പിച്ച ബലി, അതിന്റെ പൂർവാസ്വാദനം, അത് തന്നെയാണ് അതിന്റെ ഒരു മുൻ ആസ്വാദനമായിരുന്നു കാൽവരിൽ നടന്നത്. അതിന്റെ ഓർമ്മ ആചരിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കാൽവരിയുടെ ഓർമ്മ മാത്രമല്ല, ഈ സ്വർഗത്തിൽ നടക്കുന്നതിന്റെ മുൻ ആസ്വാദനം. അങ്ങനെ ഭാവിയും ഭൂതവും വർത്തമാനത്തിൽ സന്നിഹിതമാക്കുന്ന വളരെ ഏറ്റവും പരമപരിശുദ്ധമായ നിമിഷമാണ് ഈ പറഞ്ഞ വിശുദ്ധ കുർബാന. അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ചില കാര്യങ്ങൾ, ചിട്ടകളും ഒട്ടകളൊക്കെ വേണമെന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കുക. ഇനി കുർബാന കാര്യത്തിൽ മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഈ വേഷവിധാനങ്ങളും, അതായത് ഓരോരുത്തരും പള്ളിയിൽ വരുമ്പോഴും ദേവാലയത്തിൽ വരുമ്പോൾ ഒരു ഫാഷൻ പാരഡിനെ പോലെ പോകാൻ പാടില്ല. തീർച്ചയായിട്ടും നല്ല വൃത്തിയായിട്ട് നമ്മൾ കർത്താവിനെ കാണാൻ വേണ്ടി പോകുകയാണ്. ഉത്തമമായ കൂടിക്കാഴ്ചയാണ് കുർബാന. തീർച്ചയായിട്ടും നമുക്ക് ഉള്ളതിൽ ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വേണം പോകാൻ. പക്ഷേ കുറെ ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്തോ മറ്റുള്ളവർക്ക് ഇടർച്ചയുണ്ടാക്കുന്ന തരത്തിലും മുതപ്പുണ്ടാക്കുന്ന തരത്തിലും വസ്ത്രധാരണം പാടില്ല. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പാടില്ല. കാരണം ഇത് അങ്ങനെയുള്ളൊരു ഇതിലേക്കാണ് പ്രവേശിക്കുന്നത്. അതേസമയം നമ്മളൊരു യാത്രയിലോ തീർത്ഥയാത്ര പോകുമ്പോഴോ ഒക്കെ നമ്മൾ വിചാരിച്ച തരത്തിലുള്ള എല്ലാ വേഷവിധാനങ്ങളൊന്നും ചിലപ്പോൾ കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോഴും അടക്ക ഒതുക്കത്തോടുകൂടി അതിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വൃത്തിയായ വേഷം ധരിച്ച് അടക്കം ഒതുക്കത്തോടുകൂടി പങ്കെടുത്ത് ഈ കർമ്മങ്ങളും അനുഷ്ഠാനവിധികളും ക്രമവിധികളും എല്ലാം പാലിച്ച് അപ്പോൾ നമ്മൾ തന്നെ മറ്റൊരു ലോകത്തേക്ക് എടുക്കപ്പെടും. അതിന്റെ അർത്ഥമെല്ലാം മനസ്സിലാക്കി ചെയ്യുമ്പോൾ മറ്റൊരു ലോകത്തേക്ക് എടുക്കപ്പെടും. അങ്ങനെ സംഭവിക്കട്ടെ. ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ചയായിട്ട് മാറട്ടെ നമ്മുടെ ഓരോ വിശുദ്ധ കുർബാനയും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തെ സംബന്ധിച്ച പൊതു നിർദ്ദേശങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
നമ്മൾ 15 പൊതുനിർദ്ദേശങ്ങൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു ചെറിയ തോതിൽ. 16ാമത്തെ പൊതുനിർദ്ദേശം ഇതാണ്. തിരുക്കർമ്മങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ ഗായക സംഘം സമൂഹത്തെ സഹായിക്കുന്നു. മതബകയിലുള്ളവരും ഗായക സംഘവും മാറി മാറി ആലപിക്കുന്ന അവസരങ്ങളിൽ സമൂഹം ഗായക സംഘത്തോട് ചേർന്ന് ആലപിക്കുന്നു. അംഗീകൃതമായ ഗാനങ്ങളും രീതികളും മാത്രമേ കുർബാനയിൽ ഉപയോഗിക്കാവൂ. കർമാനുഷ്ഠാന സമയത്ത് ആലപിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഗീതങ്ങൾ സാധാരണമായി ആ അനുഷ്ഠാനങ്ങൾ കഴിഞ്ഞ് തുടരേണ്ടതില്ല. ഉദാഹരണം, മധുബക ഗീതം ഓനി സാദ് കങ്കെ, സുവിശേഷ ഗീതം ഓനി സാദ് എവാങ്കേലിയോൻ. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അതിനകത്ത് പങ്കെടുക്കുന്നവര് സ്വർഗവാസികളും ഭൂവാസികളും ചേർന്നിട്ടാണ്. വിശുദ്ധര്, മാലാഖമാര്, പിന്നെ ഭൂമിയിലുള്ളവര് എല്ലാവരും ചേർന്നിട്ടാണ് ഈ കുർബാന എന്ന ലിറ്റർജി അർപ്പിക്കുന്നത്. സ്വർഗവാസികളിൽ മാലാഖമാരുണ്ട്, ആ മാലാഖമാർ ഗായകരുണ്ട്. അപ്പോൾ മാലാഖമാരുടെ ഗായക സംഘം അല്ലേ, അവരുടെ പ്രതിനിധികളാണ് ഭൂമിയിലെ ഗായക സംഘം. അപ്പോൾ തിരുക്കർമ്മങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ മാലാഖമാരെ നമ്മൾ സഹായിക്കുന്നത് ഈ ഗായക സംഘത്തിലൂടെയാണ്. അപ്പോൾ ഭൂമിയിലെ മാലാഖമാരുടെ സ്ഥാനമാണ് ഗായക സംഘത്തിന്. അതുകൊണ്ട് തന്നെ അടക്കവും ഒതുക്കും ചിട്ടയും ഒക്കെ വേണം. അതായത് അവര് ലിറ്റർജിയിൽ നമുക്ക് നമ്മുടെ ചിന്തകള്, നമ്മുടെ വികാരം, നമ്മുടെ വിചാരങ്ങളൊക്കെ സ്വർഗീയമായിട്ടുള്ള ഒരു മണ്ഡലത്തിലേക്ക് ഉയർത്താനുള്ള സഹായമാണ് ഈ ഗായക സംഘം ചെയ്യുന്നത്. അതുപോലെ തന്നെ മധുബകയിലുള്ളവരും പിന്നെ ഗായക സംഘവും ചേർന്ന് അല്ലേ മാറി മാറി പാടുമ്പോൾ സമൂഹം, ഭൂമിയിലുള്ളവര് ഈ മാലാഖമാരുടെ സ്ഥാനം അലങ്കരിക്കുന്ന ഗായക സംഘത്തോട് ചേർന്നാണ് ചൊല്ലുക. പിന്നെ ചില പാട്ടുകൾ നമുക്ക് ചിലപ്പം ദീർഘിച്ചു പോകാം, പക്ഷേ ആ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സമയം കഴിയുമ്പോൾ വേണമെങ്കിൽ ആ പാട്ട് നിർത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ നമുക്ക് ഒരുപാട് പാട്ട് നീട്ടിവലിച്ച് കൊണ്ടുപോയി കുർബാനയുടെ ദൈർഘ്യം കൂട്ടാൻ പാടില്ല. അതേസമയം വളരെ ശുഷ്കമായി പോകാനും പറ്റില്ല. ഇതിനെല്ലാം ഒരു ചിട്ട, ഇതിനൊരു വിശുദ്ധ കർമ്മത്തിന്റേതായ ഒരു ദൈവിക അന്തരീക്ഷവും ചിട്ടയും ക്രമവും ഉണ്ടാകുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. 17ാമത്തെ നിർദ്ദേശം, സുവിശേഷം ചുംബിക്കുന്നുവെന്നോ ബലിപീഠം ചുംബിക്കുന്നുവെന്നോ നിർദ്ദേശമുള്ളപ്പോൾ അവ ചുംബിക്കുകയോ നെറ്റി അവിൽ തൊടുവിക്കുകയോ അല്ലെങ്കിൽ കൈകൾ അവിൽ തൊടുവിച്ച് നെറ്റിയിൽ വെക്കുകയോ ചെയ്യാം. 3 സാധ്യതകളാണ്. ഒന്നുകിൽ ചുംബിക്കുക, അല്ലെങ്കിൽ നെറ്റി തൊടുവിക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് അതിൽ തൊട്ടിട്ട് ഇങ്ങനെ നെറ്റത്ത് കൊണ്ടുവരിക. ചിലപ്പോൾ നമുക്ക് ബലിപീഠം, നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ബലിപീഠം അത്ര പൊക്കം ഉണ്ടാവില്ല. അപ്പൊ ചിലർക്ക് ഇങ്ങനെ കുനിഞ്ഞ് ചുംബിക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ ഇങ്ങനെ വെച്ചാൽ മതി. അതൊരു ഐച്ഛികമായിട്ടൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. 18 രാസകുർബാനയില് സങ്കീർത്തനമാല എന്ന് പറഞ്ഞ മർമീസയിലെ മൂന്ന് സങ്കീർത്തനങ്ങൾ വെച്ചാണ് ഒരു സങ്കീർത്തനം ചൊല്ലിയാലും മതിയാകും. അതെല്ലാം ചില ഓപ്ഷൻസ് ആണ്. ശരിക്കും ചൊല്ലേണ്ടത് 3 പക്ഷെ ഒത്തിരി സമയമെടുത്ത് പോകുന്നു. അങ്ങനെ അല്ല, പിന്നെ അതിന്റെ പാട്ടുകളുടെ രീതി ഇതെല്ലാം വെച്ചിട്ട് ഒത്തിരി ദൈർഘ്യം വരാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും ഐഡിയൽ ആയിട്ടുള്ളത് 3 ചൊല്ലുക എന്നുള്ളത് തന്നെയാണ്. ഒരു സങ്കീർത്തനം ചൊല്ലിയാലും മതിയാകും. 19 സർവാധിപനാം കർത്താവ് എന്നുള്ള പാട്ട്, സുവിശേഷ പ്രദക്ഷിണം, സ്ഥാപന വിവരണം, റൂഹാക്ഷണം, തിരുവോസ്തി ഉയർത്തൽ എന്നീ സന്ദർഭങ്ങളിൽ മണി അടിക്കാവുന്നതാണ്. അതും ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതാണ്. വിഭജന ശുശ്രൂഷയ്ക്ക്, അതായത് ഓസ്തി ഇങ്ങനെ വിഭജിച്ച് ഒരു ശുശ്രൂഷയുണ്ട്. തിരുരക്തത്തിൽ മുക്കി പിന്നെ തിരുരക്തം കൊണ്ട് ശരീരത്തിൽ കുരിശടയാളം റോഷ്മ ചെയ്യുന്ന ആ കർമ്മമുണ്ട്. അതാണ് വിഭജന ശുശ്രൂഷ. അതിനു മുമ്പായി കാർമികൻ തിരുവോസ്തി ഉയർത്തുന്ന വേളയിൽ ധൂപിക്കുകയും ചെയ്യാവുന്നതാണ്. ചില സ്ഥലത്തൊക്കെ അങ്ങനെയുണ്ട്, ചെയ്യാവുന്നതാണ്. 20 നിർദ്ദിഷ്ട പ്രാർത്ഥനകൾ ചൊല്ലി അപ്പവും വീഞ്ഞും ബെസ്കസിയിൽ ഒരുക്കാനും ഒരുക്കിയവ ബലിപീഠത്തിലേക്ക് സംവഹിക്കാനും ശംശാനപ്പെട്ടമെങ്കിലും ഉള്ളവർക്ക് അനുവാദമുള്ളൂ, ഡീക്കന്മാർക്ക് അനുവാദമുള്ളൂ. ബേസ്കസ് എന്ന് പറഞ്ഞ 2 ചെറിയ ടേബിൾ ഉണ്ട്. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. അവിടെ ഈ തിരുരക്തങ്ങൾ ഒരുക്കുക, അതായത് അപ്പം ഒരുക്കുക, വീഞ്ഞൊരുക്കുക, അത് ഒരുക്കിയിട്ട് ബലിപീഠത്തിലേക്ക് കൊണ്ടുവരിക, സംവഹിക്കുക. അത് കൊണ്ടുവരാൻ ശംശാനപ്പട്ടം, അതായത് ഡീക്കം പട്ടം ഉണ്ടെങ്കിലേ അനുവാദമുള്ളൂ, അവർക്കേ അനുവാദമുള്ളൂ. എന്നാൽ പ്രാർത്ഥനകൾ ചൊല്ലി അപ്പവും വീഞ്ഞും പ്രതിഷ്ഠിക്കുന്നത് ഇങ്ങനെ കൊണ്ടുവന്നാലും, ഡീക്കന്മാരെ കൊണ്ടുവന്നാലും അത് പ്രതിഷ്ഠിക്കുന്നത്, അത് പ്രാർത്ഥനകൾ ചൊല്ലി ഇങ്ങനെ കുരിശാകരത്തെ ചൊല്ലി മുട്ടിച്ച് ഇങ്ങനെ അങ്ങനെയുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, അത് ചൊല്ലുന്നത് ആർച്ചിഡിക്കൻ എന്ന വൈദികനോ കാർമികനോ ചെയ്യാം ആയിരിക്കണം. അത് ഡീക്കന്മാർ ചെയ്യാൻ പാടില്ല. ബലിവസ്തുക്കൾ പ്രതിഷ്ഠിക്കുമ്പോൾ പീലാസ് കൊണ്ട് കാസയിന്മേൽ 3 പ്രാവശ്യം മുട്ടുന്ന കർമ്മം വേണമെങ്കിൽ ഉപേക്ഷിക്കാവുന്നതാണ്. അത് വളരെ നല്ല കർമ്മമായിട്ട് ഞാൻ ഒരിക്കൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ ഗംഭീരമായ അർത്ഥമുള്ള ഒരു കർമ്മമാണ്. എങ്കിലും ഇവിടെ മെത്രാന്മാർ നമ്മൾ പറഞ്ഞിരിക്കാൻ വേണമെങ്കിൽ അത് ഉപേക്ഷിക്കാവുന്നതാണ്, ഉപേക്ഷിക്കേണ്ടതാണെന്നല്ല, ഉപേക്ഷിക്കാവുന്നതാണ്. അതായത് അങ്ങനെ അത് താല്പര്യമില്ലാത്തവർക്ക്.
ഞാനത് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്, അഭികാമ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം വളരെ ഗംഭീരമായി യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെ ഉള്ള വാക്യങ്ങളാണ് അതിലൂടെ അനുഷ്ഠിക്കുന്നത്. അതിന്റെ വളരെ ഗംഭീരമായ ഒരു ദൈവശാസ്ത്രമുണ്ടെന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. 22 കാർമികൻ സമൂഹത്തെ കുരിശടയാളത്തിൽ ആശീർവദിക്കുമ്പോൾ സമൂഹം തങ്ങളുടെ മേൽ കുരിശടയാളം വരയ്ക്കുന്നു. കാർമികൻ എപ്പോഴൊക്കെയാണോ സമൂഹത്തെ കുരിശടയാളം കൊണ്ട് ആശീർവദിക്കുന്നത്, ആ ആശീർവാദം നമ്മൾ കുരിശടയാളം വരച്ചുകൊണ്ട് സ്വീകരിക്കണം. 23 സമാധാനം നൽകുന്നത് കൊടുക്കുന്ന ആൾ തന്റെ കൂപ്പുകൈ സ്വീകരിക്കുന്ന ആളിന്റെ കൈപ്പത്തികൾക്കകത്ത് വെച്ചുകൊണ്ടാണ്. ഇങ്ങനെ സ്വീകരിക്കുന്ന ആള് അപ്പൊ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കൈവച്ചിട്ടാണ് അത് കൊടുക്കുന്നത്. സമാധാനം നൽകുന്നത് കൊടുക്കുന്ന ആൾ തന്റെ കൂപ്പുകൈ സ്വീകരിക്കുന്ന ആളിന്റെ കൈപ്പത്തികൾക്കകത്ത് വെച്ചുകൊണ്ടാണ്. അല്ലേ, സ്വീകരിക്കുന്ന ആൾ ഇങ്ങനെ സ്വീകരിക്കുന്ന മട്ടിൽ നിൽക്കുന്നു, ഈ കൊടുക്കുന്ന ആള് കൈകൂപ്പി ആ വിരിഞ്ഞിരിക്കുന്ന കൈകളുടെ ഉള്ളിലേക്ക് വെക്കുന്നു. അങ്ങനെയാണ് സമാധാനം കൊടുക്കുന്നത്. കൈകളുടെ ശിരസ് നമിച്ചും സമാധാനം നൽകുന്നതാണ് നമസ്തേ എന്ന് പറയില്ല നമ്മള്. കോവിഡ് കാലത്തൊക്കെ അതായിരുന്നു നമുക്ക് സാധിക്കുള്ളായിരുന്നു. ഇന്ത്യയിലെ പശ്ചാത്തലത്തിൽ പാരമ്പര്യത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട് താനും. നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഞാൻ ഇന്നലെയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. വിശുദ്ധ സ്ഥലത്ത് വിശുദ്ധ സമയത്ത് വിശുദ്ധ കർമ്മം അനുഷ്ഠിക്കുകയാണ്. അതിന് ചില ചിട്ടകള്, ക്രമങ്ങള്, രീതികള്, ക്രമവിധികളൊക്കെ ഉണ്ട്. വിശ്വാസം പ്രകാശിപ്പിക്കുന്നത് ആചാരങ്ങളിലൂടെയാണ്. വിശ്വാസം പ്രകാശിപ്പിക്കുന്ന ഏറ്റവും ബെസ്റ്റ് പ്രതീകങ്ങളാണ്. ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നു പറയുന്നതിനേക്കാളും അതിനേക്കാൾ ഞാൻ ഒരാളെ ഞാൻ സ്നേഹിക്കുന്നു പറഞ്ഞാൽ അത് ഒരു വാക്ക് മാത്രം മാറ്റി നിൽക്കും. ഇപ്പൊ നമ്മൾ ഒരു കുഞ്ഞിനോട്, ഇപ്പൊ നമ്മൾ തന്നെ കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ മറ്റൊരാളോടോ ഇല്ലേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ അതൊരു വാക്ക് മാത്രമാണ്. ആ കുഞ്ഞിനെ വാരിയെടുത്ത് നെറുകിലൊക്കെ ചുംബിച്ച് അപ്പോ ആ സ്നേഹം ഒരു പ്രതീകത്തിലൂടെ, അടയാളത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. അമ്മ കുഞ്ഞിന്റെ ഒരു ഉമ്മം കൊടുക്കുന്നു. അപ്പൊ കുഞ്ഞെ കരയാണെങ്കിൽ പോലും കുഞ്ഞ് കരച്ചിൽ നിർത്തി. ഭാര്യ ഭർത്താവാണെങ്കിൽ അവർ ചുണ്ടുകളിൽ ഒരു എന്താ പറയാ ഒരു കിസ് കൊടുക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാര് ചുണ്ടുകളില് അത് പരസ്പരം ഞാൻ നിന്റേതാണ് നീ എന്റേതാണ് എന്നുള്ളൊരു കമ്മിറ്റ്മെന്റും അതിലൂടെ സ്നേഹം പങ്കുവെക്കപ്പെടുകയാണ്. ആ അടയാളമില്ലെങ്കിൽ സ്നേഹം വെറും വാക്കായിട്ട് നിൽക്കും. അപ്പൊ ഈ പ്രതീകങ്ങള്, ഈ അടയാളങ്ങള്, ഈ സ്നേഹമോ വിശ്വാസമോ ഒക്കെ ശരിക്കും പ്രകാശിപ്പിക്കാനുള്ള പ്രവൃത്തികളാണ്. സജീവമായ പ്രവൃത്തികളാണ് അടയാളങ്ങൾ. അതായത് ആ അടയാളം തന്നെ ഈ യാഥാർത്ഥ്യമായിട്ട് മാറുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് വിശ്വാസം കൈമാറാൻ ആചാരങ്ങൾ വേണം, സ്നേഹം കൈമാറാൻ അനുഷ്ഠാനങ്ങൾ വേണം. അതുകൊണ്ട് ഇതൊക്കെ അനുഷ്ഠാനത്തിന്റെ പ്രശ്നമല്ലേ, ആചാരത്തിന്റെ പ്രശ്നമല്ലേ, ഇതാണോ വലുത് എന്ന് വിചാരിച്ച് അച്ഛന്റെ വാക്കുകൾ മാത്രമായിട്ട് പോകരുത്. വൈദികൻ ഈ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നില്ല. ലത്തീൻ കുർബാനയിലാണെങ്കിലും സീറോ മലബാർ സഭയിലെ കുർബാനയാണെങ്കിലും പറയുന്നത് എന്താണ്? സഹോദരൻ, ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ, എന്റെ വാക്കുകൾ വഴി, എന്റെ വാ വഴി, എന്റെ നാക്ക് വഴി എന്നല്ല, കരങ്ങൾ വഴി ഞാനിങ്ങനെ കൈകൾ ഉയർത്തി, സ്വർഗത്തിൽ കൈകൾ ഉയർത്തി കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പറയുമ്പോൾ എന്റെ പ്രാർത്ഥന, ഈ പ്രാർത്ഥന കേട്ട് ദൈവം എന്റെ കൈകളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണം. അങ്ങനെ ഈ തിരുരഹസ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വരണം. അപ്പൊ എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ എന്ന് പറയണേ. ഈ കരങ്ങളെക്കുറിച്ച് ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പുസ്തകത്തിനകത്ത് വളരെ ഗംഭീരമായിട്ടൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ബെനഡിക്ട് മാർപ്പാപ്പ. നമ്മളതൊക്കെ കുറിച്ചൊക്കെ വളരെ വിശദമായി ധ്യാനിക്കും. ലിറ്റർജിയെ കുറിച്ച് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ 16 മറ്റു ക്ലാസ്സുകളായി. നമ്മളിതൊരു 9 കൊല്ലം നീണ്ടു നിൽക്കുന്ന സംഗതിയാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം വിശദമായി പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് പ്രത്യാശിക്കുക, കർത്താവ് അനുവദിച്ചാല്. ചുരുക്കത്തില് ഞാൻ പറഞ്ഞതൊന്ന് ആവർത്തിക്കുകയാണ്. വിശുദ്ധ സ്ഥലത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ദേവാലയത്തില് വിശുദ്ധ സമയത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതായത് സമയവും സ്ഥലമൊക്കെ നമ്മൾ പുറകെ വിട്ടിട്ട് സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ സ്വർഗത്തെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഒരു വിശുദ്ധ കർമ്മമാണ്, പുണ്യപ്പെട്ട കർമ്മമാണ്. ആ പുണ്യപ്പെട്ട കർമ്മം സാധാരണ മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അത് പാലിക്കാൻ നമുക്ക് നല്ല വിനയം വേണം, നല്ല എളിമ വേണം. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ എന്റെ സ്വകാര്യ കർമ്മമോ അല്ല, കർത്താവ് സഭയെ ഏൽപ്പിച്ചത്, സഭ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന ബോധം വരണം, ബോധം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകട്ടെ. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ശരിക്കും വിശുദ്ധരായി രൂപാന്തരപ്പെടുന്ന, വിശുദ്ധ കർമ്മത്തിലേക്ക് നമ്മളങ്ങ് ആവാഹിക്കപ്പെടുന്ന രീതിയിൽ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പലച്ചൻ. നമ്മൾ ഇതുവരെ റാസകുർബാനയിൽ ശ്രദ്ധിക്കേണ്ട, മനസ്സിരുത്തേണ്ട പൊതുവായ നിർദ്ദേശങ്ങളാണ് കണ്ടത്. ഇന്ന് ആഘോഷപൂർവകമായ കുർബാനയ്ക്കും സാധാരണ കുർബാനയ്ക്കുമുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ നമുക്കതിൽ ചിലതെല്ലാം കാണാം. ഒന്ന്, നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പനയനുസരിച്ച് ഈ കുർബാന ആരംഭിക്കാം. അതിന്റെ പാട്ട് രൂപമാണ് അന്നാപസക തിരുനാളിൽ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. സുറിയാനി കുറച്ചുകൂടി കേമമാണ്. പുക്താന ഹോൻ പുക്താനത് മിശിക. ഞാൻ ബലിയർപ്പിക്കട്ടെ, മിശികയുടെ കൽപ്പനയനുസരിച്ച് അങ്ങ് ബലിയർപ്പിച്ചാലും ഞാൻ ബലിയർപ്പിക്കട്ടെ എന്ന് വൈദികൻ ചോദിക്കുകയാണ്. ഞാൻ ബലിയർപ്പിക്കട്ടെ ജനങ്ങളോട്. അപ്പൊ ജനങ്ങൾ മറുപടി പറയാണ്, മിശികയുടെ കൽപ്പനയാണല്ലോ, മിശികയുടെ കൽപ്പന അനുസരിച്ച് അങ്ങ് ബലിയർപ്പിച്ചാലും. ഈ നമ്മള് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും എന്ന് പറഞ്ഞിട്ട് ചിലർ തുടങ്ങും. അതായത് കുർബാന ആരംഭിക്കാനായിട്ട് ജനങ്ങളുടെ അനുവാദമൊന്നും ആവശ്യമില്ല, മിശിഹയുടെ കൽപ്പന ആവശ്യമില്ലാത്ത പോലെ. ഈ ലത്തീൻ സഭയിലെ കുർബാന ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ യൂറോപ്പിലത്തെ കാര്യം പറയാം. എൻട്രൻസ് സോങ് ഇല്ലെങ്കിൽ, അതായത് പ്രവേശഗാനമില്ലെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും വെച്ച് കുർബാന തുടങ്ങാൻ ലത്തീൻ സഭയിൽ സാധിക്കില്ല. ഓരോ ദിവസത്തിനും ആന്റിഫൺ ഉണ്ട്. ആ ആന്റിഫൺ ചൊല്ലിയതിന് ശേഷമേ ഈ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനും വെക്കാൻ പറ്റൂ. പ്രവേശഗാനമുണ്ടെങ്കിൽ പ്രവേശഗാനമാണ് ആന്റിഫൺ. അത് ലത്തീൻ സഭയിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെയും വെച്ചല്ല കുർബാന ആരംഭിക്കുന്നത്. അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതക്കാര് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വെച്ച് കുർബാന ചൊല്ലാൻ ഞങ്ങൾക്ക് അനുവാദം വേണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജോഷി മയ്യാറ്റിലച്ഛനും മറ്റൊക്കെ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ, ലത്തീൻ സഭയിൽ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ലത്തീൻ സഭയിൽ കുർബാനയെയും നിങ്ങൾ അവഹേളിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ലത്തീൻ സഭയിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനും വെച്ചല്ല കുർബാന ആരംഭിക്കുന്നത്. പ്രവേശക ഗാനം അതിന്റെ കുർബാനയുടെ അവിഭാജ്യ ഘടകമാണ്. അതില്ലെങ്കിൽ ഓരോ ദിവസത്തിനും ആന്റിഫൺ ഉണ്ട്. അത് ചൊല്ലുന്നതിന് ശേഷമേ പറ്റൂ. സുറിയാനി കത്തോലിക്ക സഭയില് പിതാവിനും പുത്രനും വെച്ച് തുടങ്ങുന്ന പരിപാടിയേ ഇല്ല. അത് പ്രിന്റ് ചെയ്യാനും പാടില്ല, തക്സിൽ പ്രിന്റ് ചെയ്തിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ്? ജനങ്ങളോട് ചോദിക്കുകയാണ്, പുക്താനഹോൻ, ഞാൻ ബലിയർപ്പിക്കട്ടെ. അപ്പോൾ ജനങ്ങൾ മറുപടി പറയാണ്, പുക്താനത് മിശിക, മിശികയുടെ കൽപ്പനയനുസരിച്ച് അങ്ങ് ബലിയർപ്പിച്ചാലും. ഇത് എന്തൊരു ദൈവശാസ്ത്രപരമായ ഇതാണ്. ക്രിസ്തുവിന്റെ 4 ശരീരങ്ങൾ, ഒരു ശരീരത്തിന്റെ 4 ചക്രവാളങ്ങൾ തമ്മിലുള്ള ബന്ധം, 4 മാനങ്ങള്. അവന് ഇല്ലേ, നമ്മെപ്പോലെ ഒരു ശരീരം ഉണ്ടായിരുന്നു, പിന്നെ അവൻ ഉത്ഥാനം ചെയ്തപ്പോൾ ഒരു രൂപാന്തരപ്പെട്ട ശരീരമുണ്ടായി, പിന്നെ അവൻ എല്ലാ ക്രിസ്ത്യാനികളുമായി ചേർന്നിരിക്കുന്നുണ്ട്, അതിനെ സഭാത്മക ശരീരം എന്ന് പറയുന്നു. പിന്നെ കൂദാശയിൽ അവൻ നൽകുന്നു, കൗദാശിക ശരീരം. അപ്പൊ അവന്റെ ഫിസിക്കൽ ബോഡി, റിസൺ ബോഡി, എക്ലേസിയൽ ബോഡി, മിസ്റ്റിക്കൽ ബോഡി എന്ന് പറയും അതിനെ. മൂന്നാമത് സാക്രമെന്റൽ ബോഡി. ഈ 4 ഒരേ ആള് തന്നെയാണ്, പക്ഷെ 4 ചക്രവാളങ്ങളുണ്ട്, 4 മാനങ്ങളുണ്ട്. 4 തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കൗദാശിക ശരീരം നൽകപ്പെടുന്നതിന് മുമ്പ് സഭാത്മക ശരീരത്തോട് ചോദിക്കുകയാണ്, ഈ വൈദികൻ ചോദിക്കുകയാണ്, പുക്താനഹോൻ, ഞാൻ ബലിയർപ്പിക്കട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന മിശിഹയുടെ കൽപ്പന അനുസരിച്ച് അങ്ങ് ബലിയർപ്പിച്ചാലും. സഭാത്മക ശരീരത്തോട് ചേർന്നാണ് ഈ വൈദികൻ നിൽക്കുന്നത്, ക്രിസ്തുവിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെയും എന്ന് തുടങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. എന്നാൽ ചിലർ വാശി പിടിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ചില ഐച്ഛികങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ആദർശപൂർണമല്ല, അതല്ല ഐഡിയൽ. ഇങ്ങനെ ഈ പുക്താനഹോൻ പുക്താനത് മിശിക, അതിന് പകരമായിട്ടുള്ള അതിന്റെ കൊടുത്തിരിക്കുന്ന മലയാളമാണ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന അനുസരിച്ച് ഈ കുർബാന ആരംഭിക്കാം എന്നതിന് പകരം ഹ്രസ്വമായ ഒരു ആമുഖത്തോടെ കാർമികനെ കുർബാന ആരംഭിക്കാം. ലത്തീൻ സഭയിൽ അങ്ങനെയുണ്ട് ഇല്ലേ, തുടക്കത്തിലൊരു ചെറിയൊരു ആമുഖം വേണമെങ്കിൽ പറയാം. അത് വേണമെന്ന് വാശി പിടിച്ചിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഐച്ഛികം കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ചെയ്യാം, കുർബാന ആരംഭിക്കാം, ആരംഭിക്കൂ എന്നല്ല, ആരംഭിക്കാം എന്നല്ല, ആരംഭിക്കാം താല്പര്യമുള്ളവർക്ക്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നത് ഒരു പ്രാവശ്യം ചൊല്ലിയാലും മതി. 3 വേണ്ടത്. നമുക്കെല്ലാം 3 വളരെ പ്രധാനപ്പെട്ട സംഖ്യയാണ്, പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്ക സഭയില്. പരിശുദ്ധ തൃത്വത്തിലേക്ക് ഉള്ള സൂചന. ഇപ്പൊ ബലിപീഠത്തിലേക്ക് 3 പടികളാണ്. കെസ്രോമയിൽ നിന്നും മധുബഹയിലേക്ക് 3 പടികൾ. അത് കാൽവരിയുടെ ചിഹ്നവുമാണ്, പരിശുദ്ധ തൃത്വത്തിന്റെ ചിഹ്നവുമാണ്. അപ്പൊ ഇങ്ങനെ ഈ പ്രതീകങ്ങള് അതെല്ലാം ദൈവശാസ്ത്രപരമായിട്ട് പ്രാധാന്യമുള്ളതാണ്. അപ്പൊ 2 പടിയായപ്പോ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചാൽ, അവർക്ക് ഈ കത്തോലിക്ക സഭയുടെ ക്രിസ്തുധർമ്മത്തിന്റെ ബേസിക് ആയുള്ള പ്രതീകങ്ങളോ ബേസിക് ആയിട്ടുള്ള വിശ്വാസ പ്രമാണമോ വിശ്വാസ സത്യങ്ങളോ വിശ്വാസ സംഹിതയോ അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ അറിയാമെങ്കിലും അതെങ്ങനെയാണ്
അവതരിപ്പിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നിശ്ചയമില്ല എന്നാണ് അർത്ഥം. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്നത് ഒരു പ്രാവശ്യം ചൊല്ലിയാലും മതി. 3 ചൊല്ലുന്നതാണ്, 3 പ്രാവശ്യം ചൊല്ലുന്നതാണ് ആദർശപൂർണ്ണം. ആരംഭത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളെ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം വരുന്ന പ്രാർത്ഥന, കാറസുസർ സമാപന പ്രാർത്ഥന, കുർബാന സ്വീകരണത്തിന് ശേഷം വരുന്ന കൃതജ്ഞതാ പ്രാർത്ഥനകൾ, സമാപന ആശീർവാദം എന്നിവ പ്രോപ്രിയയിൽ നിന്ന് അവസരോചിതം തിരഞ്ഞെടുക്കാവുന്നതാണ്. പ്രോപ്രിയ അല്ലേ, കാലമനുസരിച്ച് വരുന്ന പ്രാർത്ഥനകൾ, അങ്ങനെയുള്ള പ്രാർത്ഥനകളുണ്ട് പ്രോപ്രിയ. അതിൽ നിന്ന് അവസരോചിതം തിരഞ്ഞെടുക്കാം. സങ്കീർത്തനമാലയ്ക്ക് ഉചിതമായ ഏത് സങ്കീർത്തനവും തക്സയിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. തക്സയില് സങ്കീർത്തനമാലയ്ക്ക് പകരം കൊടുത്തിട്ടുള്ള പാട്ടുകളുണ്ട്. തക്സയിൽ നിന്ന് തിരഞ്ഞെടുക്കണം. തോന്നിയ പാട്ടുകൾ പാടാൻ പാടില്ല. ഇനി അതിന് ഏതാനും പാദങ്ങൾ ചൊല്ലിയാലും മതി. സങ്കീർത്തനമാല മുഴുവൻ ചൊല്ലണമെന്ന് നിർബന്ധമില്ല. മുഴുവൻ ചൊല്ലുന്നതാണ് ഭംഗി, നല്ലത്, ആദർശം. പക്ഷെ ഏതാനും പാദങ്ങൾ ചൊല്ലിയാലും മതി, സമയത്തിന്റെയൊക്കെ ഇതനുസരിച്ച്. സാധാരണ കുർബാനയുടെ ആരംഭത്തിൽ സുവിശേഷ ഗ്രന്ഥം പ്രദക്ഷിണമായി കൊണ്ടുവന്ന് വചനപീഠത്തിന്മേൽ പ്രതിഷ്ഠിക്കാവുന്നതാണ്. സാധാരണ കുർബാനയുടെ ആരംഭത്തില് സുവിശേഷ ഗ്രന്ഥം പ്രദക്ഷിണമായി കൊണ്ടുവന്ന് വചനപീഠത്തിൽ പ്രതിഷ്ഠിക്കാം. അപ്പോൾ സുവിശേഷ വായനയ്ക്ക് മുമ്പുള്ള പ്രദക്ഷിണവും ഹല്ലേലൂയ ഗീതവും ഉപേക്ഷിക്കാം. സുമാറ എന്ന് പറഞ്ഞ ഹല്ലേലൂയ ഗീതം ശരിക്കും വേണ്ടത് ബലിപീഠത്തില് ഇല്ലേ, സുവിശേഷ പുസ്തകം സ്ഥാപിച്ച് ബേമയിലേക്ക് വന്ന് പിന്നെ സുവിശേഷ വായനയ്ക്ക് മുമ്പ് പ്രദക്ഷിണമായി ധൂപകുറ്റിയും വിളക്കുമൊക്കെ ആയിട്ട് പോയി സുവിശേഷ ഗ്രന്ഥം പ്രദക്ഷിണമായി കൊണ്ടുവന്ന് വായിക്കുക. അതിന്റെ ദൈവശാസ്ത്രമൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ വചന ശുശ്രൂഷ എമ്മൗസിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് നടത്തി, അനാഫറ വീട്ടിൽ വെച്ച് നടത്തി. ആ കർത്താവിനെ അനുകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സുവിശേഷ ഗ്രന്ഥം വഴിയിൽ ഇല്ലേ ബലിപീഠത്തിൽ നിന്നും ബേമയിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രദക്ഷിണമൊക്കെ. അതെല്ലാം എല്ലാത്തിനും ബിബ്ലിക്കലായിട്ട് അർത്ഥമുണ്ട്. ഇതൊക്കെ വെറും ആചാരമല്ല, അനുഷ്ഠാനമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈബിളിലെ സംഭവങ്ങളോട് നമുക്ക് ബഹുമാനമില്ല, ആ സത്യങ്ങൾ നമ്മൾ ആദരിക്കുന്നില്ല എന്നർത്ഥം വരും. അത് സംഭവിക്കാതിരിക്കട്ടെ. സാധാരണ കുർബാനയുടെ ആരംഭത്തിൽ സുവിശേഷ ഗ്രന്ഥം പ്രദക്ഷിണമായി കൊണ്ടുവന്ന് വചനപീഠത്തിൽ പ്രതിഷ്ഠിക്കാവുന്നതാണ്. വേണമെങ്കിലാകാം. അപ്പോൾ സുവിശേഷ വായനയ്ക്ക് മുമ്പുള്ള പ്രദക്ഷിണവും ഹല്ലേലൂയ ഗീതവും ഉപേക്ഷിക്കാം. ഇതൊക്കെ ഐച്ഛികമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് കുർബാനയിലെ കുറെ പേർക്ക് ഇങ്ങനത്തെ പിരിവാശികൾ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഇനി എല്ലാവരും ഉൾച്ചേർത്തി കൊണ്ടുപോകാനുള്ള ഒരു ഐക്യത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില വിട്ടുവീഴ്ചകളാണ് ചെയ്തിരിക്കുന്നത്. 6. ആഘോഷപൂർവകമായി കുർബാനയിൽ സർവാധിപനം കർത്താവെ, പരിപാവനമ സർവേശ എന്നീ കീർത്തനങ്ങൾ 2 പ്രാവശ്യം പാടിയാലും മതി ആഘോഷപൂർവകമായി കുർബാനയിൽ. അപ്പോൾ 2 പ്രാവശ്യം പാടുന്നുള്ളെങ്കിൽ രണ്ടാമത്തേത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ എന്ന തൃത്വസ്തുതി കൂട്ടിച്ചേർത്ത് വേണം ആലപിക്കാൻ. അത് അപ്പൊ 1ഉം 2ഉം അല്ല വേണ്ടത്, 1ഉം 3ഉമാണ് ചൊല്ലേണ്ടതെന്ന് അർത്ഥം. പ്രസ്തുത കീർത്തനങ്ങള് സാധാരണ കുർബാനയിൽ 1 പ്രാവശ്യം പാടിയാലും മതി. ഇങ്ങനെ പ്രത്യേക നിർദ്ദേശങ്ങൾ ആഘോഷപൂർവ്വ കുർബാനയ്ക്കും സാധാരണ കുർബാനയ്ക്കുമുള്ള ചില ഓപ്ഷൻസ് കൊടുത്തിരിക്കുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തക്സയില് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ കുർബാന പുസ്തകം ഉണ്ടല്ലോ, അതിനകത്ത് പ്രിന്റ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളത് വായിച്ചാലും മതി. ഈ വീഡിയോ കേൾക്കണമെന്ന് തന്നെ നിർബന്ധമില്ല. എങ്കിലും ചിലപ്പോൾ നമുക്ക് ഈ പുസ്തകം വായിക്കാനും നേരം കിട്ടണമെന്നില്ല. ഈ വീഡിയോ ആണെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ അത് കേട്ടുകൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളത് കൊണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല ഇതെല്ലാം കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ നിർബന്ധമാണ്, ഈ കാര്യങ്ങളെല്ലാം സഭ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനെല്ലാം കാരണമുണ്ട്, അടിത്തറയുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാൻ, എല്ലാവരും മനസ്സിലാക്കാൻ. എന്നോട് ചിലർ ചോദിച്ചു, ഇങ്ങനെ എല്ലാം ചെയ്യുന്ന ഏതെങ്കിലും അച്ഛന്മാരുണ്ടോ? ഉണ്ട്, കുറെ പേരുണ്ട്. അതേസമയം എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ സഭ അച്ഛന്മാരെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മളും അവരും എല്ലാവരും ഒരുമിച്ച് സഭയെ പടുത്തുയർത്തുകയാണ്. പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയി, പലതും നമ്മൾ വീണ്ടെടുത്തപ്പോൾ അതിൽ ഒരുപാട് സംഘർഷങ്ങളുണ്ടായി, അതില് അങ്ങോട്ട് ചില പോരാട്ടങ്ങളുണ്ടായി. അതൊക്കെ ഒഴിവാക്കി നമുക്ക് കുറച്ചും കൂടി ഐക്യതയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ഒത്തിരിയേറെ ആലോചിച്ചിട്ടാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്ന് പറയുന്നത് ഈ വൈദികരിൽ നിന്നാണെങ്കിലും ഒത്തിരി എളിമ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം എനിക്ക് തോന്നിയ പോലെ അങ്ങ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് അഹങ്കാരമാണ്. സഭ പറയുന്നത് പോലെ ചെയ്യണമെന്ന് പറയണമെങ്കിൽ അതിന് കുറച്ച് വിനയം വേണം, എളിമ വേണം. ആ വൈദികർക്കത് ആ വിനയവും എളിമയും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കത് ഉണ്ടാകട്ടെ. സഭയെ അനുസരിക്കുന്നതിന്റെ ഒരു പുണ്യം
അച്ഛന്മാർക്കുണ്ടാകട്ടെ, നമുക്കുണ്ടാകട്ടെ. അങ്ങനെ അച്ഛന്മാരും വൈദികരും നമ്മളും അൽമാരും എല്ലാവരും ചേർന്ന് ഈ സഭയെ പടുത്തുയർത്തുന്ന പ്രക്രിയയിൽ പ്രസാദാത്മകമായിട്ട് നമുക്ക് പങ്കുചേരാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമ വചനധ്യാനം ക്ലാസ് 17. 2033 എന്ന മഹാജൂബിലി വത്സരത്തെ എതിരേൽക്കാൻ നമ്മൾ നവവത്സര ധ്യാനം 9 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാനം അത് തുടങ്ങി വച്ചിരിക്കുകയാണ്. ഈ ചൊവ്വാഴ്ചകളിൽ നമ്മൾ പുതിയ നിയമം ആണ് ധ്യാന വിഷയമാക്കുന്നത്. നമ്മൾ തുടങ്ങിയത് സ്ലീഹന്മാരുടെ നടപടി ഗ്രന്ഥം അഥവാ അപ്പസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന ഗ്രന്ഥമാണ്. അതിൽ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം തൊട്ടാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവരോടൊപ്പം ഉപ്പ് കഴിച്ച് ഭക്ഷണം തിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. ഇതിൽ നമ്മൾ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് എത്തുകയാണ്. 4-ാമത്തെ വാക്യം. അങ്ങനെ അവരോടൊപ്പം ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യുമ്പോൾ. ഞാനിങ്ങനെ ഇത് പല പ്രാവശ്യം പറഞ്ഞപ്പോഴൊക്കെ പലരും എന്നോട് ചോദിച്ചു, അച്ഛൻ എന്താ ഇങ്ങനെ തർജ്ജമ ചെയ്യുന്നത്? ഞങ്ങളുടെ ബൈബിളിൽ ഒന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. ഉപ്പ് കഴിച്ചു എന്നുള്ള ഒരു വാക്ക് ഞങ്ങളുടെ ബൈബിളിൽ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പലരും സൂചിപ്പിച്ചു. ഇപ്പം അതിന് ഞാൻ ഉത്തരം നൽകുകയാണ്. പല പരിഭാഷകളിലും അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, അവർ സമ്മേളിച്ചിരിക്കുമ്പോൾ, അവർ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നൊക്കെയാണ് കാണുന്നത്. ഇതിൽ അവർ കൂടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ സമ്മേളിച്ചിരിക്കുമ്പോൾ എന്ന തർജ്ജമ തീരെ പോരാ. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നത് തരക്കേടില്ല. എങ്കിലും ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യുമ്പോൾ എന്ന് തന്നെയാണ് വേണ്ടത്. ശരിക്കും ആക്ഷരികമായി തർജ്ജമ ചെയ്താൽ നമ്മൾ അങ്ങനെ തന്നെ തർജ്ജമ ചെയ്യുകയാണ്. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. നമ്മൾ അതിലേക്ക് വരികയാണ്. ഈ ഉയർപ്പ് ദിവസം എമ്മാവസിലേക്കുള്ള വഴിയിൽ വെച്ച് വചനവ്യാഖ്യാനം നൽകിയ കർത്താവ് അവിടെ ഭവനത്തിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരിക്കുമ്പോൾ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. ലൂക്ക 24:30. ഉയർപ്പ് ദിവസം കർത്താവ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം വഴിയിൽ വെച്ച് വചനം വ്യാഖ്യാനിക്കുകയും വീട്ടിൽ വെച്ച് അപ്പം മുറിക്കുകയുമാണ്. അപ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് മുറിച്ചവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അപ്പൊ ഇത് വെറും ഒരു അപ്പം മുറിക്കലല്ല, യഹൂദന്മാരുടെ സാധാരണ ഒരു അപ്പം മുറിക്കലല്ല, മറിച്ച് ഇത് വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവരവൻ തിരിച്ചറിഞ്ഞു, അവൻ അപ്രത്യക്ഷനായി. വഴിയിൽ വെച്ച് വചനവ്യാഖ്യാനം നൽകുകയും വീട്ടിൽ വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തെന്നാണ് എന്റെ അർത്ഥം. അതായത് ഉത്ഥാന ദിവസം, ഉയർപ്പ് ദിവസം കർത്താവ് ചെയ്ത ആദ്യത്തെ പരിപാടി വചനം വ്യാഖ്യാനിക്കുകയും കുർബാന അർപ്പിക്കുകയുമാണ്. ഇതിലാണ് നമ്മുടെ കുർബാനയുടെ എല്ലാ സഭകളിലുമുള്ള, കത്തോലിക്ക സഭയ്ക്കുള്ളിലുള്ള 24 സഭകളിലെയും കുർബാനയുടെ സ്ട്രക്ചർ കർത്താവ് നേരിട്ട് നൽകിയതാണ് എന്ന് ഞാൻ ശക്തിയുക്തം വാദിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവും ഇത് തന്നെയാണ്. ഉത്ഥാന ദിവസം കർത്താവ് ചെയ്തത് 40 ദിവസത്തേക്ക് തുടർന്നുവെന്നാണ് ലൂക്ക നമ്മൾ അറിയിക്കുന്നത്. നടപടി ഗ്രന്ഥം 1:4. ദൈവരാജ്യത്തെക്കുറിച്ച് അവൻ പഠിപ്പിച്ചു. എന്നിട്ട് അവൻ അവരോടൊപ്പം ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിനിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു, വചന ശുശ്രൂഷ നൽകി. എന്നിട്ട് അവരോടൊപ്പം ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിനിരുന്നു. ഉപ്പ് കഴിച്ചെന്നുള്ള വാക്ക് ഞാൻ അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് വരാം. അപ്പൊ ഈ സ്ട്രക്ചർ എമ്മാവസിലേക്ക് പോകുന്ന വഴിയിൽ സംഭവിച്ച വചന ശുശ്രൂഷ ഇവിടെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്ന വചനം കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു. 2, അവിടെ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചവർക്ക് കൊടുത്തു എന്നുള്ളതിന് പകരം ഇവിടെ കൊടുത്തിരിക്കുകയാണ്, അവൻ ഉപ്പ് കടിച്ച് ഭക്ഷണത്തിനിരിക്കുമ്പോൾ. 40 ദിവസത്തേക്ക് കർത്താവ് ഇത് ചെയ്യാണ്. എമ്മാവസിലേക്ക് പോകുന്ന വഴിയിലും എമ്മാവസിൽ വീട്ടിലും വെച്ച് ചെയ്തത് 40 ദിവസത്തേക്ക് യേശു ചെയ്യാണ്. ഉത്ഥിതനായ യേശു ശിഷ്യന്മാരോടൊപ്പം ചെലവഴിച്ച 40 ദിവസം ഉണ്ടായ 3 സംഗതികളിൽ 3-ാമത്തെ സംഗതിയാണ് ഈ ഉപ്പ് കടിച്ച് ഭക്ഷണത്തിനിരിക്കുക എന്നുള്ളത്. 40 ദിവസത്തേക്ക്
പ്രത്യക്ഷപ്പെട്ട് ആവശ്യമായ തെളിവുകൾ നൽകി. അതാണ് ഒന്നാമത്തെ കാര്യം. 2, 40 ദിവസത്തേക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. 3, 40 ദിവസത്തേക്ക് ഭക്ഷണത്തിനിരുന്നു. ഈ 3 കാര്യങ്ങളും 40 ദിവസം സംഭവിച്ചതാണ്. അത്യപൂർവമായ പ്രാധാന്യമുള്ള സൗന്ദര്യമുള്ള തിരുവചന പാഠമാണിത്. ഒരു വളരെയധികം പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് അത്യപൂർവമെന്ന് ഞാൻ പറയണേ. അതുപോലെ തന്നെ സൗന്ദര്യമുണ്ട്. ഒന്നാമതായി നമ്മൾ പറയാണ്, യേശു പങ്കെടുക്കുന്ന അവസാനത്തെ ഭക്ഷണമാണ് ഈ 40 ദിവസത്തേക്ക്. യേശു പങ്കെടുക്കുന്ന അവസാനത്തെ ഭക്ഷണം. നടപടി ഗ്രന്ഥത്തിൽ കാണുന്ന അപ്പം മുറിക്കൽ എന്ന ഭക്ഷണ കൂട്ടായ്മയുടെ ഉറവിടം യേശു തന്നെയാണ്. അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് കുർബാനയ്ക്കുള്ള മറ്റൊരു പേരാണ്. നമ്മുടെ പെന്തക്കോസ്ത് ദൈവസഭക്കാരൊക്കെ പറയുന്നത് പോലെ അത് യഹൂദന്മാരുടെ സാധാരണ അപ്പം മുറിക്കലല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവരെ കണ്ണുകൾ തുറക്കപ്പെടുമായിരുന്നോ? അവർ ഉത്തിനെ തിരിച്ചറിയുമായിരുന്നോ? അതുപോലെ തന്നെ അപ്പം മുറിക്കൽ സാധാരണ ഒരു അപ്പം മുറിക്കലാണെങ്കിൽ, യഹൂദന്മാർ അപ്പം മുറിക്കലാണെങ്കിൽ, ഇത് ഓരോരുത്തരും ആത്മശോധന ചെയ്തിട്ട് വേണം ഇത് ഭക്ഷിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ശിക്ഷാവിധിയുടെ അപ്പമാണ് സ്വീകരിക്കുന്നത് എന്ന് കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുമായിരുന്നോ? കൊരിന്തോസ് ലേഖനം 11:28-30. ചുരുക്കത്തില് അപ്പം മുറിക്കൽ എന്ന ശുശ്രൂഷ ഇല്ലേ, അത് കുർബാനയ്ക്കുള്ള മറ്റൊരു പേരാണ്. അത് ആരംഭിച്ചത്, അതിന്റെ ഉറവിടം ഉത്ഥിതനായ ക്രിസ്തു തന്നെയാണ്. അന്ത്യത്താഴത്തിൽ അവൻ കുർബാന സ്ഥാപിച്ചു. എന്നിട്ട് എമ്മാവസിൽ വീട്ടിൽ വെച്ച് അവൻ കുർബാന അർപ്പിച്ചു. 40 ദിവസത്തേക്ക് ഈ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അത് ചെയ്തു. ഈ പ്രത്യക്ഷപ്പെടലുകൾ 40 ദിവസത്തെ പ്രത്യക്ഷപ്പെടൽ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് നിങ്ങൾ നന്നായിട്ട് കേൾക്കണം. ഈ 40 ദിവസം ഗലീലിലും ഗലീലിലും ഒക്കെ വെച്ചിട്ട് പ്രത്യക്ഷപ്പെടലുണ്ട്. അതെങ്ങനെയാണ് നടന്നിരിക്കാൻ സാധ്യത എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. പല പരിഭാഷകളിലും 3-ാം വാക്യം കഴിഞ്ഞൊരു പൂർണ്ണ വിരാമം, ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നതിനാൽ വചനത്തിന്റെ ആഴവും 40 ദിവസത്തിനുള്ളിൽ ഉത്ഥിതം ചെയ്ത 3 കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധവും ആന്തരിക ബന്ധവും തർജ്ജമയിൽ നഷ്ടപ്പെടുന്നുണ്ട്. അതായത് പല പരിഭാഷകളിലും 3-ാം വാക്യം കഴിഞ്ഞൊരു പൂർണ്ണ വിരാമം, ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അപ്പൊ ഈ വചനത്തിന്റെ ആഴം നമുക്ക് നഷ്ടപ്പെടുന്നു. മാത്രമല്ല 40 ദിവസത്തിനുള്ളിൽ ഉത്ഥിതം ചെയ്ത 3 കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു. പ്രത്യക്ഷപ്പെട്ട് സംവദിച്ചു, അല്ലേ, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു, ഭക്ഷണത്തിലിരുന്നു. ഈ 3 കാര്യങ്ങൾ 40 ദിവസത്തേക്ക് അവൻ പ്രത്യക്ഷപ്പെട്ടു, 40 ദിവസത്തേക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് അവൻ പഠിപ്പിച്ചു, 40 ദിവസത്തേക്ക് അവൻ ഭക്ഷണത്തിനിരുന്നു. ഈ 3 കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടും 3-ാം വാക്യം കഴിഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ. അതുകൊണ്ടാണ് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടാതെ തർജ്ജമ ചെയ്തത്. എന്റെ തർജ്ജമ ഞാൻ ഒന്നുകൂടി നമ്മൾ വായിക്കുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് അവൻ പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവരോടൊപ്പം ഉപ്പ് കടിച്ച് ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. അങ്ങനെ പറഞ്ഞു പോകുകയാണ്. ഇല്ലേ, നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിന് വാഗ്ദാനത്തിനെ കാത്തിരിക്കണം. അപ്പോൾ ഞാൻ അവിടെ 3-ാം വാക്യം കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല, ഇടാൻ പറ്റില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ലൂക്ക എഴുതിയിരിക്കുന്ന തിരുവചനത്തിന്റെ ആഴവും പരസ്പര ബന്ധവും നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഈ തർജ്ജമ, ഞാൻ ചെയ്തിരിക്കുന്ന തർജ്ജമ അതാണ്, ഞാൻ ചെയ്തിരിക്കുന്ന പോലെയാണ് ഈ ഗ്രീക്കിൽ കിടക്കുന്നത്. അതിന്റെ ഏറ്റവും അടുത്ത് വരുന്ന തർജ്ജമ. എന്റെ തർജ്ജമയും പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ഞാൻ പറയല്ല, എങ്കിലും മറ്റ് പരിഭാഷകളിൽ വെച്ചിട്ട് ഏറ്റവും അടുത്ത് വരുന്നത് ഇതുപോലെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ നമ്മൾ ഓർക്കേണ്ടത്, ലൂക്ക സുവിശേഷം എഴുതിയപ്പോൾ, നടപടി ഗ്രന്ഥം എഴുതിയപ്പോൾ കുത്തിടുകയോ കോമിടുകയോ വാക്കുകൾ തമ്മിൽ അകലം പാലിക്കുകയോ വാചകങ്ങൾ തമ്മിൽ അകലം പാലിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പരിഭാഷ ചെയ്യുന്നവരാണ് യുക്തമെന്ന് തോന്നുന്ന തരത്തിൽ കുത്തും കോമയൊക്കെ ഇടുന്നത്. കുത്തും കോമ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ സംഭവിക്കാം എന്നതുകൊണ്ടാണ് ഞാൻ അവിടെ കുത്തിടാൻ പാടില്ല അല്ലെങ്കിൽ കോമയിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിന്റെ കാരണം അതാണ്. ഉത്ഥിതനായ കർത്താവിന്റെ ഈ 3 ആത്മാവിഷ്കാരങ്ങള് പരസ്പരം ബന്ധം കിടക്കുന്നു. അതിനാൽ ഈ വചനം നമ്മൾ ഇങ്ങനെ തന്നെ വായിക്കണം. 40 ദിവസത്തേക്ക് അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും അവിടുത്തെ ഭക്ഷണം കഴിക്കുകയും യെരൂശലേം വിട്ടുപോകരുതെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പ്രത്യക്ഷപ്പെടുക, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക, ഭക്ഷണത്തിൽ പങ്കുചേരുക. ഈ ബന്ധമാണ് ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ, 3-ാമത്തെ വാക്യം കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ നമുക്ക് നഷ്ടമാകുക. അതുകൊണ്ട് 40 ദിവസത്തേക്ക് ഉത്ഥിതൻ ഉപ്പ് കെട്ടിച്ച് ഭക്ഷണമേശയിൽ ഇരുന്നു എന്നർത്ഥം നഷ്ടമാകാതിരിക്കാൻ 3-ാം വചനം കഴിഞ്ഞ് പൂർണ്ണ വിരാമം ഇടരുത്. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് യേശു തെളിയിക്കുന്നതിന്റെ
3 രീതികളാണ് പ്രത്യക്ഷപ്പെടലും, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രബോധനവും, ഭക്ഷണത്തിനിരിക്കലും. യേശു ഉത്ഥാനത്തിൽ ഉയർപ്പിക്കപ്പെട്ടു, അവൻ ജീവിച്ചിരിക്കുന്നു. ശരീരത്തോടു കൂടി, രൂപാന്തരം വന്ന ശരീരമാണെങ്കിലും രൂപാന്തരം വന്ന ശരീരത്തോടു കൂടി ആണെങ്കിലും അവൻ ജീവിച്ചിരിക്കുന്നു, ശരീരത്തോടു കൂടി ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ 3 തരത്തിലുള്ള രീതി തെളിയിക്കലാണ് പ്രത്യക്ഷപ്പെടല്. തെളിവുകൾ നൽകുകയാണ്. 2 ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രബോധനം, 3 ഈ ഉപ്പ് കടിച്ചുള്ള ഭക്ഷണത്തിനിരിക്കല്. ഈ 3ാമത്തെ ഘടകം, ഈ ഉപ്പ് കടിച്ച് ഭക്ഷണത്തിനിരിക്കുക, ലൂക്കാസ് ഉപയോഗിച്ച വാക്ക് സിന ലിപ്സമേനോസ് എന്നാണ്. സിന ലിപ്സമേനോസ്, ഉപ്പ് ഭക്ഷിച്ചു എന്ന് തന്നെയാണ് ഞാൻ അർത്ഥം പറയണേ. ഉപ്പിന് ഗ്രീക്കിലുള്ള വാക്കാണ് ഹാൽസ്. അതിനു മുമ്പിൽ സ്വിൻ എന്ന് ചേർത്തിരിക്കുന്നു. ഒരുമിച്ച് എന്നാണ് അർത്ഥം. നമ്മൾ സിന്തസിസ്, സിനോപ്റ്റിക്സ് എന്നൊക്കെ പറയില്ലോ. സിൻ എന്ന് വെച്ചാൽ സ്വിൻ SYN, സ്വിൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. അപ്പോ ഹാൽസ് എന്ന വാക്കിന്റെ മുൻപിൽ സ്വിൻ എന്ന വാക്ക് ചേർത്തിരിക്കുന്നു. സിന ഹാൽസ്, അത് ചേർത്ത് വരുമ്പോൾ ലിപ്സോന്നാകും. പിന്നെ അവസാനം മേനോസ് എന്ന് ചേർത്തിരിക്കുന്നു. മേനോസ്, സിന ലിപ്സോമേനോസ്. മേനോസ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പിൾ ആണ്, തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ. ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം. അപ്പോ എല്ലാം കൂടി ചേരുമ്പോൾ സിന ലിപ്സമേനോസ് എന്ന് വരുന്നു. സ്വിൻ, ഹാൽസ്, മേനോസ് ചേർത്ത് വായിക്കുമ്പോൾ സിന ലിപ്സമേനോസ്. ലൂക്ക ഇത് വളരെ ബോധപൂർവകമാണ് ഈ വാക്ക് തെരഞ്ഞെടുക്കണേ. അപ്പവും ഉപ്പും പങ്കുവെച്ച് ആസ്വദിക്കുന്നത് നിത്യം നിലനിൽക്കുന്ന ഉടമ്പടി സ്ഥാപിക്കുന്നതിന് പ്രതീകമാണ്. അപ്പവും ഉപ്പും പങ്കുവെച്ച് ആസ്വദിക്കുന്നത്, പങ്കുവെച്ച് കഴിക്കുന്നത്. സംഖ്യയുടെ പുസ്തകം 18:19, 2 ദിനവൃത്താന്തം 13:5 അത് കാണാം. അപ്പവും ഉപ്പും പങ്കുവെച്ച് ഭക്ഷണം കഴിക്കുന്നത് നിത്യം നിലനിൽക്കുന്ന ഉടമ്പടി സ്ഥാപിക്കുന്നതിന്റെ പ്രതീകമാണ്. ഈടുറപ്പിന്റെയും സ്ഥിരതയുടെയും ജാമ്യ അടിസ്ഥാനമായിട്ടാണ് ഉപ്പിനെ പരിഗണിക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് ഈ ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുമ്പ് ഉപ്പിലിട്ടല്ലേ നമ്മൾ വെക്കുന്നേ. മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഉപ്പിട്ട് വെക്കുകയാണ്, അങ്ങനെയല്ലേ? അപ്പം ഈടുറപ്പ്, സ്ഥിരത, ജാമ്യ അടിസ്ഥാനം, പെർമനൻസ് എന്ന് പറയില്ലോ, അതിന്റെ ഒക്കെ ഒരു ജാമ്യ അടിസ്ഥാനമാണ് ഉപ്പ്. മരണത്തിന്റെ സ്വഭാവത്തിന് ചേർന്ന എന്താണ്? ജീർണത, ചീഞ്ഞളിയല്. അതിനെതിരെയുള്ള മറുമരുന്നാണ് ഉപ്പ്, അല്ലെ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഇറച്ചി ഉപ്പിലിട്ട് വെക്കുക, ഉപ്പിട്ടിട്ട് എടുത്തു വെക്കുന്നു. മീൻ അങ്ങനെ തന്നെ. അതായത് ചീഞ്ഞു പോകാതിരിക്കാൻ, ജീർണിക്കാതിരിക്കാൻ ചെയ്യുന്ന സംഗതിയാണ് ഉപ്പ് ഇട്ട് വെക്കുക. മരണത്തിന്റെ സ്വഭാവത്തിന് ചേർന്നത് എന്താണ്? ജീർണിക്കുക, ചീഞ്ഞളിയുക. അതിനെതിരെയുള്ള രീതി എന്താണ്? ഉപ്പിടുക. അപ്പോൾ മരണത്തെ അകറ്റി നിർത്തുന്നു എന്നാണ് ഉപ്പിടുക അല്ലെങ്കിൽ ഉപ്പ് ഭക്ഷിക്കുന്നതിന്റെ അർത്ഥം. മരണത്തെ അകറ്റി നിർത്തുന്നു. ജീവൻ സംരക്ഷിക്കുന്നതിന്റെ രീതിയാണ് ഭക്ഷണം കഴിക്കുക, അല്ലെ? നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ജീവൻ സംരക്ഷിക്കൂ. അത് ഉപ്പ് ചേർത്ത് കഴിച്ചാൽ മരണത്തെ അകറ്റി നിർത്തുന്നു എന്നാണ് അർത്ഥം. നമ്മൾ സാധാരണ ഭക്ഷണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അതും പ്രധാനപ്പെട്ടത് തന്നെ. ഇവിടെ ഉത്ഥാനത്തിന് ശേഷം യേശു ഉപ്പ് ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പുതിയതും നിത്യം നിലനിൽക്കുന്നതുമായ ജീവനെയാണ് ജീവനുമായിട്ടാണ് അവരുടെ കൂടിക്കാഴ്ച എന്നും തന്റെ അനുയായികളുമൊത്ത് ഉത്ഥിതനായ കർത്താവ് പങ്കുവെക്കുന്ന പുതിയ വിരുന്നിന്റെ അടയാളവുമാണ് ഈ ഉപ്പ് ഭക്ഷിക്കൽ എന്നുമാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ഉത്ഥാനത്തിന് ശേഷം യേശു ഉപ്പ് ഭക്ഷിച്ച് ഭക്ഷണത്തിനിരുന്നെന്ന് പറഞ്ഞാൽ പുതിയതും നിത്യം നിലനിൽക്കുന്നതുമായ ജീവനെയാണ്, ഉത്ഥിതന്റെ ജീവനെയാണ് അവർ കാണുന്നത്, സന്ധിക്കുന്നത്. ആ ഉത്ഥിതന്റെ ജീവനുമായിട്ടാണ് അവരുടെ കൂടിക്കാഴ്ച. പുതിയതാണ്, പുതിയ തരത്തിൽ ജീവനാണുള്ളത്, പുതിയ ജനുസിലുള്ള ജീവനാണ്, നിത്യം നിലനിൽക്കുന്ന ജീവനാണ്, ഉത്ഥിതന്റെ ജീവൻ, ഉയർപ്പിക്കപ്പെട്ടവന്റെ ജീവൻ. അങ്ങനെയുള്ള ജീവനെയാണ് അപ്പസ്തലന്മാര് സന്ധിക്കുന്നത്. ആ ജീവനുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. 2, തന്റെ അനുയായികളുമൊത്ത് ഉത്ഥിതനായ കർത്താവ് പങ്കുവെക്കുന്ന പുതിയ വിരുന്നിന്റെ അടയാളമാണ് ഉപ്പ് ഭക്ഷിക്കല്. തന്റെ അനുയായികളുമൊത്ത് ഉത്ഥിതനായ കർത്താവ് പങ്കുവെക്കുന്ന പുതിയ വിരുന്നിന്റെ, പുതിയ തരത്തിലുള്ള അപ്പത്തിന്റെ, പുതിയ തരത്തിലുള്ള ഭക്ഷണ രീതിയുടെ അടയാളമാണ് ഉപ്പ് ഭക്ഷിക്കല്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇതൊരു ഉടമ്പടി സംഭവമാണ്. ഉത്ഥിതൻ തന്റെ അപ്പസ്തോലന്മാരുമായിട്ട് ഉപ്പ് കഴിച്ച് ഭക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടി സംഭവത്തിൽ അവരെ പങ്കുചേർത്തു എന്നാണ് അർത്ഥം. ഇതൊരു ഉടമ്പടി സംഭവമാണ്. 40 ദിവസത്തേക്ക് ഉത്ഥിതൻ ശിഷ്യന്മാരുമായി ചെയ്തത് ഒരു ഉടമ്പടി സംഭവമാണ്.
യേശു ഉപ്പ് തിന്നത് നവീനവും സനാതനവുമായ ജീവിതമാണ് അവന്റേത് എന്ന് വെളിപ്പെടുത്താനാണ്. പുതിയതാണ്, സനാതനമാണ്, നിത്യം നിലനിൽക്കുന്നതാണ്. മാത്രമല്ല, ഉത്ഥിതനായ കർത്താവ് തന്റെ അനുയായികളും മറ്റും ഭക്ഷിക്കുന്ന പുതിയ വിരുന്ന് ഉടമ്പടി സംഭവമാണ്. ഈ പുതിയ വിരുന്ന് ഒരു ഉടമ്പടി സംഭവമാണ്. ഈ അർത്ഥത്തില് ഇതിന് കർത്താവ് പുതിയ ഉടമ്പടി സ്ഥാപിച്ച രംഗമായ അന്ത്യവിരുന്നുമായി ആന്തരികമായ ഒരു ഇടയടുപ്പമുണ്ട്. അതിനാൽ ഉപ്പ് തിന്നുക, ഭക്ഷിക്കുക എന്ന രഹസ്യാത്മകതയുള്ള ഗൂഢഭാഷ യേശുവിന്റെ പീഡാസഹനത്തിന്റെ തലേ ദിവസം ആസ്വദിച്ച വിരുന്നും ഉത്ഥിതനായ കർത്താവിന്റെ പുതിയ മേശക്കൂട്ടായ്മയും തമ്മിൽ പരസ്പരം ആന്തരികമായി കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നുവെന്ന് സ്ഥാപിക്കുകയാണ്. അന്ത്യത്താഴത്തിൽ ചെയ്തത് വെറുമൊരു സദ്യയോ വെറുമൊരു വിരുന്നായിരുന്നില്ലല്ലോ. അത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമായിരുന്നു. അതുപോലെ തന്നെ ഈ 40 ദിവസത്തേക്കുള്ള ഉപ്പ് ഭക്ഷിക്കലും വെറുതെ ഭക്ഷണത്തിന് ഇരിക്കുകയല്ല, വെറുതെ ഒരു വിരുന്ന് ആസ്വദിക്കുകയല്ല, മറിച്ച് അന്ത്യവിരുന്നിൽ ചെയ്ത ആ പുതിയ ഉടമ്പടി, ആ ഉടമ്പടി വേറൊരു തരത്തിൽ ആവിഷ്കരിക്കുകയാണ്. ഉപ്പ് അടിച്ച് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ സാധാരണ ഭക്ഷണമല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ലൂക്ക സിനലിപ്സമെനോസ് എന്ന് പറയുന്നത്. അതായത് ഇത് ഉപ്പ് കഴിച്ചുള്ള ഒരു ഭക്ഷണ രീതിയാണ്, സാധാരണ ഭക്ഷണമല്ല. അന്ത്യത്താഴത്തിലും സാധാരണ ഭക്ഷണമായിരുന്നില്ല, മറിച്ച് അത് വിശുദ്ധ കുർബാനയാണ്. അതുപോലെ തന്നെ ഒരു സംഗതിയാണ് ഈ പുതിയ ഭക്ഷണ രീതി എന്ന്, ഉപ്പ് കടിച്ചുള്ള ഭക്ഷണ രീതി എന്ന് വ്യക്തമാക്കുകയാണ് ലൂക്ക വാക്കുപയോഗിച്ചുകൊണ്ട്. അങ്ങനെ തന്റെ ജീവനിൽ, തന്റെ പുതിയ ജനുസറൽ ജീവനിൽ സ്ലീഹന്മാരെ പങ്കുകാരാക്കുകയാണ് ഉത്ഥിതനായ കർത്താവ്. തന്റെ പുതിയ ജനുസറൽ ജീവനിൽ സ്ലീഹന്മാരെ പങ്കുകാരാക്കുകയാണ് ഉത്ഥിതനായ കർത്താവ് ഈ ഭക്ഷണ രീതിയിലൂടെ, ഉപ്പ് കഴിച്ചുള്ള ഭക്ഷണ രീതി. മാത്രമല്ല, എന്താണോ ആ ജീവൻ തന്നെയാണ് ഈ പങ്കുപറ്റല്. ഉത്ഥിതനുമായിട്ടുള്ള സമ്പർക്കം, ആ സമ്പർക്കത്തിന്റെ രീതിയാണ്, പുതിയ രീതിയാണിത്. ആ ജീവനിലെ ആ പങ്കുപറ്റൽ തന്നെയാണ്, ഉത്ഥിതനുമായിട്ടുള്ള പങ്കുപറ്റൽ തന്നെയാണ് നിത്യജീവൻ. അവനുമായുള്ള സംഭാഷണമാണ് നിത്യജീവൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സംഭാഷണം, അതാണ് അവരുടെ ജീവൻ. ആ ജീവനിലാണ് ഉത്ഥിതൻ ഇവരെ പങ്കെടുപ്പിക്കുന്നത്, ദൈവിക ജീവനിൽ. അത് ഉത്ഥിതനായ കർത്താവിൽ ഒരു പുതിയ തരത്തിൽ അവന്റെ മനുഷ്യത്വം ഉപേക്ഷിച്ചില്ല. അവൻ മനുഷ്യത്വത്തെ തന്നെ അവൻ രൂപാന്തരപ്പെടുത്തി. മനുഷ്യത്വമായിട്ട് രൂപാന്തരപ്പെട്ട മനുഷ്യത്വം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. മനുഷ്യത്വം അവൻ കല്ലറയിൽ ഉപേക്ഷിച്ചില്ലല്ലോ. അപ്പോൾ പുതിയ ജനുസിലുള്ള ജീവൻ എന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥം അതാണ്. പുതിയ ജനുസിലുള്ള ജീവൻ, പുതിയ ജനുസിലുള്ള ദൈവിക ജീവൻ. ആ ദൈവിക ജീവൻ എന്ന് പറയുന്നത് ഈ ഉത്ഥിതമായിട്ടുള്ള പങ്കുചേരലാണ്, ഉത്ഥിതമായിട്ടുള്ള സംഭാഷണമാണ്. അതിലൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളുടെ സംഭാഷണത്തിലേക്ക് നമ്മൾ എടുത്തു വെക്കപ്പെടുന്നതിനാൽ അത് തന്നെയാണ് നിത്യജീവൻ. ചെറിയൊരു കാര്യമല്ല നമ്മൾ ഈ പറയുന്നത്. നമ്മള് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉറ കെട്ടുപോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറകൂട്ടും? നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, പരസ്പരം സമാധാനത്തിൽ വർത്തിക്കുകയും ചെയ്യുവിൻ. മർക്കോസ് 9:49-50. പഴയ നിയമത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ലേവ്യം 2:13 ഈ രണ്ടാം സുവിശേഷത്തിന്റെ, മർക്കോസിന്റെ സുവിശേഷത്തിന്റെ കയ്യെഴുത്ത് പ്രതികളിൽ, ചില കയ്യെഴുത്ത് പ്രതികളിൽ ഇങ്ങനൊരു വാക്യം കൂടി കാണുന്നുണ്ട്: എല്ലാ ധാന്യബലികളും ഉപ്പ് കൊണ്ട് ഉറ കൂട്ടണം. സമർപ്പിത വസ്തുവിന് രുചി കൂട്ടാനും അതിനെ അഴുകലിൽ നിന്ന്, ജീർണതയിൽ നിന്ന്, ദ്രവത്വം ഇല്ലേ, അതിൽ നിന്ന് സംരക്ഷിക്കാനുമാണ് ധാന്യബലികളിൽ ഉപ്പ് ചേർത്തിരുന്നത്. ബലിവസ്തുവിനോട് സുഗന്ധദ്രവ്യം ചേർക്കുന്നത് പോലെയാണ് ഉപ്പ് ചേർക്കുന്നത്. അഴുകരുത്, അത് ജീർണിക്കരുത്, ദ്രവിച്ചു പോകരുത്, അതെല്ലാം കണക്കാക്കിയിട്ടാണ് ധാന്യബലികളിൽ ഉപ്പ് ചേർത്തിരുന്നത്. അതുകൊണ്ട് എല്ലാ ധാന്യബലികളും ഉപ്പ് കൊണ്ട് ഉറകൂട്ടണം എന്ന് ലേവ്യ 2:13 ഉണ്ട്. അങ്ങനെ ഒരു വചനം ഈ മർക്കോസിന്റെ സുവിശേഷം, എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും, ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉറകെട്ടുപോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറകൂട്ടും? നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, പരസ്പരം സമാധാനത്തിൽ വർത്തിക്കുകയും ചെയ്യുവൻ, എല്ലാ ധാന്യബലികളും ഉപ്പ് കൊണ്ട് ഉറകൂട്ടണം എന്ന് ചില എഴുത്തുപട്ടികളിലുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ ലൂക്ക തന്റെ നടപടി ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ചുരുക്കത്തിൽ പല തരത്തിലുള്ള ധ്വനികളുള്ള ഒരു വാക്കാണ് ഉപ്പ് കടിച്ച് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ. ഒന്ന്,
ഉടമ്പടിയുടെ നവീകരണം. 2 പുതിയ ജനസിലുള്ള ജീവന്റെ ദാനം. 3 ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കുന്ന സ്വന്തം ഉണ്മയെ ശുദ്ധമായി സംരക്ഷിക്കൽ. അപ്പസ്തലന്മാർ നടപടിഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ ഉത്ഥാനാനന്തര സംഭവങ്ങളെ ഉപസംഹരിച്ചുകൊണ്ട് ഉത്ഥിതനായ കർത്താവ് തന്റെ അനുയായികളുമൊത്ത് പങ്കുവെക്കാനിരുന്ന മേശക്കൂട്ടായ്മയിലേക്ക് സൂചന നൽകിക്കൊണ്ടും അവൻ അവരോടൊപ്പം ഉപ്പ് ഭക്ഷിച്ചു എന്ന പ്രയോഗശൈലി ലൂക്കാസ് ഉപയോഗിക്കുമ്പോൾ ഒരു വശത്ത് അതിനർത്ഥം പുതിയ മേശക്കൂട്ടായ്മയുടെ രഹസ്യം നിലനിൽക്കുന്നു എന്നാണ്. പുതിയ മേശക്കൂട്ടായ്മയുടെ രഹസ്യം നിലനിൽക്കുന്നെന്നാണ്. മറുവശത്തോ അതിന്റെ സാരാംശം വളരെ വ്യക്തമായി അവതരിപ്പിച്ചിരിക്കുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരെ താനുമായും ജീവിക്കുന്ന ദൈവവുമായും പുതിയ ഉടമ്പടി കൂട്ടായ്മയിലേക്ക് വഹിച്ചു കൊണ്ടുപോവുകയാണ്. ഞാൻ വാചകം ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ വാക്കുകളാണ്. നസ്രത്തിൽ യേശു 2-ാം വാല്യം 409-412 ആ പേജുകളിൽ കാണാം. കർത്താവ് തന്റെ ശിഷ്യന്മാരെ താനുമായും ജീവിക്കുന്ന ദൈവവുമായും പുതിയ ഉടമ്പടി കൂട്ടായ്മയിലേക്ക് വഹിച്ചു കൊണ്ടുപോവുകയാണ്. യഥാർത്ഥ ജീവനിൽ അവർക്കൊരു പങ്ക് കൊടുത്ത് അവരെയും സത്യത്തിൽ ജീവനുള്ളവരാക്കി തന്റെ സഹനത്തിൽ പങ്കുപറ്റിക്കൊണ്ട് സഹനത്തിൽ ലഭിക്കുന്ന ശുദ്ധീകരണ ശക്തിയിൽ അവരെ ഉറകൂട്ടുകയാണ്. സത്യത്തിൽ ഈ മേശക്കൂട്ടായ്മ എങ്ങനെയായിരുന്നു? നമ്മുടെ ഭാവനയുടെ ശക്തികൾക്ക് അതീതമാണത്. നമുക്ക് മനസ്സിലാക്കാൻ അതായത് ഊഹിച്ചെടുക്കാൻ പറ്റില്ല. എന്നാൽ ആന്തരിക സ്വഭാവം നമുക്ക് തിരിച്ചറിയാനാകുന്നുണ്ട്. ആരാധന സമൂഹത്തിൽ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ ഉത്ഥിതനായ കർത്താവിന്റെ ഈ മേശക്കൂട്ടായ്മ വ്യത്യസ്തമായ രൂപത്തിലാണെങ്കിലും ഇന്നും തുടരുന്നു. സഭയുടെ ആരാധന സമൂഹത്തില് വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തില് ഉത്ഥിതനായ കർത്താവിന്റെ ഈ മേശക്കൂട്ടായ്മ ഉപ്പ് കഴിച്ച് ഭക്ഷണം തിരിക്കുന്നു എന്ന മേശക്കൂട്ടായ്മ വ്യത്യസ്ത രൂപത്തിലാണെങ്കിലും തുടരുന്നു. ഇന്നും എന്താണ് അവൻ പറയുന്നത്? ഉത്ഥാനത്തിന് ശേഷം സ്ലീഹന്മാർക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ച് അവരുടെ ഉപ്പ് കഴിച്ച് ഭക്ഷണം തിരുന്ന അതേ കർത്താവ് ഇന്നെന്താ ചെയ്യുന്നത്? വചനപ്രഘോഷണം, വചന ശുശ്രൂഷ. അത് കഴിഞ്ഞിട്ട് അവൻ ബലിപീഠത്തിലേക്ക് കയറി തന്റെ ശരീരം തന്നെ പിതാവിന്റെ പൊക്കലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ ആവാസത്തോടെ വചനത്തിന്റെ ശക്തിയോടെ ഈ അപ്പവും വീഞ്ഞും ആ പ്രതീകങ്ങള് പിതാവിന്റെ പക്കലേക്ക് പിതാവിന്റെ ഉപയോഗത്തിനായി കൊടുത്ത് പരിശുദ്ധാത്മാവിലേക്ക് ഇറങ്ങി വന്ന് അപ്പോൾ പറയാണ്, ഇത് വാങ്ങി ഭക്ഷിക്കുക, ഇത് വാങ്ങി കുടിക്കുക. അങ്ങനെ അവൻ തന്നെ നൽകുകയാണ്. ആ തന്നെ നൽകുന്നതിന് ആ കുർബാനയാണ് ഈ ഉപ്പ് കടിച്ച് ഭക്ഷണം ഭക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അവൻ നമ്മളോടൊത്ത് ഇപ്പോ ഭക്ഷിക്കുകയാണ്. അവനെ തന്നെ നമുക്ക് തരികയാണ്. ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, ഇത് ഞാൻ തന്നെയാണെന്ന് അർത്ഥം. ഇത് എന്റെ ജീവനാണ്. ഈ അപ്പം എടുത്തിട്ട് പറയും, ഇത് എന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെയാണ്. ഇതെന്റെ രക്തമാണെന്ന് വെച്ചാൽ ഇത് എന്റെ ജീവനാണ്. അവന്റെ തന്നെ ജീവൻ, അവന്റെ തന്നെ സ്വത്വം നമ്മളുമായി പങ്കുവെക്കുകയാണ്. ഇതാണ് ഉപ്പ് കടിച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന വാക്കിന്റെ ഇന്നത്തെ അർത്ഥം. അന്ന് അത് രഹസ്യാത്മകമായിട്ട് ഒരു ഗൂഢാത്മകമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഉപ്പ് കടിച്ച് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. ഉപ്പ് കടിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അതിനെ നമുക്ക് ഭാവനയിൽ കാണാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് അറിയില്ല. മിക്കവാറും അന്ത്യത്താഴ്ചയിൽ ചെയ്തതുപോലെ തന്നെ കർത്താവ് ചെയ്തെന്ന് വിചാരിക്കാനേ പറ്റൂ. പക്ഷെ കുർബാനയിൽ നമുക്കത് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഉപ്പ് കഴിച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന വാക്കിന്റെ അർത്ഥം ശരിക്ക് ആദിമസഭ ഈ അപ്പം മുറിക്കൽ എന്ന് പറഞ്ഞ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ ഉപ്പ് കഴിച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന വാക്കിന്, വചനത്തിന് ശരിയായ അർത്ഥം കൊടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ ശരിയായി അത് മനസ്സിലാക്കുകയായിരുന്നു. അതിൽ നിന്നാണ് ആദിമസഭയുടെ കുർബാന അർപ്പണത്തിൽ നിന്നാണ് ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിനിരുന്നു ഉത്ഥിതൻ എന്ന വചനത്തിന്റെ ആഴമേറിയ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചുരുക്കത്തില് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്ന നമ്മുടെ ഈ ദിവ്യബലി എന്ന് പറയുന്നത് കർത്താവിൽ നേരിട്ട് വന്നതാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ലിറ്റർജി ക്ലാസിനെ കുറിച്ച് ലിറ്റർജിയുടെ നമ്മൾ ഒരു ഇതുപോലെ തന്നെ ഒരു പരമ്പര ഞായറാഴ്ചകൾ പോകുന്നുണ്ട്. നിങ്ങളത് അതിന്റെ തുടക്കത്തിലുള്ള ക്ലാസ്സുകൾ ഒന്ന് കേൾക്കുക. ഞാൻ ഈ പറയുന്നത് അവിടെ വേറെ തരത്തിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഉപ്പ് കടിച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന പരിഭാഷ നിലനിർത്തുകയാണ് അതിന്റെ ആന്തരിക അർത്ഥം. അതായത് കുർബാനയുടെ ആന്തരിക അർത്ഥം അതിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അർത്ഥം. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഉപ്പ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിത്യമായ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുക എന്ന അർത്ഥം. ഉത്ഥിതനായ കർത്താവ് ശിഷ്യന്മാരുടെ അടുത്ത് ഉപ്പ് കഴിച്ച് ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം അവരെ നിത്യമായ ഉടമ്പടിയിലേക്ക്, പുതിയ ഉടമ്പടിയിലേക്ക് ഈ സ്ലീഹന്മാരെ 40 ദിവസത്തേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. 40 ദിവസത്തേക്ക് അവരെ പ്രവേശിപ്പിച്ചു എന്നാണ്. നിത്യമായ ഉടമ്പടിയിലേക്ക് സ്ലീഹന്മാരെ 40 ദിവസത്തേക്ക് യേശു പ്രവേശിപ്പിച്ചു. പിന്നെ അവർ 10 ദിവസം വളരെ ഇന്റൻസീവായി പ്രാർത്ഥിച്ചപ്പോൾ
പരിശുദ്ധാത്മന്റെ അത്ഭുതകരമായ ആവിഷ്കാരം ഉണ്ടായി. അതാണ് പെന്തക്കോസ്ത. അപ്പൊ ഇത് നമ്മുടെ ഈ 40 ദിവസത്തെ ധ്യാനങ്ങളുടെ സന്യാസിനികൾക്കൊക്കെ അതിന്റെ അർത്ഥം നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് ഈ പെന്തക്കോസ്തയുടെ അർത്ഥം, എന്താണ് പെന്തക്കോസ്ത സംഭവിച്ചത്, അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ കർത്താവ് എന്താണ് ചെയ്തിരുന്നത്, ഇതെല്ലാം ദൈവശാസ്ത്രപരമായിട്ട് അങ്ങേ ആഴത്തിൽ കിടക്കുകയാണ്. നമ്മളിങ്ങനെ സംഭവങ്ങൾ വേർതിരിച്ച് കൊണ്ടുപോയാൽ നമുക്ക് ഈ ആഴം നഷ്ടപ്പെടും. അതിനാൽ ഒരു സംഭവത്തെ മറ്റു സംഭവത്തിലേക്കുള്ള ആ ആന്തരിക ഘടന, ആന്തരിക ബന്ധം നഷ്ടപ്പെടാതെ വ്യാഖ്യാനിക്കേണ്ടതും അത്യാവശ്യമാണ്. 40 ദിവസത്തേക്ക് ഉദ്ധതനായ കർത്താവ് സ്ലീഹന്മാരുടെ കൂടെ താമസിച്ച് പ്രത്യക്ഷപ്പെട്ട് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഈ പറയണേ. അതായത് ഇതാണ് അടിത്തറ. ക്രിസ്തുധർമ്മത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ സംഗതിയാണ്. അതിനാൽ അതേക്കുറിച്ച് വീണ്ടും വീണ്ടും ധ്യാനിക്കാനും ആഴപ്പെട്ട് ധ്യാനിക്കാനും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ 2-3 പ്രാവശ്യം എല്ലാം കേട്ട് ഏതെങ്കിലും കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കണമെന്നും അഭ്യർത്ഥിക്കുന്ന. ഈ മർക്കോസിന്റെ സുവിശേഷം 9:49-50 ഞാൻ പറഞ്ഞു. അതിന് ഒരുപാട് അർത്ഥങ്ങൾ വേറെയുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതിന് തന്നെ വളരെ വലിയ അർത്ഥങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ പോയിട്ടില്ല. അത് ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറയാം. ഇപ്പൊ ഞാൻ അതിലേക്ക് പോകാത്തതിന് കാരണം അതിന് വേറെ ഒരുപാട് ചക്രവാളങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് ഇതിൽ നിന്നൊരു ഡൈഗ്രഷൻ, ഒരു വ്യതിചലനം വരും, ഒരു വിഷയ വ്യതിചലനം വരുമെന്ന് വിചാരിച്ചിട്ടാണ് അതിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ പോകാതിരുന്നത്. പക്ഷേ ഉപ്പ് ഭക്ഷിക്കുക, ഉറ കൂട്ടുക, അഗ്നിയാൽ ഉറ കൂട്ടപ്പെടുക, എല്ലാ ധാന്യബലികളിലും ഉപ്പ് ചേർക്കണം എന്നുള്ള വചനങ്ങളുടെ പശ്ചാത്തലമൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് അത് ഇതിലേക്ക് സൂചന നൽകുന്ന, അവിടെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള രഹസ്യാത്മകമായിട്ടൊരു വചനമാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ കിടക്കണേ. പക്ഷെ അത് നടപടി ഗ്രന്ഥമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ, ഈ നടപടി ഗ്രന്ഥം 1:4 കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് അതിന്റെ ആ രഹസ്യാത്മകതയുടെ ആ തിരശ്ശീല പതുക്കെ ഒന്ന് ഉയർത്താനും അതിന്റെ ഗൂഢമായ അർത്ഥം ചെറിയ തോതെങ്കിലും മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഇങ്ങനെ പരസ്പര ബന്ധത്തിൽ വചനം പഠിക്കുമ്പോൾ നമുക്ക് ഈ കർത്താവ് ആരാണ്, കർത്താവ് എന്താണ് ചെയ്തത്, ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, കുർബാനയിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാർ സഭയുടെ ആഘോഷപൂർവകമായ കുർബാനയിലും സാധാരണ കുർബാനയിലും എല്ലാവരും പാലിക്കേണ്ട നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. 16 നിർദ്ദേശങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 17ാമത്തെ നിർദ്ദേശം നിങ്ങളുടെ കുർബാന തക്സ പുസ്തകത്തിനകത്ത് കാണും. അത് പ്രണാമജപങ്ങൾ, അതായത് ഗിഹാന്തകള് താഴ്ന്ന സ്വരത്തിൽ അതേസമയം സമൂഹത്തിന് വ്യക്തമായി കേൾക്കത്തക്ക വിധത്തിലാണ് വൈദികൻ ചൊല്ലേണ്ടത്. പ്രണാമജപം ഇതല്പം ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നതാണ്. ഈ ഗിഹാന്തകള് താഴ്ന്ന സ്വരത്തിൽ, ഒരല്പം കുനിഞ്ഞു നിന്ന് താഴ്ന്ന സ്വരത്തിൽ അതേസമയം സമൂഹത്തിന് വ്യക്തമായി കേൾക്കത്തക്ക വിധത്തിൽ വേണം ചൊല്ലാൻ. അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന കാനോന ഉയർന്ന സ്വരത്തിൽ ചൊല്ലണം. ഞാൻ ഇന്നലെ പറഞ്ഞൊന്ന് ആവർത്തിക്കുകയാണ്. ഗിഹാന്ത സൈക്കിള് 4 ഗിഹാന്ത വൃത്തങ്ങളുണ്ട് നമ്മുടെ അദ്ദായി മാറി ശിഷ്യന്മാരുടെ പേരിലുള്ള കുർബാനയിലും പിന്നെ തൈദോറിന്റെ കുർബാനയിലും നെസ്റ്റോറിസിന്റെ കുർബാനയിൽ 5 ഗിഹാന്തകളുണ്ടെന്നാണ് എന്റെ അറിവ്. ഗിഹാന്ത സൈക്കിൾസ്, പ്രണാമ ജപ വൃത്തം അല്ലെങ്കിൽ പ്രണാമ ജപമാല, ഗിഹാന്ത സൈക്കിൾ എന്നൊക്കെയാണ് പറയുക. 4 പ്രാർത്ഥനകൾ ചേരുമ്പോഴാണ് ഒരു വൃത്തമാകുന്നത്. ഒന്ന് കൂശാപ്പ എന്ന് വെച്ചാൽ അച്ഛൻ രഹസ്യമായി ചൊല്ലുന്ന പ്രാർത്ഥന, തനിക്ക് വേണ്ടി തന്നെ തന്റെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു ചൊല്ലുന്ന പ്രാർത്ഥന. പിന്നെ സഹായ അഭ്യർത്ഥന പ്രാർത്ഥന, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന പ്രാർത്ഥന. പിന്നെ ഈ ഒരല്പം കുനിഞ്ഞു നിന്ന് താഴ്ന്ന സ്വരത്തിൽ എന്നാൽ കേൾക്കാവുന്ന തരത്തിൽ പാടുന്ന പ്രണാമജപം. പിന്നെ ഉയർന്ന സ്വരത്തിൽ വരുന്ന കാനോന. അങ്ങനെ 4 പ്രാർത്ഥനകളുടെ 4 വൃത്തങ്ങൾ, അതാണ് ഗിഹാന്ത സൈക്കിള്. അതാണ് ഒരു അനാഫറ എന്ന് പറയുന്നത്. ഈ ബലിപീഠത്തിലേക്ക് അച്ഛൻ ബേമയിൽ നിന്നും ബലിപീഠത്തിലേക്ക് കയറിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. റൂഹാക്ഷണ പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള കാനോനോടുകൂടിയാണ് അത് അവസാനിക്കുന്നത്. ഈ പ്രണാമ ജപങ്ങള്, അതായത് ഒരല്പം കുനിഞ്ഞ് താഴ്ന്ന സ്വരത്തില് ചൊല്ലുന്ന പ്രാർത്ഥനകള് അതേസമയം സമൂഹത്തിന് വ്യക്തമായി കേൾക്കാനും കഴിയണം. അതിന്റെ ആ പ്രാർത്ഥനകളുടെ ബേസിക് ആയിട്ടുള്ള ഉള്ളടക്കം എന്ന് പറയുന്നത് കൃതജ്ഞതാ സ്തോത്രം തന്നെയാണ്. അതിനാൽ അതിനെ സ്തോത്രയാഗ പ്രാർത്ഥന എന്നും പറയാറുണ്ട്, കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന എന്നും അതിനെ പറയാറുണ്ട്. 18ാമത്തെ നിർദ്ദേശം, വലത്തുകൈ നീട്ടി കമിഴ്ത്തി പിടിച്ചുകൊണ്ട് സമാപന പ്രാർത്ഥന അഥവാ ഹുത്താമ ചൊല്ലാവുന്നതാണ്. വലത്തുകൈ നീട്ടി കമിഴ്ത്തി പിടിച്ചുകൊണ്ട്
സമാപന പ്രാർത്ഥന എന്ന് പറഞ്ഞ കുത്താമ ചൊല്ലാവുന്നതാണ്. എന്നാൽ ജനങ്ങളുടെ മേൽ കുരിശടയാളം വരച്ചുകൊണ്ടാണ് സമാപനാശീർവാദം നൽകേണ്ടത്. ഇങ്ങനെയല്ല, ഇങ്ങനെ വിളിച്ചൊരു ചൊല്ലാം, പക്ഷേ ആശീർവാദം നൽകുമ്പോൾ കുരിശ് വരച്ചുകൊണ്ട് തന്നെ ആശീർവാദം കൊടുക്കേണ്ടതാണ്. 19ാമത്തെ നിർദ്ദേശം, കുർബാനയുടെ സമയത്ത് ജനങ്ങൾ നിൽക്കുകയും ഇരിക്കുകയും മുട്ടുകുത്തിയും ചെയ്യുന്നത് താഴെ പറയും പ്രകാരമാണ്. കുർബാനയുടെ സമയത്ത് ജനങ്ങൾ നിൽക്കുന്നതെപ്പോൾ, ഇരിക്കുന്നതെപ്പോൾ, മുട്ടുകുത്തുന്നതെപ്പോൾ, വാസ്തവത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഏകീകൃത രൂപം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു പള്ളിയിൽ കുർബാനയിൽ പോയിട്ട് മറ്റൊരു പള്ളിയിൽ ചെല്ലുമ്പോൾ ഇരിക്കുന്നത് എപ്പോഴാണ്, എഴുന്നേൽക്കുന്ന എപ്പോഴാണ്, മുട്ടുകുത്തുന്ന എപ്പോഴാണ്, ഓരോ അച്ഛന്മാരും തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. നിൽക്കുന്നത് എപ്പോൾ, കുർബാനയുടെ ആരംഭം മുതൽ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിന്റെ ആരംഭം വരെ നിൽക്കുന്നു. സുവിശേഷ വായനയുടെ സമയത്ത് നിൽക്കുന്നു. കാറോസയുടെ സമയത്ത് നിൽക്കുന്നു. വിശ്വാസ പ്രമാണത്തിന്റെ സമയത്ത് നിൽക്കുന്നു. കൂദാശ ക്രമത്തിന്റെ സമയത്ത് മുഴുവൻ, അനാഫറുടെ സമയത്ത് മുഴുവൻ, അതായത് വൈദികൻ ബേമയിൽ നിന്നും ബലിപീഠത്തിലേക്ക് പ്രവേശിച്ച് റൂഹാക്ഷണ പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള കാനോന കഴിയുന്നത് വരെ മുഴുവൻ സമയത്തും നിൽക്കുകയാണ്. കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവേ മുതൽ കുർബാനയുടെ സമാപനം വരെ നിൽക്കുന്നു. ഇരിക്കുന്നത് എപ്പോൾ, ഇരിക്കുന്നത് റാസയില് വ്യാഖ്യാന ഗീതങ്ങളുടെ സമയത്ത്, തുർഗാമ എന്ന് പറയുന്ന വ്യാഖ്യാന ഗീതങ്ങളുണ്ട്, ആ സമയത്ത് ഇരിക്കാം. പഴയ നിയമ വായന, ലേഖന വായന ഇവിടെ സമയത്ത് ഇരിക്കാം. വചന സന്ദേശം, പ്രസംഗം ഇല്ലേ, ആ സമയത്ത് ഇരിക്കാം. യൂറോപ്പിൽ പലപ്പോഴും ഇരിക്കാൻ സ്ഥലം കിട്ടാറില്ല, നിന്നുകൊണ്ടാണ് പ്രസംഗം കേൾക്കണേ. ഈ പള്ളിയിൽ ഇരിക്കാനായിട്ട് ബെഞ്ചുകൾ ഒക്കെ ഉണ്ട്. പിന്നെ നിലത്ത് ഇരിക്കുക എളുപ്പമല്ല, കാരണം മിക്കപ്പോഴും തണുപ്പാണ്. അപ്പൊ നിന്നുകൊണ്ട് തന്നെ, പള്ളി നിറയെ ആളുകളുണ്ടെങ്കിൽ കുറെ പേർക്ക് ഇരിക്കാം, കുറെ പേര് നിലത്തിരിക്കാൻ പ്രയാസമാണ്, തണുപ്പാണ്. അപ്പൊ നിന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വചന സന്ദേശ സമയത്ത് ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. നമുക്ക് അത്ര തണുപ്പൊന്നുമില്ല, അപ്പൊ ഇരിക്കാവുന്നതാണ്. പ്രസംഗത്തിന്റെ സമയത്ത് ഇരിക്കാം. കാറോസൂസയ്ക്ക് ശേഷം വിശ്വാസ പ്രമാണം ഒഴികെ അനാഫ്ര തുടക്കം വരെ വേണമെങ്കിൽ ഇരിക്കാം, അത് ഐച്ഛികമാണ്. കാറോസൂസയ്ക്ക് ശേഷം വിശ്വാസ പ്രമാണം ഒഴികെ അനാഫ്രയുടെ തുടക്കം വരെ, അതായത് ബേമേല ശുശ്രൂഷ കഴിഞ്ഞ് ബലിപീഠത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലേ, അതോട്ടാണ് അനാഫർ തുടങ്ങുന്നത്. അതുവരെ ഐച്ഛികമാണത്, വേണമെങ്കിൽ ഇരിക്കാമെന്നാണ്. മുട്ടുകുത്തുന്നത് എപ്പോൾ, ദൈവമേ അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നത് മുതൽ ഞങ്ങൾ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ എന്നത് വരെയാണ് മുട്ടുകുത്തുന്നത്. മുട്ടുകുത്തുന്നത് പാപങ്ങൾ ഏറ്റുപറയുന്നതിന്റെ ഒരു രീതിയാണ്. സീറോ മലബാർ സഭയിലെ കുർബാന സ്വീകരണത്തിന് മുമ്പ് 2 കുമ്പസാരങ്ങളുണ്ട്. ലഘുപാപങ്ങൾ പരിഹരിക്കപ്പെടാൻ, അതിന് പാപമോചനം കിട്ടാൻ സഹായിക്കുന്ന തരത്തിലാണ് 2 കുമ്പസാരങ്ങൾ. ഈ തിരുശരീരം ഇങ്ങനെ ഉയർത്തുന്നതിന് മുൻപും പിമ്പുമാണ് വാസ്തവത്തിൽ ആ കുമ്പസാരം വെച്ചിരിക്കുന്നത്. ആ കുമ്പസാരത്തിന്റെ സമയത്താണ് മുട്ടുകുത്താനുള്ള അനുവാദമുള്ളത്. എന്തുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് നിന്ന് കുർബാന അർപ്പിക്കുന്നത്? അന്ത്യത്താഴത്തിന്റെ ഓർമ്മയല്ല നമ്മൾ ആചരിക്കുന്നത്. അന്ത്യത്താഴത്തിൽ വെച്ചാണ് കർത്താവ് കൽപ്പന നൽകിയത്, പക്ഷെ അതല്ല ആചരിക്കുന്നത്, മറിച്ച് ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ്. ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ച, ഉത്ഥിതൻ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജീവന്റെ അടയാളമായി എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്നത്. അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാരെങ്കിലും നമ്മൾക്ക് കിടന്നാണ് ചെയ്യേണ്ടി വരിക. അന്ത്യത്താഴത്തിൽ അവരിങ്ങനെ കിടന്നാണ്, ഞാനതൊക്കെ 2 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, കിടന്നാണ് അന്ത്യത്താഴം കഴിച്ചത്. അപ്പൊ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയല്ല നമ്മൾ ആചരിക്കുന്നത്, ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഈ നിൽപ്പിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്. ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന തരത്തിൽ എല്ലാവരും ചെയ്താൽ അപ്പോഴാണ് കുർബാനയ്ക്ക് ഒരു ഏകീകൃത രൂപം തന്നെ ഉണ്ടാവുക. എല്ലാ കാര്യങ്ങളും വേണം. ഇത് വളരെ പ്രകടമായിട്ട് സംഭവിക്കാവുന്ന ഒരു സംഗതിയാണ് ഇതിൽ വീഴ്ച വന്നാൽ. അതുകൊണ്ടാണ് ഞാനത് ആവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ സഭയുടെ കുർബാന സഭ കൽപ്പിച്ചു നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യാനുള്ള എളിമ വൈദികരും ജനങ്ങളും കാണിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് സമൃദ്ധമായിട്ട് ചൊരിയുക. ഈ താഴ്ന്ന നിലത്തേക്ക് ജലമൊഴുകൂ എന്ന് പറഞ്ഞതുപോലെ, താഴ്ന്ന നിലത്തേക്ക് വെള്ളം ഒഴുകൂ എന്ന് പറഞ്ഞതുപോലെ എളിമയുള്ള ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ കൃപാവരം വരൂ. അങ്ങനെ നമ്മിലേക്ക് വരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നമ്മുടെ കുർബാന തക്സയില്, കുർബാന പുസ്തകത്തില് സമൂഹ ബലിക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് പരിചയപ്പെടാം. 1. കുർബാന 3 രൂപങ്ങളിലും, റാസ, ആഘോഷമായ കുർബാന, സാധാരണ കുർബാന, സമൂഹ ബലിയായി അർപ്പിക്കാം. എങ്കിലും സമൂഹ ബലി ഏറ്റവും സമുചിതമായിരിക്കുന്നത് മെത്രാൻ വൈദികരോടൊത്ത് കുർബാന അർപ്പിക്കുമ്പോഴും കാർമ്മികനോടൊപ്പം 1-ലധികം വൈദികർ സഹകാർമ്മികരായി റാസയോ
ആഘോഷപൂർവകമായ കുർബാനയോ അർപ്പിക്കുമ്പോഴും ആണ്. സമൂഹ ബലിയിൽ ഒന്നാം പ്രണാമ ജപത്തിന്റെ ആരംഭം മുതൽ കൂദാശക്രമത്തിന്റെ അതായത് അനാഫറയുടെ അവസാനം വരെയുള്ള പ്രാർത്ഥനകളും റൂഹാക്ഷണ പ്രാർത്ഥനയും തുടർന്നുള്ള സമാപന സ്തുതിപ്പുകളും കാർമ്മികൻ തന്നെയാണ് ചൊല്ലേണ്ടത്. കാർമ്മികൻ തന്നെ. 3. കാർമ്മികൻ മാത്രം ഉയർന്ന സ്വരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സഹകാർമ്മികർ അദ്ദേഹത്തോടൊത്ത് അതേ സ്വരത്തിൽ പ്രാർത്ഥന ചൊല്ലരുത്. കാർമ്മികന്റെ സ്വരം മാത്രമേ കേൾക്കാവൂ. സഹകാർമ്മികന്റെ ശബ്ദം ഒരു വിധത്തിലും കാർമ്മികന്റെ സ്വരത്തിന് വിഘാതമാകരുത്. അവർ താഴ്ന്ന സ്വരത്തിലെ ചൊല്ലാവൂ. സഹകാർമ്മികര്. കാർമ്മികനും സഹകാർമ്മികനും ഒരുമിച്ച് ഉയർന്ന സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നത് കാർമ്മികനും സമൂഹവും മാറി മാറിയോ കാർമ്മികൻ സമൂഹത്തോട് ചേർന്നോ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ മാത്രമാണ്. ഉദാഹരണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സകലത്തിന്റെയും നാഥ, ത്രിശുദ്ധ കീർത്തനം, പിന്നെ വിശ്വാസ പ്രമാണം, അങ്ങനെ സമൂഹമായി ചൊല്ലുന്ന ഇല്ലേ, അല്ലെങ്കിൽ സമൂഹവും ജനങ്ങളും മാറി മാറി ചൊല്ലുന്ന, സമൂഹവും കാർമ്മികനും മാറി മാറി ചൊല്ലുന്ന അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമാണ് ഈ ഉയർന്ന സ്വരത്തിൽ സഹകാർമ്മികർക്ക് കാർമ്മികന്റെ സ്വരത്തോടൊപ്പം ചൊല്ലാനായിട്ട് അനുവാദമുള്ളൂ. 5. സഹകാർമ്മികർക്ക് മാറി മാറി ചൊല്ലാവുന്ന പ്രാർത്ഥനകൾ താഴെ പറയുന്നവയാണ്. ഞങ്ങളുടെ കർത്താവാലയമേ അങ്ങനെ സ്നേഹത്തിന്റെ പരിമളം എന്ന് പറഞ്ഞു തുടങ്ങുന്ന പേജ് 24 ഞങ്ങളുടെ കർത്താവാലയമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്ന് തുടങ്ങുന്ന പേജ് 25 പ്രാർത്ഥന. ഈ അച്ഛന്മാർ ഉപയോഗിക്കുന്ന തക്സൽ പേജ് നമ്പറാണ് ഞാൻ പറയുന്നത്. എന്റെ കർത്താവേ നീ സത്യമായും എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പേജ് 28 വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്നെന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പേജ് 30 ഞങ്ങളുടെ കർത്താവാലയമേ അങ്ങയുടെ ജീവദായകവും എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രാർത്ഥന പേജ് 34 അനുസ്മരണ പ്രാർത്ഥനകൾ ഡിപ്റ്റിക്സ് പറയും പേജ് 70 പിന്നെ സ്വർഗവാസികൾ സമാധാനം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പേജ് 55 പിന്നെ സമാപനാശീർവാദം എന്ന് പറയുന്ന കുത്താമയ്ക്ക് മുമ്പുള്ള 2 കൃതജ്ഞതാ പ്രാർത്ഥനകൾ. ഇതൊക്കെയാണ് സഹകാർമ്മികർക്ക് ചൊല്ലാവുന്ന പ്രാർത്ഥനകൾ. കാർമ്മികന്റെ സഹായ അഭ്യർത്ഥനയില് കർത്താവെ ആശീർവദിക്കണമേ, എന്റെ സഹോദരി കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ചൊല്ലാവുന്നതാണ്. ജനങ്ങളുടെ മറുപടിയിൽ അങ്ങയെ ശക്തരാക്കട്ടെ എന്നതിന് പകരം നിങ്ങളെ ശക്തരാക്കട്ടെ എന്നും ചൊല്ലാവുന്നതാണ്. 7. കൂദാശക്രമത്തിലെ അതായത് അനാഫറയിലെ മധ്യസ്ഥ പ്രാർത്ഥന ജനങ്ങൾക്ക് മറുപടി ചൊല്ലാവുന്ന രീതിയിൽ നടത്തുമ്പോൾ അതിലെ പ്രാർത്ഥനകൾ സഹകാർമ്മികർക്ക് മാറി മാറി ചൊല്ലാവുന്നതാണ്. അതായത് മാർപ്പാപ്പയ്ക്കും അങ്ങനെയുള്ള കത്തോലിക് സഭ മുഴുവനായി ചൊല്ലുന്ന പ്രാർത്ഥന ഇങ്ങനെ വിഭജിച്ച് ചൊല്ലുകയാണെങ്കിൽ അത് സഹകാർമ്മികർക്ക് മാറി മാറി ചൊല്ലാം. സമൂഹ ബലിയിലെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ 3-ാം ഭാഗത്ത് ഈ ജനത്തിനും അയോഗ്യരെ ഞങ്ങൾക്കും വേണ്ടി എന്ന് ചൊല്ലാവുന്നതാണ്. 8. സഹകാർമ്മികരാണ് ബലിവസ്തുക്കൾ ഒരുക്കി ബലിപീഠത്തിലേക്ക് സംവഹിക്കുകയും പ്രാർത്ഥന ചൊല്ലി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നത്. സമൂഹ ബലിയില് സ്ഥാപനവാക്യങ്ങളുടെ സമയത്ത് സഹകാർമ്മികർ ഉള്ളം കൈ മുകളിലേക്കാക്കി ഈ വലത്തുകരം ബലിവസ്തുക്കൾക്ക് നേരെ നീട്ടിപ്പിടിക്കുന്നു. സ്ഥാപനവാക്യങ്ങളുടെ സമയത്ത് സഹകാർമ്മികര് ഈ വലത്തുകരം ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ പിടിച്ച് ഈ ബലിവസ്തുക്കൾക്ക് നേരെ നീട്ടിപ്പിടിക്കുന്നു. റൂഹാക്ഷണ സമയത്ത് സഹകാർമ്മികര് വലത്തുകരം ദിവ്യരഹസ്യങ്ങൾക്ക് നേരെ നീട്ടി കമിഴ്ത്തിപ്പിടിക്കുന്നു. ലത്തീൻ സഭയിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഈ 2 സമയത്തും ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ ഈ കമിഴ്ത്തിപ്പിടിച്ചിട്ടാണ്. എന്നാൽ സുറിയാനി കത്തോലിക്ക സഭയില് സ്ഥാപനവാക്യങ്ങളുടെ സമയത്ത് ഇങ്ങനെയും പിന്നെ റൂഹാക്ഷണ സമയത്ത് ഇങ്ങനെയുമാണ് സഹകാർമ്മികര് ബലിവസ്തുക്കളുടെ നേരെ കൈകൾ പിടിക്കുന്നത്. 10. കാർമ്മികനും സഹകാർമ്മികനും അതത് കുർബാനയിൽ കൂദാശ ചെയ്ത തിരുശരീര രക്തങ്ങളാണ് സ്വീകരിക്കേണ്ടത്. കാർമ്മികനാണെങ്കിലും സഹകാർമ്മികനാണെങ്കിലും അതത് കുർബാൻ കൂദാശ ചെയ്ത തിരുശരീര രക്തങ്ങളാണ് സ്വീകരിക്കേണ്ടത്. സക്രാരിൽ വെച്ചിരിക്കുന്നത് എടുത്ത് അങ്ങനെയല്ല സ്വീകരിക്കേണ്ടത് എന്ന് ചുരുക്കം. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള കുർബാന പുസ്തകത്തിനകത്തുള്ളതാണ്. എല്ലാ വൈദികരും അതനുസരിച്ച് ചെയ്യുന്നുണ്ടാകണമെന്നില്ല. പലരും പല തരത്തില് ഇതെല്ലാം അവരുടെ മനസ്സിലേക്ക് കയറാൻ കുറച്ച് സമയമെടുക്കും. ഈ ജനങ്ങൾക്കും ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ജനങ്ങളും വൈദികരും എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഈ സഭയുടെ ഏകീകൃത രീതി ഇതെല്ലാം ഒരുപോലെ ചെയ്താലേ, ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്താലേ ഏകീകൃത രീതി ശരിക്കും നടപ്പിലാവുകയുള്ളൂ. അപ്പോഴാണ് ഈ ഐകരൂപം യൂണിഫോമിറ്റി എന്ന് പറയുന്ന സംഗതി വരിക. അതിന് നമ്മൾ സഭ കൽപ്പിച്ചു നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള വിനയം, എളിമ നമുക്ക് എല്ലാവർക്കും വേണം. അത് അൽമാർക്കും വേണം, വൈദികർക്കും വേണം. അതൊക്കെ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാനിപ്പറമ്പിലച്ചൻ. നമ്മൾ കുർബാനയിലെ നിർദ്ദേശങ്ങളും ഒക്കെയായിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയായിരുന്നു. ഇപ്പൊ നമുക്ക്
കുറച്ചൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി നമുക്ക് കാണാം. ദേവാലയത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ദേവാലയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതുപോലെ തന്നെ ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന സംഗതികൾ, തിരുവസ്ത്രങ്ങൾ, വാക്കുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിന്റെ ചെറിയ തോതിലുള്ള അർത്ഥങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ദേവാലയത്തിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ നമുക്കറിയാം: മധുബഹ, കെസ്ട്രോമ, ഹൈക്കല. ഈ മധുബഹ എന്ന വാക്കിനെ കുറിച്ച്, അല്ലെങ്കിൽ മധുബഹ എന്താണ്, അതേക്കുറിച്ച് നമുക്ക് ഇന്ന് ധ്യാനിക്കാം. സുറിയാനില് ദ് ബഹ് എന്ന വാക്കാണ് ക്രിയാരൂപം. ദ് ബഹ്, മധുബഹ, മാ ഉപയോഗിക്കുന്നത് നാമമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ദ് ബഹ്, മാ മാറ്റിട്ട് ദ് ബഹ്, അതാണ് സുറിയാനി ക്രിയാരൂപം. അതിന് ബലി കഴിക്കുക, യാഗമർപ്പിക്കുക, പൂജയർപ്പിക്കുക, അറുക്കുക, ബലിമൃഗത്തെ അറുക്കുക എന്നെല്ലാം അർത്ഥമുണ്ട് ഈ ദ് ബഹ് എന്ന വാക്കിന്. ബലിപീഠം, ബലിമൃഗത്തെ അറുക്കുന്ന ഇടം, ഇല്ലേ, യാഗത്തിലുള്ള മൃഗത്തെ അറുക്കുന്ന ഇടം, പൂജ ചെയ്യുന്ന ഇടം, വിശുദ്ധ സ്ഥലം എന്നീ അർത്ഥങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്, ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ബലിപീഠം എന്നും ബലിപീഠം ഇരിക്കുന്ന സ്ഥലം എന്നും ഈ മധുബഹ എന്ന വാക്കിന് പൊരുളുകൾ ഉണ്ടാകാം. ഈ ദ് ബഹ എന്നുള്ള ക്രിയാരൂപത്തിൽ നിന്ന് വരുന്ന നാമരൂപമാണ് മധുബഹ. മദ്ബഹ, ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതാം. മദ്ബഹ എന്നാണ് ശരിക്കുള്ള വാക്ക്. എന്നാൽ പഴയ കാലത്തെ കൃതികളിലൊക്കെ മധുബഹ, മധുബഹ അല്ലെങ്കിൽ മധുവഹ, ബാക്കി പകരം വ, മധുവഹ, ഇങ്ങനെയൊക്കെ പഴയ കൃതികളിലൊക്കെ ഈ വാക്ക് കാണുന്നുണ്ട്. സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിലെ അതിവിശുദ്ധ സ്ഥലത്തെയാണ് മധുബഹ എന്ന് വിളിക്കുന്നത്. ദ ഹോളി ഓഫ് ഹോളീസ്, അതിവിശുദ്ധ സ്ഥലം, ഏറ്റവും വിശുദ്ധമായ സ്ഥലം. അതിന്റെ കേന്ദ്രഭാഗത്തായി കിഴക്കേ ഭിത്തിയോട് ചേർന്നാണ് ബലിപീഠം നിർമ്മിക്കുന്നത്. കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. നമ്മുടെ വീടുകളിലൊക്കെ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന തരത്തിലാണല്ലോ ഐക്കൺസ് ഒക്കെ വെക്കുന്നത്. ഈ ബലിപീഠം തന്നെ മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നതാണ് ത്രോണോസ്. അതിനർത്ഥം, ത്രോണോസ് എന്ന വാക്കിന് അത് ഗ്രീക്കാണ്, സിംഹാസനം എന്നർത്ഥം. ത്രോണോസ്, ബലിപീഠം, ത്രോണോസ്. എന്റെ അമ്മ ത്രോണോസ് എന്നല്ല പറയാറ്, സ്വർണോസ് എന്ന് പറയാറ്. സ്വർണോസ് അതായത് സ്വർണം കൊണ്ടാണ് ഈ സിംഹാസനം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. ചിലപ്പോ ഈ ആൾത്താര കുട്ടികളൊക്കെ ചിലപ്പോൾ ഇച്ചിരി കളിതാമാശൊക്കെ ചിലപ്പോൾ മധുബഹയിൽ വെച്ച് ചെയ്യും. അപ്പൊ അമ്മ വീട്ടിൽ വരും പറയും, സ്വർണോസിൽ നിന്നുകൊണ്ട പിള്ളേരുടെ കളി, സ്വർണോസിൽ നിന്നുകൊണ്ട്, എന്ന് വെച്ചാൽ ബലിപീഠത്തിന് ചുറ്റും നിന്നുകൊണ്ടാണ് പിള്ളേരുടെ കളി എന്നൊക്കെ അമ്മ കുറ്റപ്പെടുത്താറുണ്ട്. സ്വർണോസ് എന്നാണ് അമ്മ മാത്രമല്ല, അങ്ങനെ അവരുടെ തലമുറയിൽപ്പെട്ട പലരും പറഞ്ഞിരുന്നത്. ബലിപീഠത്തിനുള്ള മറ്റൊരു വാക്കാണ് ത്രോണോസ് അഥവാ സിംഹാസനം. അതേക്കുറിച്ച് നമ്മൾ പിന്നീട് കാണും. സ്വർണോസ് എന്ന വാക്കും ഉപയോഗിക്കാറുണ്ട് ഈ നാട്ടുഭാഷയിൽ. ഇപ്പൊ നമ്മൾ പൊതു ഉപയോഗിക്കുന്നത് ബലിപീഠത്തിന് അൾത്താര എന്ന ലത്തീൻ വാക്കും അതിവിശുദ്ധ സ്ഥലത്തിന് മധുബഹ എന്നുമാണ് പൊതു ഉപയോഗിക്കുന്നത്. ബലിപീഠത്തിന് അൾത്താര ബാലന്മാർ, അൾത്താര എന്ന വാക്ക് ലത്തീൻ വാക്കാണ്. അപ്പോൾ ബലിപീഠത്തിന് അൾത്താര എന്ന വാക്കും അതിവിശുദ്ധ സ്ഥലത്തിന് മധുബഹ എന്ന വാക്കുമാണ് പൊതുവെ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച് കാണുന്നത്. അപ്പോ മധുബഹ എന്ന വാക്ക് ബഹ എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട്, ബലിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. ബലിപീഠം, യാഗപീഠം എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ അർത്ഥം അതാണ്. ബലിപീഠത്തെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ, ധ്യാനം വരുമ്പോൾ നമുക്കതിനെ വിശദമായിട്ട് വരാം. മധുബഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിവിശുദ്ധ സ്ഥലമാണ്. പഴയ നിയമത്തിലെ ദേവാലയത്തിൽ നമുക്കറിയാം 2 വിരികളുണ്ടായിരുന്നു. ഒന്നാമത്തെ വിരിക്കുള്ളിലെ സ്ഥലത്തിനെയാണ് വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. അവിടെ ദാവീദന്റെ മെനോറ എന്ന് പറഞ്ഞ 7 തിരികളിടാവുന്ന വിളക്ക്, തിരുസാന്നിധ്യത്തിന്റെ അപ്പം വെക്കാവുന്ന തിരുസാന്നിധ്യ അപ്പം, അതിന്റെ മേശ, അങ്ങനെ 3 കാര്യങ്ങൾ. അതിന് പുറകിൽ രണ്ടാമത്തെ വിരി. ആ വിരിക്കുള്ളിലെ സ്ഥലമാണ് അതിവിശുദ്ധ സ്ഥലം. അവിടെയാണ് ഈ ധൂപിക്കാനുള്ള ഈ ധൂപാർപ്പണത്തിന്റെ മേശ. പിന്നെ അതിന്റെ പുറകിലാണ് ഈ ആർക്ക് ഓഫ് ദ കവനന്റ്, ഉടമ്പടിയുടെ പേടകം. ഉടമ്പടിയുടെ പേടകത്തിന് 3 കമ്പാർട്ട്മെന്റ്, ഒരു കലശത്തിൽ, സ്വർണ്ണ കലശത്തിൽ മന്ന, നടുക്ക് അഹറോന്റെ തളിർത്ത വടി, പിന്നെ ദൈവകൽപ്പനയുടെ 2 കല്ലുകൾ, 2 ഫലകങ്ങൾ, കൽഫലകങ്ങൾ. അതിന് മുകളിലെ സ്ഥലമാണ് ഹിലാസ്തേരിയോൻ എന്ന് പറഞ്ഞ കൃപാസനം, ദൈവം എഴുന്നള്ളിയിരിക്കുന്നെന്ന് വിചാരിക്കുന്ന കൃപാസനം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2 മാലാഖമാരുടെ സ്വരൂപങ്ങൾ, തിരുസ്വരൂപങ്ങൾ അങ്ങനെ കാണിച്ചിരുന്നത്. ഇതൊക്കെയാണ് ഈ അതിവിശുദ്ധ സ്ഥലത്ത് പഴയ നിയമത്തിലുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ പുതിയ നിയമത്തിന്റെ പുതിയ
ഇതിലേക്ക് വരുമ്പോൾ ഇതിനെല്ലാം പുതിയ അർത്ഥങ്ങൾ വരികയാണ്. ഈ സ്വർണ്ണക്കലശത്തില് മന്നയ്ക്ക് പകരം ഇപ്പോൾ കുസ്തോതിയില് നമ്മുടെ കർത്താവ് കുർബാന തന്നെ. അഹറോന്റെ തളിർത്ത വടിക്ക് പകരം മാർത്തോമ സ്ലീവ, തളിർക്കുന്ന സ്ലീവ. പിന്നെ കൽഫലകൾക്ക് പകരം ബൈബിള്. പിന്നെ ഈ ദൈവം എഴുന്നള്ളി വരുന്നു, കർത്താവ് എഴുന്നള്ളി വരുന്നു, കൃപാസനമറ്റ് മാറുന്നു വിശുദ്ധ കുർബാനയിലെ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക, വളരെ ഗംഭീരമായ ഒരു പഴയ നിയമത്തെ തന്നെ ഒരു അതിസ്വാഭാവിക തലത്തിലേക്ക് കൊണ്ടുവരികയാണ് പുതിയ നിയമത്തില്. പഴയ നിയമത്തെ റദ്ദാക്കുകയല്ല, അതിനെ പുതിയ തലത്തിലേക്ക്, പുതിയ അതിസ്വാഭാവിക ജീവിതത്തിലേക്ക്, ജീവനിലേക്ക് ഉയർത്തുകയാണ് കർത്താവ് ചെയ്തത്. പഴയ നിയമത്തെ പൂർണ്ണമാക്കുന്നത് അങ്ങനെയാണ്, പഴയ നിയമത്തെ സുഖപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അങ്ങനെ സുഖപ്പെടുത്തി പൂർണ്ണമാക്കി അതിസ്വാഭാവിക ജീവനിലേക്ക് ഉയർത്തുകയാണ് കർത്താവ് ചെയ്തത്. അതെല്ലാം നമ്മുടെ ദേവാലയത്തിൽ സംഭവിക്കുകയാണ്, അത് ദേവാലയത്തിൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. അതാണ് ഈ മധുബഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു കാര്യങ്ങൾ നമുക്ക് ഓരോ കുറേശ്ശെ നമുക്ക് ധ്യാനിച്ചു പോകാം. ഇന്ന് നമ്മൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മധുബഹ എന്ന വാക്കിന്റെ അതിന്റെ മൂലാർത്ഥം എന്താണ്, അതിന്റെ ക്രിയാരൂപം എന്താണ്, നാമരൂപം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ അതുകൊണ്ട് അതിന്റെ പൊരുളുകൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ചെറിയ തോതിൽ നമ്മൾ കണ്ടത്. ഇത് ധ്യാനിക്കാനും പഠിക്കാനും എഴുതിയെടുക്കാനും നോട്ടെടുക്കാനൊക്കെ ശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അൾത്താര, ത്രോണോസ്, ബലിപീഠം. ഇന്നലെ നമ്മൾ മധുബഹ എന്ന വാക്കിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ഇന്ന് നമുക്ക് അൾത്താര എന്ന ആ വാക്കിന്റെ അർത്ഥവും അതേക്കുറിച്ചുള്ള യാഥാർത്ഥ്യവും നമുക്ക് ചിന്തിക്കാം. ത്രോണോസ്, സിംഹാസനം എന്ന അർത്ഥം. ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ലത്തീൻ പദമാണ് അൾത്താര. 43 സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ദൈവത്തിന്റെ പീഠത്തെങ്കിലേക്ക് ചെല്ലും, എന്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് തന്നെ. സങ്കീർത്തനം 43:4. ഇതിന്റെ ലത്തീനിൽ കാണുന്നത് ആദ് അൾത്താരെ ദെയ് എന്നാണ്. ഞാൻ ദൈവത്തിന്റെ അൾത്താരയിലേക്ക് ചെല്ലുമെന്നാണ്. ആദ് അൾത്താരെ ദെയ്, ദൈവത്തിന്റെ പീഠത്തിലേക്ക് എന്നുള്ള തർജ്ജമ ചെയ്യുന്നത് ദൈവത്തിന്റെ ബലിപീഠത്തിലേക്ക് എന്നാകാം. അതിനൊരു വ്യാഖ്യാനം കൂടി കൊടുത്തിട്ടുണ്ട്. എന്താണ്? എന്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് തന്നെ. അതായത് ദൈവത്തിന്റെ പീഠം എന്ന് പറയുന്നത് ദൈവം തന്നെയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ പീഠത്തെങ്കിലേക്ക് ചെല്ലും, എന്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് തന്നെ. അപ്പൊ ദൈവത്തിന്റെ ബലിപീഠത്തിലേക്ക് ചെല്ലുന്നത് ദൈവത്തെങ്കിലേക്ക് തന്നെ ചെല്ലുന്നതിന് തുല്യമായിട്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ ലത്തീന ഞാൻ പറഞ്ഞത് ആദ് അൾത്താരെ ദെയ്, ദൈവത്തിന്റെ അൾത്താരയിലേക്ക് ചെല്ലുമെന്നാണ്. ആ അൾത്താര ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഈ അൾത്താര എന്ന വാക്ക് ഒരു 2 വാക്കുകൾ ചേർന്നിട്ടാണ്. സമസ്ത പദം എന്ന് പറയല്ലോ. ആൾത്തും എന്ന വാക്കിന് ഉന്നതം, ഉയർന്നത് എന്നൊക്കെ അർത്ഥം. ഇപ്പൊ നമ്മുടെ നാട്ടില് ആൾട്ടോ എന്നിട്ട് കാറുണ്ട് ഇല്ലേ? പണ്ട് മാരുതി 8 കണ്ടിട്ട് പൊക്കം കുറവായിരുന്നു, അപ്പൊ ആൾക്കാർക്ക് ഇരിക്കാനൊരു പ്രയാസം. അപ്പൊ കുറച്ചുകൂടി പൊക്കം വേണമെന്ന് പറഞ്ഞിട്ട് ആൾട്ടോ, അപ്പൊ കുറച്ചുകൂടി പൊക്കം വന്ന ഇല്ലേ ആൾട്ടോ. ആൾത്തും എന്നാണ് ലത്തീൻ വാക്ക്, അതിൽ നിന്നാണ് ആൾട്ടോ എന്ന് വന്നത്. ഈ ഉന്നതം, ഉയരമുള്ളത്, ഉയർന്നത് എന്നൊക്കെ അർത്ഥം. അതിനോട് പീഠം, ഫലകം എന്നൊക്കെ അർത്ഥമുള്ള ആര എന്ന വാക്ക് ചേർന്നാണ് അൾത്താരെ എന്നുണ്ടാകുന്നത് ലത്തീനില്. ആൾത്തും പ്ലസ് ആര. ഉയർന്ന പീഠം എന്നാണ് അതിന്റെ ആക്ഷരിക. ബലിവസ്തു ദഹിപ്പിക്കാനുള്ള ഉയർന്ന പീഠം എന്നാണ് പഴയ നിയമത്തിൽ ഉദ്ദേശിക്കുന്നത്. ബലിവസ്തു ദഹിപ്പിക്കാനുള്ള ഉയർന്ന പീഠം, അതാണ് അൾത്താര. ആരെന്ന വാക്കിന്റെ ആദിമ രൂപം ആസ എന്നാണ്. ആസ, ഇരിപ്പിടം എന്നർത്ഥമുള്ള ആസനം ഇതിൽ നിന്ന് വരുന്നു. ദൈവത്തിന്റെ ആസനമാണ് അൾത്താര, ദൈവത്തിന്റെ ഇരിപ്പിടമാണ് അൾത്താര. അതിനാൽ ദൈവത്തിന്റെ ത്രോണോസ്, ദൈവത്തിന്റെ സിംഹാസനം, ദൈവത്തിന്റെ സ്വർണോസ്, ദൈവത്തിന്റെ സ്വർണ്ണ സിംഹാസനം എന്നെല്ലാം അൾത്താരയെ വിശേഷിപ്പിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ ഇതിന്റെ വ്യാഖ്യാനമുണ്ട്. വെളിപാട് പുസ്തകം 4-ാമത്തെ അധ്യായം 3 മുതൽ 6 വരെ വചനങ്ങൾ. അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും പത്മരാഗം പോലെയും, സിംഹാസനത്തിന് ചുറ്റും മരതകം പോലെയുള്ള മഴവില്ല്. ആ സിംഹാസനത്തിന്റെ ചുറ്റും 24 സിംഹാസനങ്ങൾ. സിംഹാസനങ്ങളിൽ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് ഇരിക്കുന്ന 24 മതശ്രേഷ്ഠന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടങ്ങൾ.
സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും നാദവും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. സിംഹാസനത്തിന് മുമ്പിൽ പളങ്ക് പോലുള്ള കണ്ണാടിക്കടൽ, സിംഹാസനത്തിന് നടുവിലും സിംഹാസന ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകൾ. ഈ സ്വർഗത്തിന് സിംഹാസനത്തെക്കുറിച്ച് എത്ര പ്രാവശ്യമാണ് ഇങ്ങനെ സിംഹാസനം സിംഹാസനം സിംഹാസനത്തൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? സിംഹാസനത്തൻ എന്നാണ് ദൈവത്തെ പറയുള്ളൂ. ദൈവത്തിലെ സിംഹാസനത്തിൽ ഒരുവിരിക്കുന്നു സിംഹാസനത്തൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, സിംഹാസനത്തിൽ ആസനസ്ഥനായവൻ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അൾത്താർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ത്രോണോസ് ആണ്, സിംഹാസനമാണ്. സ്വർണോസ് എന്ന് വെച്ചാൽ സ്വർണ സിംഹാസനമാണ്. അതേസമയം അൾത്താർ എന്ന ബലിപീഠത്തിന് വേറെയും ഇത് നമ്മൾ പഴയ നിയമത്തിന്റെയും വെളിപാടിന്റെയും വെളിച്ചത്തിൽ കണ്ടതാണ്. എന്നാൽ അൾത്താർ എന്ന വാക്കിന് വേറെയും ധാരാളം അർത്ഥങ്ങളുണ്ട്. 3 ഖണ്ഡങ്ങൾ ഞാൻ വായിക്കുകയാണ് കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന ഗ്രന്ഥത്തിൽ നിന്ന്. 1353 ആദ്യത്തേത് അൾത്താരെ കുറിച്ചുള്ളത്. അൾത്താര 1353. കുർബാനയുടെ ആഘോഷത്തിൽ സഭ അൾത്താരയ്ക്ക് ചുറ്റും സമ്മേളിക്കുന്നു. അൾത്താര ഒരേ രഹസ്യത്തിന്റെ 2 വശങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ബലിയുടെ അൾത്താരയും കർത്താവിന്റെ വിരുന്ന് മേശയും. ഇതാണ് 2 വശങ്ങൾ. ക്രൈസ്തവ ബലിപീഠം ക്രിസ്തുവിന്റെ തന്നെ പ്രതീകമായതിനാൽ ഇത് എത്രയും വാസ്തവമാണ്. തന്റെ വിശ്വാസികൾ സമൂഹത്തിൽ സന്നിഹിതനായി നമ്മുടെ രമ്യതയ്ക്കായി അനുരഞ്ജനത്തിനായി അർപ്പിക്കപ്പെടുന്ന ബലിവസ്തു എന്ന നിലയിലും നമുക്ക് തന്നെ തന്നെ പ്രദാനം ചെയ്യുന്ന സ്വർഗീയ ഭോജ്യം എന്ന നിലയിലും ഉള്ള ക്രിസ്തുവിന്റെ പ്രതീകമാണ് അത്. എന്നാൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രതീകമല്ലെങ്കിൽ പിന്നെ എന്താണ് ക്രിസ്തുവിന്റെ അൾത്താര? അതായത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രതീകമാണത് എന്ന് വിശുദ്ധ അംബ്രോസ് ചോദിക്കുന്നുണ്ട്. മറ്റൊരിടത്ത് വിശുദ്ധ അംബ്രോസ് പറയുന്നു, അൾത്താര ക്രിസ്തുവിന്റെ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ ശരീരം അൾത്താരിലാണ് ദാനം. ബലിയുടെയും ദിവ്യകാരുണ്യത്തിന്റെയും ഈ ഐക്യത്തെ പല പ്രാർത്ഥനകളിലും ആരാധനാക്രമം വെളിവാക്കുന്നുണ്ട്. അങ്ങനെ റോമൻ സഭ അതിന്റെ അനാഫറയിൽ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, സ്വർഗത്തിലുള്ള അങ്ങയുടെ അൾത്താരയിലേക്ക്, അങ്ങയുടെ ദൈവിക മഹത്വത്തിന്റെ സന്നിധിയിലേക്ക് ഈ ബലിവസ്തു അങ്ങയുടെ വിശുദ്ധ മാലാഖമാരുടെ കൈകളാൽ സംവഹിക്കപ്പെടാൻ കൽപ്പിച്ചരളണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഈ അൾത്താരയിലുള്ള സംസർഗത്തിൽ അങ്ങയുടെ പുത്രന്റെ ഏറ്റവും വിശുദ്ധമായ ശരീരരത്നങ്ങൾ സ്വീകരിക്കുമ്പോൾ സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ടും കൃപാവരങ്ങൾ കൊണ്ടും നിറഞ്ഞവരായി തീരട്ടെ. അപ്പോൾ അൾത്താരയ്ക്ക് കൊടുത്തിരിക്കുന്ന മനോഹരമായ ഒരു വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥമാണ്. മറ്റൊരു ഖണ്ഡത്തിലും കത്തോലിക്ക സഭയുടെ മതബോധനത്തില് 1182 അൾത്താരയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 1182 പുതിയ ഉടമ്പടിയുടെ ബലിപീഠം കർത്താവിന്റെ കുരിശാണ്. അൾത്താർ എന്ന് പറയുന്നത് കുരിശാണ്, കർത്താവിന്റെ കുരിശാണ്. അവിടെ നിന്ന് പെസഹ രഹസ്യത്തിന്റെ കൂദാശകൾ പുറപ്പെടുന്നു. ദേവാലയത്തിന് കേന്ദ്രമാകുന്ന ബലിപീഠത്തിൽ കൗദാശിക അടയാളങ്ങളിലൂടെ കുരിശിലെ യാഗം സന്നിഹിതമാക്കപ്പെടുന്നു. ബലിപീഠം കർത്താവിന്റെ ഭക്ഷണ മേശയുമാണ്. അതിലേക്ക് ദൈവജനം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. പൗരത്യ ആരാധനാക്രമങ്ങളിൽ ബലിപീഠം കർത്താവിന്റെ കബറിടത്തിന്റെ പ്രതീകമാണ്. കുരിശ് തൊട്ടടുത്താണ് കബറിടം. കർത്താവിനെ അടക്കം ചെയ്തത് മരിച്ചു എന്നതിന് ഉറപ്പ് വരുത്തുകയാണ് കബറിടത്തിൽ അടക്കം ചെയ്തത്. ആ കബറിടത്തിൽ തന്നെയാണ് കർത്താവ് ഉത്ഥാനം ചെയ്തത്. അപ്പോൾ കർത്താവിന്റെ കബറിടം എന്ന് പറയുന്നത് അവന്റെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഇടമാണ്, സ്ഥലമാണ്. ഇതാണ് പൗരസ്ത്യ സഭകളിലെ ബലിപീഠത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം. അപ്പോ ദൈവത്തിന്റെ സിംഹാസനമാണ്, കർത്താവിന്റെ കുരിശാണ്, കർത്താവിന്റെ കബറിടമാണ്. അവൻ ആ കബറിടത്തിൽ തന്നെയാണ് അവൻ ഉത്ഥാനം ചെയ്തത്. അതുകൊണ്ട് അവന്റെ ഉത്ഥാനത്തിന്റെയും മരണത്തിന്റെയും ഇടമാണ് ഈ ബലിപീഠം എന്ന് പറയുന്നത്. അതിന്റെ ആ രൂപം പോലും കർത്താവിന്റെ കബറിടത്തിന്റെ രൂപത്തിലാണ് ലത്തീൻ സഭയിലാണെങ്കിലും പൗരസ്ത്യ സഭകളിലാണെങ്കിലും ബലിപീഠം സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു 1346 ഈ ബലിപീഠവും ബേമയും തമ്മിലുള്ള ബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. 1346 കത്തോലിക്ക സഭയുടെ മതബോധനം. വചന ശുശ്രൂഷയും സ്തോത്രയാഗ ശുശ്രൂഷയും അനാഫറ ഒന്നിച്ച് ആരാധനയുടെ ഒരേയൊരു പ്രവൃത്തിയായി രൂപപ്പെടുന്നു. അതായത് ബേമയില് വചന ശുശ്രൂഷയും ബലിപീഠത്തിലെ സ്തോത്രയാഗ ശുശ്രൂഷയും കൂദാശ കർമ്മം, അതായത് അനാഫറ, പക്ഷെ രണ്ടും കൂടി ഒരൊറ്റ പ്രവൃത്തിയായിട്ട് രൂപപ്പെടുന്നു. ഇങ്ങനെ മനോഹരമായ വ്യാഖ്യാനം 1383, 1182, 1346 എന്നീ ഘട്ടങ്ങളിലെ കത്തോലിക്ക സഭയുടെ മതബോധനത്തിലുണ്ട്. കല്ലിൽ വെട്ടിയുണ്ടാക്കിയ കബറിടത്തിലാണ് കർത്താവിനെ അടക്കം ചെയ്തത്. അതിനാൽ കല്ലുകൊണ്ട് പറ്റുമെങ്കിൽ ഒറ്റ കല്ലില് ബലിപീഠം പണിയണമെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. മാത്രമല്ല വിശുദ്ധരെ സംസ്കരിച്ചിരുന്ന സ്ഥലങ്ങളിലുണ്ടെങ്കിൽ
അതിന് മുകളിലാണ് ബലിപീഠം പണിതിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും കത്തോലിക്ക സഭയില് വിശുദ്ധരെ തിരുശേഷിപ്പോൾ ബലിപീഠത്തിന് താഴെ വെക്കുന്നത്. സ്വർഗത്തില് ഈ സിംഹാസനം തൊട്ട് താഴെയാണ് വിശുദ്ധരെ ഇരിക്കുന്നത്. വെളിപാട് പുസ്തകം 6:9 മുതൽ 13 വരെ, പിന്നെ 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ. രക്തസാക്ഷികളുടെ ആത്മാവുകളും വിശുദ്ധരുടെ ആത്മാവുകളും സ്വർഗത്തിൽ സിംഹാസനം തൊട്ട് താഴെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ബലിപീഠത്തിന് താഴെയാണ് വിശുദ്ധരുടെ തിരുശേഷിപ്പ് വയ്ക്കുക. വിശുദ്ധർ സംസ്കരിച്ച ബലിപീഠം ഉണ്ടെങ്കിൽ, കുഴിമാടമുണ്ടെങ്കിൽ അതിന് മുകളിലാണ് ബലിപീഠം പണിയുക. അപ്പൊ കല്ലുകൊണ്ട് തന്നെ പണിയണമെന്നാണ്. കർത്താവിന് അടക്കിയത് കല്ലുകൊണ്ടുള്ള ഒരു കല്ലറയിലാണ്. അപ്പൊ കല്ലുകൊണ്ട് തന്നെ ബലിപീഠം പണിയണമെന്നാണ് നിയമം. അതേസമയം അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ നല്ല ഉറപ്പുള്ള തടി കൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പാടില്ല. മാറ്റാൻ പറ്റാത്ത തരത്തിൽ സ്ഥായിയായിട്ട് ഈ ബലിപീഠം സ്ഥാപിക്കണമെന്നാണ്. ചുരുക്കത്തില് ഉത്ഥിതനായ മിശിഹായുടെ പ്രതിരൂപമാണ് ബലിപീഠം. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിനെ കബറടക്കി അവിടെ തന്നെ ഉത്ഥാനം ചെയ്തത്. പരിശുദ്ധാത്മ ഇറങ്ങി വന്ന് അപ്പത്തെ ക്രിസ്തുവിനെ ശരീരമാക്കുന്നതും വീഞ്ഞിനെ കർത്താവിന്റെ രക്തമാക്കുന്നതും ഈ ആൾക്കാരയിലാണ്. കർത്താവ് സ്വയം പങ്കുവെച്ചു തരുന്ന വിരുന്ന് മേശയാണത്. ഇക്കാരണങ്ങളാൽ പരിശുദ്ധ തൃത്വത്തിന്റെ സാന്നിധ്യമാണ് അൾത്താര. സ്വർഗത്തിലെ സിംഹാസനം പിതാവായ ദൈവം തിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ കബറിടം, ഉത്ഥിതനായ കർത്താവ് പ്രതീകവൽക്കരിക്കുന്ന ആ കബറിടം, പരിശുദ്ധാത്മ ഇറങ്ങി വന്ന് ഈ അപ്പത്തെയും വീഞ്ഞിനെയും കർത്താവിന്റെ തിരുശരീരക്തങ്ങളായി മാറ്റുന്ന ഇടം. അപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇങ്ങനെ പരിശുദ്ധ തൃത്വത്തിന്റെ സാന്നിധ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ അൾത്താർ എന്ന് പറയുന്ന ബലിപീഠം. അതുകൊണ്ട് തന്നെയാണ് വൈദികൻ അൾത്താരിൽ എത്തിക്കഴിഞ്ഞാല് നടുവിലും ഇരുവശങ്ങളിലും ചുംബിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 പേരെയും ചുംബിക്കുന്നതിന്റെ പ്രതീകമാണത്. ബലിപീഠത്തെക്കുറിച്ച് കർത്താവിന്റെ ഒരു പഠനമുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. ബലിപീഠത്തെ പറ്റി ചൊല്ലി സത്യം ചെയ്താൽ ഒന്നുമില്ല, അതിന്മേലുള്ള ബലിവസ്തുവിനെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ കടപ്പെട്ടവനാണ് എന്ന് നിങ്ങൾ പറയുന്നു. കുരുടന്മാരെ, ഏതാണ് വലിയത്, ബലിവസ്തുവോ ബലിവസ്തുവിനെ വിശുദ്ധീകരിക്കുന്ന ബലിപീഠമോ? ആകയാൽ ബലിപീഠത്തെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ അതിനെയും അതിന്മേലുള്ള സകലത്തെയും ചൊല്ലി സത്യം ചെയ്യുന്നു. കർത്താവിന്റെ വ്യാഖ്യാനാണ്. ഈ ബലിപീഠം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. ബലിവസ്തുവിനേക്കാൾ പ്രധാനപ്പെട്ടത് ബലിപീഠം. ഏതാണ് ഈ ബലിപീഠം കർത്താവ് സൂചിപ്പിക്കുന്നത്? പഴയ നിയമത്തിലെ ഹോമയാഗം അർപ്പിച്ചിരുന്ന പീഠം, യാഗ കേന്ദ്രീകൃതമായ ആരാധനയുടെ കേന്ദ്രമായിരുന്നു ബലിപീഠം. വളരെ ആഘോഷപൂർവകമായിട്ടാണ് അതിന്റെ പൗത്രീകരണ കർമ്മം അനുഷ്ഠിച്ചിരുന്നത്. പുറപ്പാട് 29:36, സംഖ്യ 7:10, 2 ദിനവൃത്താന്തം 4:1 കാണാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളതിന്റെ പ്രതീകങ്ങൾ കണ്ടു കഴിഞ്ഞു. ദൈവത്തിന്റെ സിംഹാസനം, കർത്താവിന്റെ കബറിടം, പരിശുദ്ധാത്മ ഇറങ്ങി വരുന്ന ഇടം, അങ്ങനെ നമ്മൾ പലതും കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബലിപീഠം കൂദാശ ചെയ്യുന്നത്, കത്തോലിക്ക സഭയിൽ കൂദാശ ചെയ്യുന്നത് മെത്രാനാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു അപ്പസ്തോലന്മാർക്ക് പകർന്നു നൽകിയതും അപ്പസ്തോലന്മാർ കൈവപ്പിലൂടെ കൈമാറിയതും ഇതുവരെയും മുറിഞ്ഞു പോകാത്തതുമായ ശ്ലൈഹിക പിന്തുടർച്ചയിലൂടെ ദിവ്യമായ ഒരു ശാരീരിക സ്പർശം കത്തോലിക്ക സഭയിലെ ബലിപീഠത്തിനുണ്ട്. കർത്താവ്, സ്ലീഹന്മാര്, മെത്രാമാര്, അങ്ങനെ മെത്രാമാരാണ് ഈ ബലിപീഠം കൂദാശ ചെയ്യുന്നത്. പുറകോട്ട് പോയാൽ യേശുവിലെത്തുന്ന പാവനമായ ഒരു ശാരീരികതയുണ്ട്. അതായത് ബലിപീഠം വെഞ്ചിരിക്കുകയല്ല, വെള്ളം തെളിക്കുകയല്ല. മെത്രാനച്ചൻ തന്നെ ഒലിവ് ഓയിൽ കൊണ്ട് ബലിപീഠം റൂഷ്മ ചെയ്യുകയാണ്, കൂദാശ ചെയ്യുകയാണ്. അതിനാൽ ആവർത്തിക്കുകയാണ് ഞാൻ, അതിനാൽ തന്നെ ബലിപീഠം വെഞ്ചിരിക്കുകയല്ല, കൂദാശ ചെയ്യുകയാണ്. വെഞ്ചരിപ്പിൽ കന്നൻ വെള്ളം ഉപയോഗിക്കുന്നു, കൂദാശ ചെയ്യാൻ ഒലിവെണ്ണയും. കൂദാശ ചെയ്യപ്പെട്ട വ്യക്തിയോ വസ്തുക്കളോ അശുദ്ധമാക്കപ്പെട്ടാൽ അത് ദൈവനിന്ദ എന്ന പാപമാണ്. വെഞ്ചരിപ്പുകൾ ആവർത്തിക്കാം, യാഗപീഠത്തിന്റെ കൂദാശ ചെയ്യൽ ആവർത്തിക്കാറില്ല. യാത്രക്കിടയിലെ കുർബാനയെ അർപ്പിക്കാനായി കൊണ്ടു നടക്കാവുന്നതും മെത്രാൻ കൂദാശ ചെയ്തതുമായ യാഗപീഠം, കുർബാനക്കല്ല് എന്നൊക്കെ പറയും. പുരോഹിതന്മാർ പൂജിതയുടെ കൈവശം വെച്ചിരുന്നു. കുർബാന യാത്ര ചെയ്യുമ്പോൾ കുർബാന ചൊല്ലണമെങ്കിൽ തിരിച്ച് പള്ളിയിലെത്തുമ്പോൾ പ്രധാന ബലിപീഠത്തിന്റെ ഒത്ത നടുക്കാണ് അത് സൂക്ഷിച്ചിരുന്നത്. അത് അശുദ്ധമാക്കാൻ പാടില്ലല്ലോ. ബലിപീഠത്തിൽ വെക്കുന്നതെല്ലാം പൗത്രീകരിക്കപ്പെടും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനാൽ ഏറ്റവും അത്യാവശ്യമായ സംഗതികൾ ഏറ്റവും അത്യാവശ്യമായ സമയത്തേക്ക് മാത്രമേ ബലിപീഠത്തിൽ വെക്കാൻ പാടുള്ളൂ. തിരികള്, പൂപ്പാത്രങ്ങൾ ഇവയൊന്നും ബലിപീഠത്തിൽ വെക്കാൻ പാടില്ല. ഞാൻ അന്ന് ആവർത്തിക്കുക, മറ്റു വെഞ്ചിരിപ്പ് പോലെയല്ല, മെത്രാനസിന് മാത്രമേ ഈ ബലിപീഠം റൂഷ്മ ചെയ്യാൻ പറ്റൂ. അത് അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ഒലിവെണ്ണ എടുത്ത് ചെയ്യാണ്. അതായത് കർത്താവ് ഈശോ മിശിഹായിൽ നിന്ന് കൈവപ്പിലൂടെ സ്ലീഹന്മാരും മെത്രാന്മാർക്കും കൈവപ്പിലൂടെ കൈമാറിയ ആ കൗദാശിക പിന്തുടർച്ച, ശ്ലൈഹിക പിന്തുടർച്ച, ആ പിന്തുടർച്ചയിലാണ് ബലിപീഠം ആശീർവദിക്കുന്നത്. അത് വളരെ പരിശുദ്ധമാണ്. അതിനാൽ കർത്താവ് പറയാണ്,
ഏതാണ് ശ്രേഷ്ഠം? ഏതാണ് ശ്രേഷ്ഠം? നിങ്ങൾ പറയുന്നു ബലിപീഠത്തെ കൊണ്ട് സത്യം ചെയ്താൽ ഒന്നുമില്ല, അതിനുമായി ബലിവസ്തുവിനെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ കടപ്പെട്ടവനാണെന്ന്. കുരുടന്മാരെ, ഏതാണ് വലിയത്? ബലിവസ്തുവോ ബലിവസ്തുവിനെ വിശദീകരിക്കുന്ന ബലിപീഠമോ? ആകയാൽ ബലിപീഠത്തെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ അതിനെ കൊണ്ടും അതിന്മേലുള്ള സകലതിനെ കൊണ്ടും സത്യം ചെയ്യുന്നു. അതുകൊണ്ട് ബലിപീഠം വളരെ പ്രധാനപ്പെട്ടതാണ്. ബലിപീഠമില്ലാതെ ബലിയർപ്പിക്കാൻ കഴിയില്ല. നമ്മളിപ്പം ഈ കുടുംബ യൂണിറ്റുകളിലോ ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിലൊക്കെ കുർബാന ചിലപ്പോൾ പതിവുണ്ട്. ഏതെങ്കിലും ഒരു ഡൈനിങ് ടേബിൾ വലിച്ചിട്ട് ചില വിരികൾ അങ്ങിട്ടാൽ ബലിപീഠമാകില്ല. അങ്ങനെ കുർബാന അർപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞ കുർബാനക്കല്ല് എന്ന് പറഞ്ഞ പോർട്ടബിൾ ഓൾട്ടർ വേണം. അത് മെത്രാൻ വെഞ്ചരിച്ച് തന്നെയാകണം. കാരണം ആ ബലിപീഠം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ മെത്രാൻസ് തന്നെ വെഞ്ചരിച്ച ഒലിവെണ്ണ കൊണ്ട് സ്വന്തം കൈകൊണ്ട് കൂതാശ ചെയ്ത ആ ബലിപീഠത്തിന്മേൽ പൂപാത്രങ്ങൾ വെക്കുക, തിരികൾ വെക്കുക. എന്തൊരു അപമാനമാണത്, ദൈവനിന്ദയാണത്. അതൊന്നും ചെയ്യാൻ പാടില്ല. ഇത്രയും ഗംഭീരമായ അർത്ഥമുള്ള ഒരു സംഗതിയാണ് നമ്മൾ ത്രോണോസ് എന്ന് പറയുന്ന അൾത്താർ എന്ന് പറയുന്ന ബലിപീഠം. ആ ബലിപീഠത്തെ സമീപിക്കാനായിട്ട് അച്ഛൻ 3 പ്രാവശ്യം കുമ്പിട്ട് അവിടെ ചെല്ലുമ്പോൾ പരിശുദ്ധ തൃത്വത്തിനെ കണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ചുംബനം കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അത് പൂപാത്രം വെക്കാനുള്ള പീഠമായിട്ടും തിരികൾ വെക്കാനുള്ള പീഠമായിട്ടൊന്നും അതിനെ ചെറുതാക്കി ദൈവം നിന്ന് കാണിക്കാൻ പാടില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.